നാളെ എങ്ങനെ ജീവിക്കും എന്നുള്ള ടെൻഷൻ ഇല്ല. ನಾಳೆ ಯಾವ ರೀತಿ ಜೀವಿಸಬೇಕೆಂಬುದಾಗಿರುವ ಟೆನ್ಷನ್ ಇಲ್ಲ. നാളെ നേരിടുന്ന പ്രതിസന്ധി എങ്ങനെ മറികടക്കണം എന്നുള്ള BP കൂട്ടലൊന്നും ഇല്ല കുഞ്ഞിന്. ನಾಳೆ ಬರುವ ಸಂಕಷ್ಟವನ್ನು ಯಾವ ರೀತಿಯಲ್ಲಿ ಎದುರಿಸಬೇಕೆಂಬುದಾಗಿರುವ ಯಾವ BPಯೂ ಟೆನ್ಷನ್ ಇಲ್ಲ. ആ ഇടത് കൈക്ക് അകത്ത് ആ നെഞ്ചിനോട് ചേർന്ന് അള്ളി പിടിച്ചിരിക്കുന്നത് കണ്ടോ? ಆ ಎಡಗೈಯಲ್ಲಿ ತನ್ನ ತಾಯಿಯನ್ನು ಹಿಡಿದುಕೊಂಡು ಕೂತಿದೆ ಆ ಮಗು. ഡിപ്പെൻഡൻസിയാണ് ശിശുക്കളെ പോലെ ആയി വരിക എന്ന് കർത്താവ് ഉദ്ദേശിച്ചത്. ಈ ಡಿಪೆಂಡೆನ್ಸಿಯೇ ಕರ್ತನು ಮಗುವಂತೆ ಆಗು ಎಂಬುದಾಗಿ ಹೇಳಿದ ಅರ್ಥ. ഈ കുഞ്ഞു പറയോ എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. ಈ ಮಗು ಯಾವತ್ತಾದ್ರೂ ಹೇಳುತ್ತಾ ನನಗೆ ಗೊತ್ತು ನನ್ನನ್ನು ಹೇಗೆ ನೋಡ್ಕೊಳ್ಬೇಕೆಂಬುದಾಗಿ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടും. ഇപ്പോൾ ആ കുഞ്ഞു പറയോ ಏನೇ ಸಮಸ್ಯೆ ಬಂದರೂ ನಾನು ನೋಡ್ಕೊಳ್ತೀನಿ ಎಂಬುದಾಗಿ ಈ ಬಾಲಕ ಈ ವಯಸ್ಸಿನಲ್ಲಿ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವೋ? അതിനെ ഉപദ്രവിക്കാൻ ഒരു നായ ഓടി വന്നാലും അതല്ല നേരിടുന്നത്, അത് ഓടി വന്ന് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യും. ಆ ಮಗುವನ್ನು ಕಚ್ಚಲು ಒಂದು ನಾಯಿ ಅಟ್ಟಾಡಿಸಿದರೂ ಕೂಡ ಆ ಮಗು ಅದನ್ನು ಎದುರಿಸುವುದಿಲ್ಲ, ಅದು ಓಡಿ ಬಂದು ತನ್ನ ತಾಯಿ ಹತ್ರ ಬರುತ್ತದೆ. അതിന് വിശന്നാൽ എനിക്കറിയാം നാളെ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കി വയറ് നിറയ്ക്കാൻ, അങ്ങനെ പറയില്ല കുഞ്ഞ്. ಆ ಮಗುಗೆ ಹೊಟ್ಟೆ ಹಸಿವೆ ಬಂದ್ರೆ ನಾನು ಹೋಗಿ ವ್ಯಾಪಾರ ಮಾಡಿ ದುಡಿಮೆ ಮಾಡಿ ತಿಂತೀನಿ ಅಂತ ಆ ಮಗು ಹೇಳಲ್ಲ. ആ കുഞ്ഞ് പൂർണ്ണമായും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ಆ ಮಗು ತಾನು ಜೀವಿಸಲು ಇನ್ನೊಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಡಿಪೆಂಡ್ ಮಾಡಿದೆ. സിൻസിയർ ആകണമെന്നല്ല, നിങ്ങൾ ഇതുപോലെ ശിശുക്കളെ പോലെ ആകണം. ನೀವು ಪ್ರಾಮಾಣಿಕರಾಗಬೇಕೆಂಬುದಾಗಿ ಅಲ್ಲ, ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಮಕ್ಕಳಂತೆ ಆಗಬೇಕು. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. ಪೂರ್ಣ ಹೃದಯದಿಂದ ಯೆಹೋವನಲ್ಲಿ ಆಶ್ರಯ ಮಾಡಬೇಕು. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ಸ್ವಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. സ്വന്തം ജ്ഞാനത്തിലും വിവേകത്തിലും ആശ്രയിക്കരുത്. ಸ್ವಂತ ಜ್ಞಾನದಲ್ಲಿಯೂ ವಿವೇಕದಲ್ಲಿಯೂ ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬಾರದು. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ಅರ್ಥ ಆಗ್ತಿದೆ. എനിക്കറിയാം എന്റെ കാര്യം തീരുമാനിക്കാനെന്ന് തീരുമാനിച്ചാൽ, അങ്ങനെ ചിന്തിച്ചാൽ ദൈവം പറയും നീ നിന്റെ വഴിക്ക് പോ. ನನಗೆ ಗೊತ್ತು ನನ್ನ ಬಗ್ಗೆ ತೀರ್ಮಾನ ಮಾಡಲು ನನ್ನ ಬಗ್ಗೆ ಯೋಚಿಸಲು ಎಂದು ನೀವು ಹೇಳಿದರೆ ದೇವರು ಹೇಳ್ತಾರೆ ನನ್ನ ಕೆಲಸ ನಾನು ಮಾಡ್ತೀನಿ ಅಂತ ಹೋಗ್ತಾರೆ. പക്ഷെ അങ്ങനെ പോയവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ಆದರೆ ಆ ರೀತಿಯಲ್ಲಿ ಹೋದವರೆಲ್ಲ ಸೋತು ಹೋಗಿದ್ದಾರೆ. എപ്പോഴെല്ലാം നമുക്ക് അങ്ങനെ ಫೀಲ್ ആയിട്ടുണ്ടോ, അങ്ങനെയെല്ലാം തോന്നിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം നമ്മൾ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಯಾವಾಗ ಎಲ್ಲ ಆ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಬಂದಿದೆ, ಅವಾಗೆಲ್ಲ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸೋಲು ಉಂಟಾಗಿದೆ. യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ಯಾಕೋಬನ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ಈ ರೀತಿ ಓದುತ್ತೇವೆ, നാളെ ഞാൻ ഇന്ന പട്ടണത്തിൽ ചെന്ന് ബിസിനസ് ചെയ്ത് മടങ്ങി വരും, പൈസ ഉണ്ടാക്കുമെന്ന് ഒരു വ്യക്തി പറയുക. ನಾಳೆ ನಾನು ಒಂದು ಪಟ್ಟಣಕ್ಕೆ ಹೋಗಿ ಅಲ್ಲಿ ವ್ಯಾಪಾರ ಮಾಡಿ ದುಡ್ಡು ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಹೇಳುತ್ತಾನೆ. പക്ഷെ അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ಅಲ್ಲಿ ಯಾಕೋಬ ಹೇಳುವ ಒಂದು ವಿಷಯವಿದೆ. ദൈവം അനുവദിക്കുന്ന പക്ഷം, ದೇವರು ಅನುಮತಿ ಕೊಟ್ಟರೆ നാളെ ഞാൻ അവിടെ പോകും, ನಾಳೆ ನಾನು ಅಲ್ಲಿ ಹೋಗುತ್ತೇನೆ, ബിസിനസ് ചെയ്യും, ವ್ಯಾಪಾರ ಮಾಡುತ್ತೇನೆ, പണം ഉണ്ടാക്കും, ಹಣ ಸಂಪಾದಿಸುತ್ತೇನೆ, മടങ്ങി വരും, ನಾನು ತಿರುಗಿ ಬರುತ್ತೇನೆ. ഇങ്ങനെയാണ് പറയേണ്ടത്. ಈ ರೀತಿಯಲ್ಲಿ ನೀವು ಹೇಳಬೇಕು. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, ನಮ್ಮಿಂದ ಸಾಧ್ಯವಾಗುವ ಕಾರ್ಯವಲ್ಲ. നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ನಮಗೆ ಆಶ್ರಯ ಮಾಡಲು ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. അനുവദിച്ച ശ്വാസം പുറത്തേക്ക് വിടണമെങ്കിലും അകത്തേക്ക് വലിക്കണമെന്നുണ്ടെങ്കിലും അത്യുന്നതൻ അനുവദിച്ച് സാധ്യമാകുകയുള്ളൂ. ಅನುಮತಿ ಕೊಟ್ಟಿರುವ ಶ್ವಾಸವನ್ನು ಉಸಿರಾಡಲು ಅದು ವಾಪಸ್ಸು ಒಳಗಡೆ ಎಳೆದುಕೊಳ್ಳಲು ದೇವರು ಅನುಮತಿ ಕೊಟ್ಟರೆ ಮಾತ್ರವೇ ಸಾಧ್ಯ. ഈ രാത്രി നാം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങയെ കൂടാതെ എനിക്ക് ചലിക്കാൻ സാധ്യമല്ല പിതാവേ. ನಾವು ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಈ ರೀತಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು, ನಿನ್ನ ಚಿತ್ತವಿಲ್ಲದೆ ನಾನು ಸಂಚಾರ ಮಾಡಬಾರದು. എന്നെ ഒരു ശിശുവിനെ പോലെ ആക്കി തീർക്കണമേ. ನನ್ನನ್ನು ಒಬ್ಬ ಬಾಲಕನ ಹಾಗೆ ನೀನು ಮಾರ್ಪಡಿಸಬೇಕು. ഡിപ്പെൻഡൻസ്, ആ ഒരു മൈൻഡ് എനിക്ക് തരണമേ എന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ನಿನ್ನಲ್ಲಿ ಡಿಪೆಂಡ್ ಮಾಡಲು ಇರುವ ಒಂದು ಮನಸ್ಸು ನನಗೆ ಕೊಡಬೇಕು ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನರು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? ഒരു ചിന്ത പോലും അങ്ങയുടെ അനുവാദത്തിലല്ലാതെ എന്നിൽ നിന്ന് പുറത്തു വരരുത്. ಒಂದು ಚಿಂತೆಯೂ ಕೂಡ ನಿನ್ನ ಅನುಮತಿ ಇಲ್ಲದೆ ನನ್ನ ಮನಸ್ಸಿನಲ್ಲಿ ಬರಬಾರದು ಎಂಬುದಾಗಿ യേശു പറഞ്ഞതുപോലെ ഒരു വാക്ക് പോലും അങ്ങയുടെ അനുവാദം കൂടാതെ എന്റെ വായിൽ നിന്ന് പുറത്തു വരരുത്. ಯೇಸು ಹೇಳಿದ ಹಾಗೆ ಒಂದು ಮಾತು ಕೂಡ ನಿನ್ನ ಅನುಮತಿ ಇಲ್ಲದೆ ನನ್ನ ಬಾಯಿಂದ ಬರಬಾರದು. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പോലെ അവൻ സ്വയമായി സംസാരിക്കാതെ കേൾക്കുന്നതാണ് നമ്മളോട് പറയുന്നു. അതുപോലെ നമുക്കുമായി തീരാൻ എത്ര പേർ പ്രാർത്ഥിക്കും? ಪವಿತ್ರಾತ್ಮನು ಕಾರ್ಯ ಮಾಡುವ ಹಾಗೆ ತನ್ನ ಸ್ವಯಂ ಮನಸ್ಸಿನಿಂದ ಮಾತಾಡದೆ ಕರ್ತನಿಂದ ಕೇಳುವುದನ್ನು ಮಾತ್ರ ಮಾತಾಡುವ ಹಾಗೆ ನಾನು ಕೂಡ ಆಗುತ್ತೇನೆ ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನರು ಇಂದು ಸಂಜೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? നാം ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ಇದರ ಸೀರಿಯಸ್ನೆಸ್ ನೀವು ತಿಳಿಯಬೇಕು. 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം, 1 ಕೊರಿಂಥ್ಯ 1ನೇ ಅಧ್ಯಾಯ, അതിന്റെ 19ാമത്തെ വാക്യം, ಅದರ 19ನೇ ವಾಕ್ಯ, 1:19. ಜ್ಞಾನಿಗಳ ಜ್ಞಾನವನ್ನು ನಾಶ ಮಾಡುವೆನು, ജ്ഞാനികളുടെ ജ്ഞാനത്തെ ഞാൻ നശിപ്പിച്ചു കളയും. ಜ್ಞಾನಿಗಳ ಜ್ಞಾನವನ್ನು ನಾನು ನಾಶ ಮಾಡುತ್ತೇನೆ. ഈ രാത്രി ദൈവത്തോട് നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം. ಈ ರಾತ್ರಿಯಲ್ಲಿ ನಾವು ದೇವರ ಹತ್ರ ಈ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. അങ്ങ് നശിപ്പിക്കുന്നതൊന്നും എന്നിൽ ഉണ്ടാകരുത്. ನೀನು ನಾಶ ಮಾಡುವುದು ಒಂದು ನನ್ನಲ್ಲಿ ಇರಬಾರದು. അങ്ങ് നശിപ്പിക്കുന്ന ജ്ഞാനത്തിൽ ഞാൻ ആശ്രയിക്കാൻ ദൈവം എന്നെ അനുവദിക്കരുത്. ನೀನು ನಾಶ ಮಾಡುವ ಜ್ಞಾನದಲ್ಲಿ ನಾನು ಆಶ್ರಯಗೊಳ್ಳಲು ನೀನು ಬಿಡಬಾರದು. എനിക്ക് എത്രത്തോളം ലോക ജ്ഞാനമുണ്ടെങ്കിലും അങ്ങ് അതിനെ നശിപ്പിക്കുമല്ലേ, എനിക്ക് അതല്ല വേണ്ടത്. ನನಗೆ ಎಷ್ಟು ಮಟ್ಟಿಗೆ ಈ ಲೋಕದ ಜ್ಞಾನವಿದ್ದರೂ ನೀನು ನಾಶ ಮಾಡುತ್ತೆ ಎಂದು ನಾನು ಬಲ್ಲೆನು, ಅದು ನನಗೆ ಬೇಡ. അങ്ങ് അനുവദിക്കാത്ത സ്വന്തം വിവേകം അതെനിക്ക് വേണ്ട. ನೀನು ಅನುಮತಿ ಕೊಡಾದ ವಿವೇಕವು ನನಗೆ ಬೇಡ.
പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? ಮತ್ತೆ ಈ ಭೂಮಿಯಲ್ಲಿ ನಮಗೆ ಜೀವಿಸಬೇಕಲ್ಲ, നാം ശിശുക്കളെ പോലെ ആകണം. ನಾವು ಬಾಲಕರಂತೆ ಆಗಬೇಕು. എന്നിട്ട് യെശയ്യാവ് 11:2, യെശയ്യാവ് 11:12 അതിന്റെ 1-2 വാക്യങ്ങൾ ചേർത്ത് വായിച്ചോളൂ. ಅದರ 1-2 ವಾಕ್ಯವನ್ನು ಓದೋಣ. ಇಸಾಯದ ಕುತ್ತಿയിൽ നിന്ന് ಒಂದು ಜಿಗುರು ഒരു ಒಡೆಯುವುದು, ಮೊಳ ಪುಟ್ಟಿ ಅದರ പുറപ്പെടും. ಬೇರಿನಿಂದ ಹೊರಟ ತಳಿರು ಬಲಿಸುವುದು, ಆ ಅಂಗುರದ ಮೇಲೆ ಜ್ಞಾನ ವಿವೇಕ ದಯಾಗ ಆತ್ಮ അവന്റെ മേൽ യഹോവയുടെ ആത്മാവിനെ നൽകും. ಆಲೋಚನೆ ಪರಾಕ್ರಮಗಳನ್ನು മതി മതി, നമ്മുടെ ചിന്താ വിഷയം പോയിന്റുമായി ബന്ധപ്പെട്ട് മതി. അവന്റെ മേൽ ಅಂತೂ ಯೆಹೋವನ ಆತ್ಮವು യഹോവയുടെ ആത്മാവിനെ പകരും. ನೆಲೆಗೊಂಡಿರುವುದು. ഒന്ന് ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്. ಒಂದು ಜ್ಞಾನದ ವಿವೇಕದ ಆತ್ಮವು. ഏതെങ്കിലും നമുക്ക് ലഭിച്ച ജ്ഞാനവും വിവേകവും അല്ല, അതിനോട് ദൈവം എതിർക്കുമ്പോൾ, ಏದೇನ್ ತೋಟದಲ್ಲಿ ನಮಗೆ ಸಿಕ್ಕಿದ ಜ್ಞಾನವೂ ವಿವೇಕವೂ ಅಲ್ಲ, ಅದನ್ನು ದೇವರು ಎದುರಿಸುತ್ತಾರೆ. ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ജ്ഞാനവും വിവേകവും, ದೇವರಿಂದ ನಮಗೆ ಡೈರೆಕ್ಟ್ ಆಗಿ ಸಿಗುವ ಜ್ಞಾನವೂ ವಿವೇಕವು. അതുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരണം ഇത് പ്രാപിക്കാൻ വേണ്ടി. ಆದ್ದರಿಂದ ಮತ್ತೆ ನೀವು ಬಾಲಕರಾಗಿ ಮಾರ್ಪಡಿಸಬೇಕು ಇದನ್ನು ಹೊಂದಿಕೊಳ್ಳಲು. അതിനാണ് ബോൺ അഗൈൻ, വീണ്ടും ജനനം, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. ಆದುದರಿಂದಲೇ ನೀವು ಮತ್ತೆ ಹುಟ್ಟುವುದು, ಇಲ್ಲಾಂದ್ರೆ ಮಾನಸಾಂತರ ಹೊಂದುವುದು ಎಂದು ನಾವು ಹೇಳುವುದು. നമുക്കുള്ളതെല്ലാം നമ്മളിൽ നിന്ന് കളയണം, ನಮಗಿರುವುದೆಲ್ಲವನ್ನು ನಾವು ಕಳೆದುಕೊಳ್ಳಬೇಕು. എന്നിട്ട് ക്രിസ്തു യേശുവിനോട് കൂടെ മരിക്കണം, ಮತ್ತೆ ಯೇಸು ಕ್ರಿಸ್ತನೊಟ್ಟಿಗೆ ನಾವು ಸಾಯಬೇಕು. അവനോട് കൂടെ അടക്കം ചെയ്യപ്പെടണം, ಅವನೊಟ್ಟಿಗೆ ನಾವು ಸಮಾಧಿ ಆಗಬೇಕು. അവനോട് കൂടെ നാം വീണ്ടും ജനിക്കണം, ಅವನೊಟ್ಟಿಗೆ ನಾವು ಮತ್ತೆ ಜನಿಸಬೇಕು. പുതിയ ജീവനിലേക്ക് നാം പ്രവേശിക്കണം, ಹೊಸ ಜೀವನದಲ್ಲಿ ನಾವು ಪ್ರವೇಶಿಸಬೇಕು. നാം ശിശുക്കളായി മാറണം, ನಾವು ಶಿಶುಗಳಂತೆ ಮಾರ್ಪಡಬೇಕು. ഡിപ്പെൻഡൻസ്, ആ ഒരു മൈൻഡ് നമ്മുടെ അകത്തുണ്ടാകണം. ಒಂದು ಡಿಪೆಂಡೆನ್ಸಿ ಎಂಬ ಒಂದು ಮನಸ್ಸು ನಮ್ಮ ಒಳಗಡೆ ಇರಬೇಕು. നാം വീണ്ടും ജനിച്ചതിന് ശേഷവും, ನಾವು ಮತ್ತೆ ಹುಟ್ಟಿದ ನಂತರ, യേശുവിനെ രക്ഷിതാവും കർത്താവുമൊക്കെയായി സ്വീകരിച്ചതിന് ശേഷവും, ಯೇಸುವನ್ನು ರಕ್ಷಕನು ಕರ್ತನಾಗಿ ಸ್ವೀಕರಿಸಿದ ನಂತರ, യേശുവിന്റെ മരണകടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമേറ്റതിന് ശേഷവും, ಯೇಸುವಿನ ಮರಣವನ್ನು ತೋರಿಸುವ ಆ ದೀಕ್ಷಾ ಸ್ನಾನವನ್ನು ಹೊಂದಿದ ನಂತರ, നാം ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള അതുവരെയുള്ള മുഴുവൻ അറിവിനകത്താണ് പിന്നെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു പോകുന്നത്. ನಾವು ಚಿಕ್ಕ ವಯಸ್ಸಿನಿಂದ ಕಲಿತಿರುವ ಜ್ಞಾನದಲ್ಲಿಯೇ ನಾವು ಈಗಲೂ ಮುಂದೆ ಹೋಗುತ್ತಿದ್ದೇವೆ. യേശുവിനോട് കൂടെ നമ്മൾ മരിച്ചു എന്ന് പറയുന്നു, ನಾವು ಯೇಸುವಿನೊಟ್ಟಿಗೆ ಸತ್ಯವು ಎಂದು ಹೇಳುತ್ತೇವೆ, അടക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു, ಸಮಾಧಿ ಆಗಿದ್ದೇವೆ ಎಂದು ಹೇಳುತ್ತೇವೆ, ഒരു പുതിയ മനുഷ്യനായി ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ಒಂದು പറയുന്നു, ಹೊಸ ಮನುಷ್ಯನಾಗಿ ನಾನು ಮತ್ತೆ ಹುಟ್ಟಿದ್ದೇನೆ ಎಂದು ಹೇಳುತ್ತೇವೆ, വീണ്ടും ജനിച്ചു എന്ന് പറയുന്നു. ನಾವು ಮತ್ತೆ ಹುಟ್ಟಿದ್ದೇವೆ ಎಂದು ಹೇಳುತ್ತೇವೆ. പക്ഷെ നമ്മളിൽ പലരെയും ശ്രദ്ധിച്ചാൽ, ನಮ್ಮಲ್ಲಿ ಅನೇಕ ಜನರನ್ನು ನಾವು ನೋಡಿದರೆ, നമ്മൾ ലോകത്തിന്റെ ജ്ഞാനവും വിവേകവുമാണ് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ನಾವು ಈಗಲೂ ಲೋಕದ ಜ್ಞಾನವು ವಿವೇಕದಲ್ಲಿ ನಡೆಯುತ್ತಾ ಇದ್ದೇವೆ. അതുകൊണ്ട് ദൈവത്തിന്, നമ്മുടെ പിതാവിന് തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്താനോ തന്റെ അധികാരവും ശക്തിയും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ കഴിയാതെ പോകുന്നു. ಆದ್ದರಿಂದ ದೇವರಾದ ನಮ್ಮ ಯೇಸುರಾಜನಿಗೆ ತನ್ನ ಪೂರ್ಣವಾದ ಶಕ್ತಿಯನ್ನು, ತನ್ನ ಪೂರ್ಣವಾದ ಮಹತ್ ಕಾರ್ಯಗಳನ್ನು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟಗೊಳಿಸಲು ಸಾಧ್ಯವಾಗುತ್ತಾ ഈ ಇಲ್ಲ. രാത്രി നമുക്ക് ആ വലിയ നഷ്ടം സംഭവിക്കരുത്. ಈ ರಾತ್ರಿಯಲ್ಲಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಆ ದೊಡ್ಡ ನಷ್ಟ ಉಂಟಾಗಬಾರದು. എന്നെ ആ ശിശുവിനെ പോലെ ആക്കണം, അങ്ങനെ ഒരു മനസ്സ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. ನನ್ನನ್ನು ಆ ಮಗುವಿನಂತೆ ಮಾರ್ಪಡಿಸು, ಆ ರೀತಿಯಲ್ಲಿರುವ ಒಂದು ಮನಸ್ಸು ನನಗೆ ಕೊಡು ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ഇനി ഞാനല്ല എന്നിൽ ಕ್ರಿಸ್ತು അത്ര എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നാം എത്തണം. ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ ನನ್ನಲ್ಲಿ ಕ್ರಿಸ್ತನು ಎಂದು ಹೇಳುವ ಹಾಗೆ ನಾವು ಈ ರಾತ್ರಿಯಲ್ಲಿ ಮಾರ್ಪಡಿಸಬೇಕು. Praise the Lord. ಆಮೆನ್. ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. ಲೋಕದ ಜ್ಞಾನದಿಂದ ಉಂಟಾಗುವ ಕಾರ್ಯಗಳನ್ನು ನಾವು ಓದೋಣ. ദൈവത്തിന്റെ ജ്ഞാനമല്ലാതെ ലഭിക്കുന്ന ജ്ഞാനവും വിവേകവും നമ്മളെ അപകടത്തിലാക്കുമെന്നുള്ളത് നാം പഠിക്കണം. ದೇವರ ಜ್ಞಾನದ ವಿವೇಕವು ಅಲ್ಲದೆ ಲೋಕದ ಜ್ಞಾನವನ್ನು ಆಶ್ರಯಿಸಿಕೊಂಡರೆ ಅದು ನಮಗೆ ಅಪಘಾತ ಉಂಟು ಮಾಡುತ್ತದೆ ಎಂದು ನಾವು ನೋಡುತ್ತೇವೆ. യെഹെസ്കേലിന്റെ പുസ്തകം, ಯೆಹೆಸ್ಕೇಲನ ಪುಸ್ತಕ 28-ാം അധ്യായം 28ನೇ ಅಧ್ಯಾಯ അതിന്റെ 4ാമത്തെ വാക്യം, ಅದರ 4ನೇ ವಾಕ್ಯ. ನಿನ್ನ ಜ್ಞಾನ ವಿವೇಕಗಳಿಂದ ನೀನು ಐಶ್ವರ್ಯವನ್ನು ಕಳಿಸಿ ನಿನ್ನ ಬೊಕ್ಕಿಸಗಳಲ್ಲಿ ಬೆಳ್ಳಿ ಬಂಗಾರವನ್ನು ತುಂಬಿಸಿಕೊಂಡಿದ್ದಿ. ನೀನು ನಿನ್ನ ಅತಿಗೆ ಜ್ಞಾನದಿಂದಲೂ ವೈಭಾರದಿಂದಲೂ ವ್ಯಾಪಾರದಿಂದಲೂ ಸಂಪತ್ತನ್ನು ವೃತ್ತಿ ಮಾಡಿಕೊಂಡಿರಲು ನಿನ್ನ ಮನಸ್ಸು ನಿನ್ನ ಆಸೆಯ ನಿಮಿತ್ತ ಉಪ್ಪಿಕೊಂಡಿವೆ. ಹೀಗಿರಲು ಕರ್ತನಾದ ಯೆಹೋವನು ಇದನ್ನುತ್ತಾನೆ, ನೀನು ನಿನ್ನ ಮನಸ್ಸನ್ನು ದೇವರ ಮನಸ್ಸು ಅಷ್ಟು ಹೆಚ್ಚಿಸಿಕೊಂಡಿದ್ದರಿಂದ ನಾನು ನಿನ್ನ ಮೇಲೆ ಅತಿ ಭಯಂಕರ ಜನಾಂಗದವರಾದ ಮೈಚರನನ್ನು ಬೀಳ ಮಾಡುವೆನು. ಅವರು ನಿನ್ನ ಜ್ಞಾನದ ಸುಬರಿಗನ ಮೇಲೆ ಕತ್ತಿ ಹಿಡಿದು ನಿನ್ನ ಒಳಪನ್ನು ಒಲಸು ಮಾಡುವರು, ನಿನ್ನನ್ನು ಪಾತಾಳಕ್ಕೆ ತಳ್ಳಿ ಬಿಡುವರು. ಸಮುದ್ರ ಮಧ್ಯದಲ್ಲಿ ನಿನಗೆ ಅದರಾದವರ ಗದಿ ಸಂಭವಿಸುವುದು. ನೀನು ನಿನ್ನನ್ನು ಸಂಗರಿಸುವ ಎದುರಿಗೆ ನಾನು ದೇವರು ಎಂದು ಹೇಳುವಿಯಾ?
ಗದಿಸುವವನ ಕೈಗೆ ನೀನು ಎಂದಿಗೂ ದೇವರಲ್ಲ. ನರಪ್ರಾಣಿಯೇ, ನೀನು ಅನ್ಯರ ಕೈಯಿಂದ ಸುನ್ನತಿ ಹೀನರ ಮರಣಕ್ಕೆ ಗುರಿಯಾಗುವಿ. ನಾನೇ ನುಡಿದಿದ್ದೇನೆ, ಇದು ಕರ್ತನಾದ ಯೆಹೋವನ ಸಂಕಲ್ಪ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ಏನಾದ್ರೂ ಅರ್ಥ ಆಗ್ತಿದೆಯಾ? ഇവന്റെ മേൽ ജ്ഞാനവും വിവേകവും ഉണ്ടായിരുന്നു. ಇವನ ಮೇಲೆ ಜ್ಞಾನವೂ ವಿವೇಕವೂ ಇತ್ತು. അത് അവനെ ഒരു അഹങ്കാരിയാക്കി മാറ്റി. ಅದು ಅವನನ್ನು ಒಂದು ಅಹಂಕಾರಿಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿತು. നിഗളിയാക്കി മാറ്റി കളഞ്ഞു. ಅವನಿಗೆ ಅಹಂಕಾರ ಉಂಟಾಯಿತು. അവൻ ജ്ഞാനവും വിവേകവും കൊണ്ട് അനവധി സമ്പത്തുണ്ടാക്കി. ಅವನು ಈ ಜ್ಞಾನವು ವಿವೇಕದಿಂದ ಅನೇಕ ಸಂಪತ್ತನ್ನು ಮಾಡಿದ. എനിക്ക് ജ്ഞാനമുണ്ട് വിവേകമുണ്ടെന്ന് അവൻ നിഗളിക്കാൻ തുടങ്ങി. ನನಗೆ ಜ್ಞಾನವುಂಟು ವಿವೇಕವುಂಟು ಎಂಬುದಾಗಿರುವ ಹೊಗಳಿಕೆ ಅವನಲ್ಲಿ ಬಂತು. എനിക്കറിയാം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, എനിക്കറിയാമല്ല. ನನಗೆ ಜೀವನ ಮಾಡಲು ಏನೇನೆಲ್ಲ ಉಂಟು ಮಾಡಬೇಕೆಂಬುದಿರುವ ಜ್ಞಾನ ನನಗೆ ಉಂಟು ಎಂಬುದಾಗಿರುವ ಒಂದು ಅಹಂಕಾರ ಅವನಿಗೆ ಬಂತು. അവനകത്ത് ദൈവഭാവമുണ്ടായി. ಅವನ ಒಳಗಡೆ ಅವನೇ ದೇವನು ಎಂಬ ಒಂದು ಭಾವವು ಉಂಟಾಯಿತು. അവൻ കേവലം മനുഷ്യനാണ്, ಅವನೊಬ್ಬ ಕೇವಲ ಮನುಷ್ಯನು. പക്ഷേ അവന്റെ അകത്ത് ദൈവഭാവം ചിന്തയിലൂടെ വരികയാണ്. ಆದ್ರೆ ಅವನೊಳಗಡೆ ಅವನೇ ದೇವನು ಎಂಬ ಒಂದು ಚಿಂತೆ ಬರುತ್ತಿದೆ. ജ്ഞാനവും വിവേകവും എനിക്കുണ്ട്, ನಾನು ವಿವೇಕ ನನ್ನಲ್ಲಿ ಉಂಟು, ഞാൻ സമ്പത്തുണ്ടാക്കും, ನಾನು ಸಂಪತ್ತನ್ನು ಮಾಡುತ್ತೇನೆ, അതിന് ഞാൻ വർദ്ധിപ്പിക്കും, ಅದನ್ನು ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ವರ್ಧಿಸುತ್ತೇನೆ. എന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. ನಾನು ಜೀವಿಸಲು ಅದು ನನಗೆ ಬೇಕು. ഇവൻ മനുഷ്യൻ മാത്രമാണ്, ಆದ್ರೆ ಇವನು ಕೇವಲ ಮನುಷ್ಯನು. പക്ഷേ ഇവന്റെ ചിന്ത ഞാൻ ദൈവമാണ്. ಆದ್ರೆ ಇವನ ಚಿಂತೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಇದೆ ಎಂದರೆ ನಾನು ದೇವರು ಎಂಬುದಾಗಿರುವ ಚಿಂತೆ. ലൂസിഫറിന്റെ ചിന്തയും ഇത് തന്നെയായിരുന്നു. ಲೂಸಿಫರ್ನ ಚಿಂತೆ ಈ ರೀತಿಯಲ್ಲಿ ಆಗಿತ್ತು. എനിക്ക് അത്യുന്നതനോട് സമനാകണം, ನನಗೆ ಮಹಾದೇವರ ಸಮವಾಗಬೇಕು. എന്താ മഹാദൈവത്തിന്റെ പ്രത്യേകത? ಏನು ಈ ಮಹಾದೇವರ ಪ್ರತ್ಯೇಕತೆ? ദൈവത്തിന്റെ മുകളിൽ ദൈവത്തെ നടത്താൻ മറ്റൊരു ദൈവമില്ല. ದೇವರ ಮೇಲುಗಡೆ ದೇವರನ್ನು ನಡೆಸಲು ಬೇರೆ ದೇವರಿಲ್ಲ. ദൈവത്തിന് ആലോചന ചോദിക്കാനോ ആശ്രയിക്കാനോ ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവമില്ല. ದೇವರಿಗೆ ಆಲೋಚನೆ ಕೇಳಲು ಆಶ್ರಯ ಮಾಡಲು ದೇವರ ಮೇಲೆ ಇನ್ನೊಂದು ದೇವರು ಇಲ್ಲ. ലൂസിഫർ ചിന്തിച്ചു, ಆದ್ರೆ ಲೂಸಿಫರ್ ಈ ರೀತಿಯಲ್ಲಿ ಚಿಂತೆ ಮಾಡಿದ. എനിക്കും അതുപോലെ വേണം, ನಾನು ಆ ರೀತಿಯಲ್ಲಿ ಆಗಬೇಕು, എനിക്കും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം, ನಾನು ಅದೇ ರೀತಿಯಲ್ಲಿ ಮುಂದುವರಿಸಬೇಕು, ഞാൻ വേറൊരാളിനെ കീഴ്പ്പെടത്തില്ല, ನಾನು ಬೇರೆ ಒಬ್ಬರ ಕೆಳಗಡೆ ಇರುವುದಿಲ್ಲ, എനിക്ക് ജ്ഞാനവും വിവേകവും ഉണ്ട്, ನನಗೆ ಜ್ಞಾನವು ವಿವೇಕ ಉಂಟು, ഞാൻ അതിൽ ആശ്രയിക്കും, ನಾನು ಅದನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳುತ್ತೇನೆ, ഞാൻ എന്നെ തന്നെ നടത്തും, ನಾನು ನನ್ನನ್ನೇ ನಡೆಸುತ್ತೇನೆ, ഞാൻ എനിക്ക് ദൈവമാകും, ನಾನೇ ದೇವರಾಗುತ್ತೇನೆ, ഞാൻ അത്യുന്നതനെ പോലെയാകും, ನಾನು ಮಹಾದೇವರಂತೆ ಆಗುತ್ತೇನೆ. അവനെ വേറൊരാളും നടത്തുന്നില്ലല്ലോ, ಅವನನ್ನು ಬೇರೆ ಯಾರು ನಡೆಸುತ್ತಿಲ್ವಲ್ಲ, അവന് വേറൊരാളും ആലോചന പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ, ಅವನಿಗೆ ಬೇರೆ ಯಾರು ಆಲೋಚನೆ ಹೇಳ್ತಿಲ್ವಲ್ಲ, എനിക്കും അതുപോലെ മുൻപോട്ട് ನಾನು പോകണം. ಅದೇ ರೀತಿಯಲ್ಲಿ ಮುಂದುವರಿಸುತ್ತೇನೆ. ദൈവം അവനെ വെട്ടി, ದೇವರು ಅವನನ್ನು ಮುರಿದಾಕಿದರು. ആ ദൂതനെ ദൈവം വെട്ടിക്കളഞ്ഞു, ಆ ದೂತನನ್ನು ದೇವರು ಮುರಿದು ಹಾಕಿದರು, ആ കെറൂബിനെ ദൈവം വെട്ടിക്കളഞ്ഞു. ಆ ಕೆರೂಬನ್ನು ದೇವರು ಮುರಿದು ಹಾಕಿದರು. സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, ಸ್ವಂತ ವಿವೇಕವನ್ನು ಆಶ್ರಯಿಸಬಾರದು. ദൈവം നമ്മളോട് എതിർക്കും. ದೇವರು ನಮ್ಮನ್ನು ಎದುರಿಸುತ್ತಾನೆ. ലൂസിഫറിനെ ആ കെറൂബിനെ എതിർത്ത് വെട്ടിക്കളഞ്ഞതുപോലെ ദൈവം നമുക്കെതിരായി മാറും. ಆ ಲೂಸಿಫರ್ ಅನ್ನು ಆ ಕೆರೂಬನನ್ನು ದೇವರು ಯಾವ ರೀತಿಯಲ್ಲಿ ತೆಗೆದುಹಾಕಿದನೋ ಅದೇ ರೀತಿಯಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನು ತೆಗೆದುಹಾಕುತ್ತಾನೆ. സർവശക്തനായ ദൈവം നമുക്കുണ്ട് പിതാവായി. ಸರ್ವಶಕ್ತನಾದ ದೇವರು ನಮ್ಮ ತಂದೆಯಾಗಿದ್ದಾರೆ. നമുക്ക് നമ്മുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കണ്ട, ನಮಗೆ ನಮ್ಮ ಸ್ವಂತ ವಿವೇಕದಲ್ಲಿ ಆಶ್ರಯ ಪಡುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. നമ്മുടെ സ്വന്തം ജ്ഞാനത്തിൽ നിഗളിച്ച് എനിക്കറിയാം എന്നെ നടത്താൻ അങ്ങനെയൊന്നും പറയരുത്. ನಾವು ನಮ್ಮ ಸ್ವಂತ ಜ್ಞಾನದಲ್ಲಿ ಆಧಾರ ಮಾಡಿಕೊಂಡು ನನ್ನನ್ನು ನಡೆಸಲು ನನಗೆ ಗೊತ್ತು ಎಂಬುದಾಗಿರುವ ಒಂದು ಅಹಂಕಾರ ನಮ್ಮಲ್ಲಿ ಬರಬಾರದು. അത് നമുക്ക് പരാജയമായിരിക്കും. ಅದು ನಮಗೆ ಸೋಲನ್ನೇ ಕೊಡುವುದು. നമുക്ക് ആ ശിശുവിനെ പോലെയാകാം. ನಮಗೆ ಆ ಶಿಶುವಿನಂತೆ ಆಗೋಣ. ഒരാളെ നമ്പി അല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ലെന്നുള്ള മനസ്സാണ് ആ കുഞ്ഞിന്റെ മേലെ എപ്പോഴും. ಒಬ್ಬರನ್ನು ನಂಬಿ ಅല്ലാದೆ ನಾನು ಮುಂದೆ ಹೋಗಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಎಂಬ ಇರುವ ಒಂದು ಮನಸ್ಸೇ ಆ ಮಗುವಿನಲ್ಲಿ ಇರುವುದು. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥ ಆಗ್ತಿದೆ? ആ കുഞ്ഞിന്റെ ധൈര്യം, ആ കുഞ്ഞ് ആരെയാണോ നമ്പുന്നത് ആ ധൈര്യമാണ്. ಆ ಮಗುವಿನ ಧೈರ್ಯ ಏನೆಂದರೆ ಆ ಮಗು ಯಾರ ಮೇಲೆ ನಂಬಿಕೆ ಇಡುತ್ತದೆ ಅವರ ಧೈರ್ಯವೇ ಆ ಮಗುವಿಗೆ ಇರುವ ಧೈರ್ಯ. ആ കുഞ്ഞിന്റെ മാതാപിതാക്കളാണ് ആ കുഞ്ഞിന്റെ ധൈര്യം. ಆ ಮಗುವಿನ ತಂದೆ ತಾಯಿಯೇ ಆ ಮಗುವಿನ ಧೈರ್ಯ. അല്ലാതെ ആ കുഞ്ഞിന് സ്വയം ഒരു ധൈര്യമില്ല. ಅಲ್ಲದೆ ಆ ಮಗುವಿಗೆ ಸ್ವಯಂ ಆಗಿ ಒಂದು ಧೈರ್ಯ ಇಲ್ಲ. നാം ശിശുവിനെ പോലെ ആകണം. ನಾವು ಆ ಮಗುವಿನಂತೆ ಆಗೋಣ. നമുക്ക് നമ്പാൻ ഒരു പിതാവുണ്ട്. ನಮಗೆ ನಂಬಲಿಕ್ಕೆ ಒಂದು ತಂದೆ ಇದ್ದಾನೆ. നമ്മുടെ ആശ്രയം നമ്മുടെ പിതാവാണ്. ನಮ್ಮ ಆಶ್ರಯವೂ ಆ ತಂದೆಯಾಗಿದ್ದಾರೆ. നമ്മുടെ ബലവും ജയവും ആ പിതാവാണ്. ನಮ್ಮ ಬಲವು ನಮ್ಮ ಜಯವೂ ಆ ದೇವರಾಗಿದ್ದಾರೆ. അവിടെ പരാജയമില്ല, ಅಲ್ಲಿ ಸೋಲಿಲ್ಲ, അവിടെ നഷ്ടങ്ങളില്ല, ಅಲ್ಲಿ ನಷ್ಟಗಳಿಲ್ಲ, അവിടെ ശത്രുവിന് ജയിക്കാൻ കഴിയില്ല, ಅಲ್ಲಿ ಶತ್ರುವಿಗೆ ಜಯಿಸಲು ಸಾಧ್ಯವಲ್ಲ, അവിടെ ശൂന്യതകളില്ല, ಅಲ್ಲಿ ಶೂನ್ಯತೆಗಳಿಲ್ಲ, അവിടെ വിഷമതകളില്ല, ಅಲ್ಲಿ ಸಂಕಟಗಳಿಲ್ಲ, അവിടെ ಅವ್ಯಕ್ತതകളില്ല, ಅಲ್ಲಿ ಅವ್ಯಕ್ತಗಳಿಲ್ಲ, അവിടെ ഉത്തരവാദിത്വം മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ಅಲ್ಲಿ ಪೂರ್ತಿಯಾಗಿರುವ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ದೇವರಿಗೆ ಇದೆ. എത്ര പേർക്ക് മനസ്സിലാവും? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥ ಆಗ್ತಿದೆ? ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നോക്കും, അത് കഴിയുമ്പോൾ രക്ഷയില്ലെങ്കിൽ നേരെ മുകളിലോട്ട് നോക്കും. ಆಮೇಲೆ ನಾವಾದರೆ ನಮ್ಮಲ್ಲಿ ಎಷ್ಟು ಆಗುತ್ತದೆ ಅಷ್ಟು ನಾವು ನಮ್ಮಲ್ಲಿ ಆಶ್ರಯಗೊಳ್ಳುತ್ತೇವೆ. ಏನು ಆಗಲಿಲ್ಲ ಅಂದ್ರೆ ಮಾತ್ರ ನಾವು ದೇವರಲ್ಲಿ ಆಶ್ರಯಗೊಳ್ಳುತ್ತೇವೆ. നോ നോ നോ, ഒരിക്കലും വരുത്, ಯಾವತ್ತು ನಾವು ಆ ರೀತಿಯಲ್ಲಿ ಮಾಡಬಾರದು, ഒരിക്കലും വരുത്. ಯಾವತ್ತು ಮಾಡಬಾರದು.
നമുക്ക് നല്ലൊരു പിതാവുണ്ട്. ನಮ್ಗೆ ಒಳ್ಳೆಯ ತಂದೆ ಇದ್ದಾನೆ. നമ്മളെ പൂർണ്ണമായും മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ കരുത്തുള്ള ഒരു അപ്പൻ നമുക്കുണ്ട്. ನಮ್ಮನ್ನು ಪೂರ್ತಿಯಾಗಿ ನಮ್ಮ ಎಲ್ಲ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿಯನ್ನು ಒತ್ತುಕೊಂಡು ನಮ್ಮನ್ನು ನಡೆಸಲಿಕ್ಕೆ ಇರುವ ಒಬ್ಬ ತಂದೆ ನಮಗೆ ಇದ್ದಾನೆ. നാം ആ ശിശുവിനെ പോലെ നമ്പി അങ്ങ് മുൻപോട്ട് പോയാൽ മതി. ನಾವು ಮಗುವಿನಂತೆಯೇ ನಮ್ಮ ತಂದೆಯನ್ನು ನಂಬಿ ಮುಂದೆ ಹೋದರೆ ಸಾಕು. സ്വന്തം അറിവിലും കഴിവിലും ഒന്നും ബലത്തിലും ഒന്നും ആശ്രയിക്കരുത്. ಸ್ವಬುದ್ಧಿಯನ್ನು ಸ್ವಂತ ವಿವೇಕವನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡು ನಾವು ನಡೆಯಬಾರದು. നിങ്ങൾ തിരിഞ്ഞ ശിശുവിനെ പോലെ ആകണം. ನೀವು ಮತ್ತೆ ತಿರುಗಿಯ ಮಗುವಿನಂತೆ ಆಗಬೇಕು. ഡിപെൻഡൻസിയിൽ വരണം. ನಮ್ಮ ತಂದೆಯ ಮೇಲೆ ನಾವು ಡಿಪೆಂಡೆಂಟ್ ಆಗಬೇಕು. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ಪೂರ್ಣ ಹೃದಯದಿಂದ ನಾವು ಯೆಹೋವನಲ್ಲಿ ಆಧಾರ ಮಾಡಿಕೊಳ್ಳಬೇಕು. യിരെമ്യാവ് 17:7 നാം വായിക്കുന്നത്, ಯೆರೆಮ್ಯ 17:7 ವಾಕ್ಯದಲ್ಲಿ ನಾವು ಈ ರೀತಿ യഹോവയിൽ ആശ്രയിക്കുകയും ಯೆಹೋವನಲ್ಲಿ ಆಶ್ರಯಿಸಿಕೊಳ್ಳುತ್ತೇವೆ. യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ಯೆಹೋವನೇ ನನಗೆ ಆಶ್ರಯವಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ. 17:7. ಯಾವನು ಯೆಹೋವನಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟಿದ್ದಾನೋ, ಯಾವನಿಗೆ ಯೆಹೋವನು ಪರವಶವಾಗಿದ್ದಾನೋ ಅವನೇ ಧನ್ಯನು. Praise the Lord. ಆಮೆನ್. കുറച്ച് യഹോവയിലും കുറച്ച് എന്നിലും അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ಅರ್ಧ ಯೆಹೋವನಲ್ಲಿಯೂ ಅರ್ಧ ನನ್ನಲ್ಲಿಯೂ ಎಂದು ಅಲ್ಲಿ ಬರೆದಿಲ್ಲ. കുറച്ച് ദൈവത്തിന്റെ ബലത്തിലും ബാക്കി എന്റെ ബലത്തിലും അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ಸ್ವಲ್ಪ ದೇವರ ಬಲದಲ್ಲಿಯೂ ಸ್ವಲ್ಪ ನನ್ನ ಬಲದಲ್ಲಿ ಎಂದು ಬರೆದಿಲ್ಲ. എന്നെ കൊണ്ട് ഒക്കുന്ന പോലെല്ലാം നോക്കുക, ഒക്കാതെ വരുമ്പോ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുക, അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ನನ್ನಿಂದ ಸಾಧ್ಯವಾಗುವಷ್ಟು ನಾನು ನಡೆಯುತ್ತೇನೆ, ನನ್ನಿಂದ ಆಗಿಲ್ಲ ಅಂದ್ರೆ ದೇವರಲ್ಲಿ ನಾನು ಭರವಸೆಗೊಳ್ಳುತ್ತೇನೆ ಎಂದು ಬರೆದಿಲ್ಲ. യഹോവയിൽ ആശ്രയിക്കുക, ಯೆಹೋವನಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟಿದ್ದೇನೆ, യഹോവ തന്നെ ആശ്രയമായിരിക്കുക. ಯೆಹೋವನೇ ಭರವಸನಾಗಿದ್ದೇನೆ, അവനാണ് ഭാഗ്യവാൻ, ಅವನೇ ಧನ್ಯನು. ഇന്ന് രാത്രി പൂർണ്ണമായി ദൈവത്തിന് പിടികൊടുക്കുക. ಇಂದು ರಾತ್ರಿ ಪೂರ್ಣವಾಗಿ ದೇವರಲ್ಲಿ ಸಮರ್ಪಿಸಿ. എസെക്കിയേൽ നാം വായിച്ചത് ഇങ്ങനെയാണ്. ಯೆಹೆಜ್ಕೇಲನಲ್ಲಿ ನಾವು ಈ ರೀತಿ ಓದಿದೆವು. സോർ പ്രഭുവിനോട് പറയുന്നു, നീ ദൈവഭാവം നടിച്ചു. ಸೊ ಪ್ರಭುವನಿಗೆ ಈ ತರ ಹೇಳುತ್ತಿದ್ದಾನೆ, ನೀನು ದೇವರ ಭಾವವನ್ನು ನೆನೆಸಿಕೊಂಡಿದ್ದೀಯ. നിനക്കുള്ള ജ്ഞാനവും വിവേകവും നീ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി വിനിയോഗിച്ചു. ನಿನಗೆ ಇರುವ ಜ್ಞಾನವು ವಿವೇಕವನ್ನು ನೀನು ಹಣ ಸಂಪಾದಿಸಲು ಉಪಯೋಗಿಸಿದೆ. നീ നിന്റെ ജ്ഞാനത്തെയും നിന്റെ വിവേകത്തെയും ഡിപ്പെൻഡ് ചെയ്തു. ನೀನು ನಿನ್ನ ಜ್ಞಾನದಲ್ಲಿಯೂ ನಿನ್ನ ವಿವೇಕದಲ್ಲಿಯೂ ಡಿಪೆಂಡ್ ಮಾಡಿದೆ. ദൈവം അവനോട് പറയുക, ದೇವರು ಅವನನ್ನು ಹೇಳುತ್ತಿದ್ದಾನೆ, ജാതികളിൽ നിന്ന് ഏറ്റവും മാരകമായ വീരന്മാരായ ശത്രുക്കളെ നിനക്ക് നേരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ಜಾತಿಗಳಲ್ಲಿರುವ ಬಹು ಬಲಶಾಲಿಗಳಾಗಿರುವ ಶತ್ರುಗಳನ್ನು ನಿನ್ನನ್ನು ವಿರೋಧವಾಗಿ ಕಳಿಸುತ್ತೇನೆ. അവർ നിനക്കെതിരാകും. ಅವರು ನಿನಗೆ ವಿರೋಧವಾಗಿ ನಿಂತುಕೊಳ್ಳುತ್ತಾರೆ. അവർ നിന്റെ ജ്ഞാനത്തോട് എതിർക്കും. ಅವರು ನಿನ್ನ ಜ್ಞಾನಕ್ಕೆ ವಿರೋಧವಾಗಿ ನಿಂತುಕೊಳ್ಳುತ್ತಾರೆ. നീ ആശ്രയിച്ച നിന്റെ ജ്ഞാനത്തോട് അവരെതിരിടും. ನೀನು ಆಶ್ರಯಿಸಿಕೊಂಡಿರುವ ನಿನ್ನ ಜ್ಞಾನದ ವಿರೋಧವಾಗಿ ಅವರು ಎದ್ದು ನಿಂತುಕೊಳ್ಳುತ್ತಾರೆ. നിനക്ക് നിഗളിക്കാൻ കാരണമായത് എന്തൊക്കെയുണ്ടോ അതിനോട് അവർ എതിർക്കും. ನೀನು ಒಗಲಿಕೆ ಪಡಲಿಕ್ಕೆ ಯಾವ ಯಾವ ವಿಷಯಗಳು ಕಾರಣವಾಯಿತು ಅದಕ್ಕೆ ವಿರೋಧವಾಗಿ ನಿನಗೆ ಶತ್ರುಗಳು ಎದ್ದು ನಿಂತುಕೊಂಡಿದ್ದಾರೆ. യഹെസ്കേൽ 28 നമ്മൾ അതാണ് വായിച്ചത്. ಯೆಹೆಜ್ಕೇಲ್ 28ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಈ ರೀತಿ ಓದಿದೆವು. ആ നിന്റെ ജ്ഞാനവും നിന്റെ വിവേകവുമാണ് നിന്നെ നിഗളിയാക്കിയത്. ನಿನ್ನ ಜ್ಞಾನವು ನಿನ್ನ ವಿವೇಕಿಯು ನಿನ್ನನ್ನು ಅಹಂಕಾರಿಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿದೆ. ഞാൻ അതിനോട് എതിർക്കാൻ ആളിനെ ഒരുക്കിയിട്ടുണ്ട്. ಅದನ್ನು ವಿರೋಧಿಸಲು ನಾನು ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಎಬ್ಬಿಸಿದ್ದೇನೆ. ജാതികളിൽ ശക്തന്മാരെ ഞാൻ നിനക്കെതിരാക്കി എഴുന്നേൽപ്പിക്കും. ಜಾತಿಗಳಲ್ಲಿ ಶಕ್ತಿ ಉಳ್ಳವರಾಗಿರುವವರನ್ನು ಅದಕ್ಕೆ ವಿರೋಧವಾಗಿ ಕಳಿಸುತ್ತೇನೆ. അവർ നിന്റെ ജ്ഞാനത്തെ വഷളാക്കും. ಅವರು ನಿನ್ನ ಜ್ಞಾನವನ್ನು ನಾಶ ಮಾಡುತ್ತಾರೆ. എന്നാൽ നിന്റെ ജ്ഞാനം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നുള്ള വിധത്തിലാക്കി മാറ്റുമെന്ന്. ಎಂದರೆ ಅರ್ಥ ಏನೆಂದರೆ ನಿನ್ನ ಜ್ಞಾನದಿಂದ ನಿನಗೆ ರಕ್ಷಣೆ ಉಂಟಾಗಲು ಸಾಧ್ಯವಿಲ್ಲ, ಆ ರೀತಿಯಲ್ಲಿ അവർ ಮಾರ್ಪಡಿಸುತ್ತೇನೆ. നിന്റെ നേരെ വാളെടുക്കും. ಅವರು ನಿನ್ನ ವಿರೋಧವಾಗಿ ತನ್ನ ಕತ್ತಿಗಳನ್ನು ಎತ್ತುತ್ತಾರೆ. എന്നിട്ട് ദൈവം കളിയാക്കി ചോദിക്കുക, ಆಮೇಲೆ ದೇವರು ಪರಿಹಾಸ್ಯದಿಂದ ಕೇಳುತ್ತಿದ್ದಾರೆ, അവർ നിനക്ക് നേരെ വാൾ ഉയർത്തുമ്പോൾ, ಅವರು ನಿನಗೆ ವಿರೋಧವಾಗಿ ತಮ್ಮ ಆಯುಧಗಳನ್ನು ಎತ್ತುವಾಗ, നിന്റെ പ്രാണനെ വെട്ടി നിന്നെ കൊന്നുകളയാൻ അവർ എഴുന്നേൽക്കുമ്പോ, ನಿನ್ನ ಪ್ರಾಣವನ್ನು ತೆಗೆದು ನಿನ್ನನ್ನು ಸಾಯಿಸಬೇಕೆಂದು ನೆನೆಸಿಕೊಂಡು ಅವರು ಎದ್ದೇಳುವಾಗ, നീ പണ്ട് പറഞ്ഞതുപോലെ ഞാൻ ദൈവമാണെന്ന് അവരോട് പറയുമോ? ನೀನು ಮೊದಲು ಹೇಳಿದ ಹಾಗೆ ನಾನೇ ದೇವರು ಎಂದು ನೀನು ಅವರಿಗೆ ಹೇಳುತ್ತೀಯಾ ಎಂಬುದಾಗಿ. നമ്മുടെ എല്ലാം ഗതി ഇത് തന്നെയാണ്. ನಮ್ಮ ಎಲ್ಲ ಗತಿ ಈ ರೀತಿಯೇ. ദൈവം ഇതേ ചോദ്യം നമ്മളോടും ചോദിക്കുന്നുണ്ട്. ದೇವರು ಇದೇ ಪ್ರಶ್ನೆ ನಮ್ಮನ್ನು ಕೂಡ ಕೇಳುತ್ತಿದ್ದಾನೆ. നമ്മൾക്ക് ദൈവം തന്ന പലതിലും അഹങ്കരിക്കുമ്പോൾ, നിഗളിക്കുമ്പോൾ ദൈവം ഇതേ ചോദ്യം നമ്മളോടും ചോദിക്കുന്നുണ്ട്. ನಾವು ನಮ್ಮಲ್ಲಿಯೂ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದ ಅನೇಕ ಕಾರ್ಯಗಳಲ್ಲಿಯೂ ಅಹಂಕಾರ ಪಡುವಾಗ ದೇವರು ಇದೇ ಪ್ರಶ್ನೆಯನ್ನು ಕೇಳುತ್ತಿದ್ದಾನೆ. ചില വിഷയങ്ങളിൽ നാം അങ്ങ് നിഗളികളായി മാറും. ಸ್ವಲ್ಪ ವಿಷಯಗಳಲ್ಲಿ ನಾವು ಬಹಳವಾಗಿ ಒಗಲಿಕೆಯನ್ನು ಪಡುತ್ತೇವೆ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ಏನ್ ಮಾಡ್ಬೇಕೆಂದು ನನಗೆ ಗೊತ್ತು. എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ಯಾವ ರೀತಿ ಅದನ್ನು ಎದುರಿಸಬೇಕೆಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತು. എന്നെ ആരും അതൊന്നും പഠിപ്പിക്കണ്ട. ಯಾರು ನನಗೆ ಇವೆಲ್ಲ ಹೇಳ್ಕೊಡೋದು ಬೇಡ. ഞാൻ അതിനെ എങ്ങനെ വേണേലും കൈകാര്യം ചെയ്യും. ನಾನು ಯಾವ ರೀತಿ ಬೇಕಾದ್ರೂ ಅದನ್ನು ಪರಿಹಾರ ಮಾಡುತ್ತೇನೆ. ഇന്നലെ വരെ കൈകാര്യം ചെയ്തതുപോലെ ഞാൻ ഇതും കൈകാര്യം ചെയ്യും. ನಿನ್ನೆವರೆಗೂ ನಾನು ಯಾವ ರೀತಿ ಇದನ್ನು ಎದುರಿಸಿದೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಎದುರಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿ സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു. ಆದ್ರೆ ಪರಲೋಕದ ತಂದೆ ಹೇಳುತ್ತಾರೆ, ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നിനക്കെതിരെ ഉയർത്തും. ಬಹಳ ದೊಡ್ಡವಾದ ಒಂದು ಪ್ರಶ್ನೆಯನ್ನು ನಿನಗೆ ಮುಂದೆ ನಾನು ಕೊಡುತ್ತೇನೆ. നീ എന്നിൽ ആശ്രയിക്കാതെ നിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും ആശ്രയിച്ചാൽ
ഏറ്റവും വലിയ ശത്രുവിനെ, പ്രശ്നത്തെ, പ്രതികൂലത്തെ ഞാൻ നിനക്ക് നേരെ വരുത്തും. ನೀನು ನನ್ನಲ್ಲಿ ಆಶ್ರಯಗೊಳ್ಳಾದೆ ನೀನು ನಿನ್ನ ಸ್ವಬುದ್ಧಿಯನ್ನು ಆಧಾರ ಮಾಡಿಕೊಂಡರೆ ನಿನಗೆ ಎದುರಿಸಲಿಕ್ಕೆ ಆಗದೆ ಇರುವ ಒಂದು ದೊಡ್ಡ ಮಹಾ ಕಷ್ಟವು ನಿನ್ನ ಮುಂದೆ ಬರುತ್ತದೆ. അപ്പോഴും നീ പറയണം ഞാൻ ദൈവമാണെന്ന്. ಆ ರೀತಿಯಲ್ಲಿ ಇರುವ ಎದುರಾಳಿಯು ನಿನ್ನ ಮುಂದೆ ನಿಂತುಕೊಳ್ಳುವಾಗಲೂ ನೀನು ಹೇಳಬೇಕು ನಾನೇ ದೇವರು ಎಂಬುದಾಗಿ. ഇതുവരെ ഞാൻ എങ്ങനെയാണോ പിടിച്ചെന്ന് അതുപോലെ പിടിച്ചു നിൽക്കുമെന്ന് അന്നേരവും നീ പറയണം. ಇಷ್ಟು ದಿವಸ ನನ್ನ ಸ್ವಬುದ್ಧಿಯನ್ನು ಯಾವ ರೀತಿಯಲ್ಲಿ ಆಧಾರ ಮಾಡಿಕೊಂಡೆ ಆಗಲೂ ನಾನು ಅದೇ ರೀತಿಯಲ್ಲಿ ಆಧಾರ ಮಾಡುತ್ತೇನೆ ಎಂದು ನೀನು ಹೇಳಬೇಕು ಎಂಬುದಾಗಿ. അപ്പോഴും നിന്റെ ഈ ദൈവഭാവം ഇങ്ങനെ മുഴച്ചു നിൽക്കണം. ನೀನೇ ದೇವರು ಎಂಬ ಒಂದು ಭಾವನೆ ನಿನ್ನಲ್ಲಿ ಆಗಲೂ ನಿಂತುಕೊಳ್ಳಬೇಕೆಂದು ದೇವರು ಪ್ರಶ್ನಿಸುತ್ತಾರೆ. ദൈവം പറഞ്ഞു നിന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല. ಆದ್ರೆ ದೇವರು ಹೇಳುತ್ತಿದ್ದಾರೆ ನಿನ್ನಿಂದ ಅದು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. നിനക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത പ്രതികൂലത്തെ ഞാൻ നിന്നെ നേരെ വരുത്തും. ನಿನಗೆ ಸೋಲಿಸಲಿಕ್ಕೆ ಆಗದೇ ಇರುವ ಒಂದು ದೊಡ್ಡ ಮಹಾ ಶತ್ರುಗಳು ನಿನ್ನ ಮುಂದೆ ಬರುತ್ತಾರೆ. ജാതികളിൽ നിന്ന് ഉഗ്രന്മാരെ ഞാൻ നിനക്ക് നേരെ എഴുന്നേൽപ്പിക്കും. ಜಾತಿಗಳಲ್ಲಿ ಮಹಾ ಬಲಶಾಲಿಗಳು ನಿನ್ನ ವಿರೋಧವಾಗಿ ಎದ್ದು ಬರುತ್ತಾರೆ. നമ്മളിൽ എത്രയോ പേര് ഇതുപോലെ പ്രതിസന്ധിയിൽ അകപ്പെടുന്നുണ്ട്. ನಮ್ಮಲ್ಲಿ ಎಷ್ಟೋ ಜನರು ಇದೇ ರೀತಿಯಲ್ಲಿ ಇರುವ ಒಂದು ಸಂಕಷ್ಟದಲ್ಲಿ ಬಿದ್ದು ಹೋಗುತ್ತಿದ್ದೇವೆ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ನಾವು ಅವಾಗವಾಗ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತೇವೆ, ദേശത്തെ നടുക്കിയ ചില വീരശൂര പരാക്രമികളൊക്കെ ഏതെങ്കിലും മാരക രോഗത്തിലൊക്കെ അകപ്പെട്ട് ആക്സിഡന്റിലൊക്കെ അകപ്പെട്ട് ഐസിയുവിൽ കിടക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് പറയും ഭയങ്കര ആളായിരുന്നു. ದೇಶದಲ್ಲಿರುವ ಮಹಾ ವ್ಯಕ್ತಿಶಾಲಿಗಳು, ಶಕ್ತಿಶಾಲಿಗಳು ಯಾವುದಾದ್ರೂ ಒಂದು ಕಷ್ಟದಲ್ಲಿ ಬಿದ್ದು, ಇಲ್ಲಾಂದ್ರೆ ರೋಗದಲ್ಲಿ ಬಿದ್ದು, ಇಲ್ಲಾಂದ್ರೆ ಒಂದು ಆಕ್ಸಿಡೆಂಟ್ ಅಲ್ಲಿ ಬಿದ್ದು ಐಸಿಯುಯಲ್ಲಿ ಇರುವಾಗ ನಾವು ಹೇಳ್ತೀವಿ ಅವನು ಎಂತವನಾಗಿದ್ದ ಗೊತ್ತಾ. അറ്റാക്കൊക്കെ വന്ന് കിഡ്നിയൊക്കെ അടിച്ചുപോയി ഐസിയുവിൽ ട്യൂബിട്ടൊക്കെ കിടക്കുമ്പോ ദൈവം ചോദിക്കുക നീ ദൈവമാണെന്ന് അന്നേരം ചിന്തിക്കുവോ. ಹಾರ್ಟ್ ಅಟ್ಯಾಕ್ ಬಂದು ಕಿಡ್ನಿ ಎಲ್ಲ ಫೇಲ್ ಆಗಿ ನಾವು ಐಸಿಯುಯಲ್ಲಿ ಇರುವಾಗ ದೇವರು ಹೇಳುತ್ತಾರೆ ನೀನು ಇಷ್ಟು ದಿವಸ ದೇವರೆಂದು ಅನ್ಕೊಂಡಿದ್ಯಲ್ಲ, ಈಗ ಎಲ್ಲೋಯ್ತು ಆ ದೇವರು ಎಂಬುದಾಗಿ. നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന പോലെ എന്നോട് കളിക്കരുത്, കളി ഞാൻ പഠിപ്പിക്കും. ನಾವು ಬೇರೆಯವ್ರಿಗೆ ಹೇಳ್ತೀವಿ ನನ್ನ ಹತ್ರ ಆಟ ಆಡಬೇಡ, ನೀನ್ ಆಟ ಆಡಕ್ ಬಂದ್ರೆ ಆಟ ಏನಂತ ನಾನು ನಿನಗೆ ಕಳಿಸ್ತೀನಿ ಅಂತ ಹೇಳ್ತೀವಿ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല, ನಾನು ಯಾರಂತ ನಿನಗೆ ಗೊತ್ತಿಲ್ಲ, എന്റെ തനി സ്വഭാവം നിനക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ, ನನ್ನ ನಿಜವಾದ ಸ್ವಭಾವ ನಿನಗೆ ಗೊತ್ತಿಲ್ಲ, വെറുതെ എന്നോട് ഉടക്കാൻ നിൽക്കരുത്, ಸುಮ್ನೆ ನನ್ನ ಹತ್ರ ಬಂದು ಜಗಳ ಮಾಡಬೇಡ. കിഡ്നിയൊക്കെ അടിച്ചുപോയി ഐസിയുവിൽ കിടക്കുമ്പോ ഇത് നീ പറയുമോ? ಕಿಡ್ನಿ ಎಲ್ಲ ಹೋಗಿ ನೀನು ಐಸಿಯುಲ್ಲಿ ಬಿದ್ದಿರುವಾಗಲೂ ಇದೇ ರೀತಿಯಲ್ಲಿ ನೀನು ಮಾತಾಡ್ತೀಯ. എന്നോട് കളിക്കരുതെന്ന് നീ പറയുമോ? ನೀನು ಆ ರೀತಿಯಲ್ಲಿ ಐಸಿಯುಲ್ಲಿ ಇರುವಾಗ ನನ್ನ ಹತ್ರ ಆಟ ಆಡಬೇಡ ಅಂತ ಹೇಳ್ತೀಯ. അപ്പോഴും ദൈവഭാവം നിന്റെ അകത്ത് വെളിപ്പെടുമോ എന്ന്? ಆಗ್ಲೂ ನಾನೇ ದೇವರು ಎಂಬ ಭಾವ ನಿನ್ನಲ್ಲಿ ಬರುತ್ತದಾ? ആ സമയത്ത് നിന്നിൽ എന്താ നിഗളം പൊങ്ങാത്തത്? ಯಾಕೆ ಆ ಸಮಯದಲ್ಲಿ ಅಹಂಕಾರ ನಿನ್ನಲ್ಲಿ ಬರೋದಿಲ್ಲ? ദൈവമക്കളിൽ പോലും ചിലരുടെ അകത്ത്, ದೇವ ಮಕ್ಕಳಲ್ಲಿ ಇರುವ ಕೆಲವರಲ್ಲಿ നിഗളം സ്ഥാനം പിടിച്ചിട്ടുള്ളവരിൽ, ಅಹಂಕಾರ ಅವರ ಒಳಗಡೆ ಇರುವರಲ್ಲಿ, ദൈവത്തിന് കീഴ്പ്പെടാത്തവരിൽ, ದೇವರಿಗೆ ಅಧೀನರಾಗದವರಿಗೆ ഇതുപോലെയുള്ള ചില പ്രതികൂലങ്ങൾ ദൈവം അനുവദിക്കാറുണ്ട്. ಈ ರೀತಿಯಲ್ಲಿ ಇರುವ ಕೆಲವು ಪ್ರತಿಕೂಲವನ್ನು ದೇವರು ಕೊಡುತ್ತಾರೆ. നമ്മൾ ഏതും ഇല്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സമയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. ನಾವು ಏನು ಇಲ್ಲ ಎಂಬುದಾಗಿ ಪಾಠ ಮಾಡುವ ಕೆಲ ಸನ್ನಿವೇಶಗಳಿಗೆ ಕರ್ತನು ಕರೆದುಕೊಂಡು ಹೋಗುತ್ತಾನೆ. അവിടെ കിടന്നുകൊണ്ട് നാം വിളിക്കൂ ആണ്ടവരേ കാപ്പാത്തുകോ. ನಾವು ಆ ರೀತಿಯಲ್ಲಿ ಆಕ್ಸಿಡೆಂಟ್ ಅಲ್ಲಿ ಇರುವಾಗ ನಾವು ಹೇಳ್ತೀವಿ ದೇವರೇ ನನ್ನನ್ನು ಕಾಪಾಡು ಎಂಬುದಾಗಿ. ദൈവമേ എന്നെ കൈവിടല്ലേ, ದೇವರೇ ನನ್ನನ್ನು ಕೈ ಬಿಡಬೇಡ. ഞാൻ ഇപ്പൊ തന്നെ ചത്തു പോകുവേ, ನಾನು ಈಗಲೇ ಸತ್ತೋಗ್ತೀನಪ್ಪ. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് ഇത് കേൾക്കത്തില്ല. ಆದ್ರೆ ಆರೋಗ್ಯ ಇರುವಾಗ ನಾವು ಇದನ್ನು ಕೇಳೋದಿಲ್ಲ. അല്പ അറിവ് വിവേകമൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ വിളി വിളിക്കത്തില്ല. ಸ್ವಲ್ಪ ವಿವೇಕವು ಜ್ಞಾನವು ಸ್ವಂತವಾಗಿರುವಾಗ ನಾವು ಈ ತರ ಕೂಗನ್ನು ಕೂಗುವುದಿಲ್ಲ. അപ്പൊ ആ വിളിക്ക് വലിയ ആത്മാർത്ഥതയോ സൗണ്ട് ഹൈ പിച്ചിലൊന്നും വരില്ല. ಆದ್ದರಿಂದ ಬುದ್ಧಿಯು ವಿವೇಕದಲ್ಲಿ ನಾವು ಆಶ್ರಯ ಪಡುವಾಗ ನಮ್ಮ ಕೂಗಿಗೆ ಪ್ರಾಮಾಣಿಕತೆ ಇರುವುದಿಲ್ಲ. പിതാവിനോട് ചോദിക്കും സ്വർഗത്തിൽ നിനക്ക് സുഖമല്ലേ? ನಾವು ಕರ್ತನಿಗೆ ಕೇಳ್ತೀವಿ ಅಪ್ಪ ಸ್ವರ್ಗದಲ್ಲಿ ನಿನಗೆ ಸುಖವಾಗಿದೆಯಲ್ಲ? ഏത് പ്രശ്നങ്ങളെ നേരിടാൻ എനിക്ക് കരുത്ത് തന്ന അങ്ങേക്ക് ഹായ് ബൈ താങ്ക് യു ലോർഡ്. ಎಲ್ಲ ಶಕ್ತಿಗಳನ್ನು ಎದುರಿಸಲು ಕೊಟ್ಟಿರುವ ಶಕ್ತಿಗಳಿಗೆ ಸ್ತೋತ್ರ, ನಿನಗೆ ಹಾಯ್ ಬಾಯ್ ಸ್ತೋತ್ರ ಅಂತ ಹೇಳ್ತೀವಿ. ഞാൻ എന്റെ ജ്ഞാനവും വിവേകം കൊണ്ട് മുമ്പോട്ട് പോകുക. ನಾನು ನನ್ನ ಜ್ಞಾನವು ವಿವೇಕದಿಂದ ಮುಂದೆ ಹೋಗುತ್ತಿದ್ದೇನೆ. എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ ഞാൻ അവിടെ നിന്ന് ഒരു വിളി വിളിക്കും. ಯಾವುದಾದ್ರೂ ಸಂಕಷ್ಟದಲ್ಲಿ ನಾನು ಒಳಗಾದ್ರೆ ನಾನು ಅಲ್ಲಿ ನಿಂತ್ಕೊಂಡು ನಾನು ಕೂಗ್ತೀನಿ. ആ വിളി കേട്ടില്ലെങ്കിൽ 3 ദിവസം ഞാൻ ഫാസ്റ്റിംഗ്. ಆ ಕೂಗು ನೀನು ಕೇಳಿಲ್ಲ ಅಂದ್ರೆ ನಾನು 3 ದಿನ ಫಾಸ್ಟಿಂಗ್ ಇರ್ತೀನಿ. ആ 3ലും വിളി കേട്ടില്ലെങ്കിൽ 7 ദിവസം ഫാസ്റ്റിംഗ്. ಆ 3 ದಿವಸ ಫಾಸ್ಟಿಂಗ್ ಮಾಡು. ನೀನು ಕೂಗು ಕೇಳಿಲ್ಲ ಅಂದ್ರೆ ಇನ್ನೊಂದು 7 ದಿನ ನಾನು ಉಪವಾಸ ಮಾಡ್ತೀನಿ. അപ്പോൾ എനിക്ക് നിന്നെ വേണം. ಆಗ ನನಗೆ ನೀನು ಬೇಕು. അതുവരെ എനിക്ക് എന്റെ ജ്ഞാനവും വിവേകവും മതി. ಅದುವರೆಗೂ ನನಗೆ ನನ್ನ ಜ್ಞಾನವು ವಿವೇಕವು ಸಾಕು.
തമ്പുരാൻ പറഞ്ഞു നിന്റെ കാര്യം പോക്ക, ಆದ್ರೆ ರಾಜನು ಹೇಳುತ್ತಾನೆ ನಿನ್ನ ಈ ಕೆಲಸ നീ ശിശുവിനെ പോലെയാകണം. ನೀನು ಈ ಮಗುವಿನಂತಾಗಬೇಕು. നിന്നെ ഞാൻ വളർത്താം, ನಿನ್ನನ್ನು ನಾನ್ ಬೆಳೆಸಬೇಕು, നിന്നെ ഞാൻ നടത്താം, ನಿನ್ನನ್ನು ನಾನ್ ನಡೆಸಬೇಕು, നിന്നെ ഞാൻ പരിപാലിക്കാം, ನಿನ್ನನ್ನು ನಾನು ಪರಿಪಾಲನೆ നിന്റെ ಮಾಡಬೇಕು, മുഴുവൻ ആവശ്യങ്ങളും ഞാൻ നടത്തി തരാം. ನಿನ್ನ ಎಲ್ಲ ಅವಶ್ಯಕತೆಗಳನ್ನು ನಾನ್ ನೆರವೇರಿಸುತ್ತೇನೆ. നീ എന്നിൽ നിന്ന് മാറാതെ നെഞ്ചോട് ചേർന്നിരിക്കുക, ನೀನ್ ನನ್ನನ್ನು ಬಿಡಾದೆ ನನ್ನ ಹೃದಯಕ್ಕೆ ಸಮೀಪವಾಗಿರು, എന്നെ അള്ളി പിടിച്ചിരിക്കുക, ನನ್ನನ್ನು ಹಿಡಿದುಕೊಂಡಿರು, എന്റെ മാർവിന്റെ ചൂട് അറിഞ്ഞുകൊണ്ടിരിക്കുക, ನನ್ನ ಎದೆಯ ಬಿಸಿಯನ್ನು ತಿಳಿದುಕೊಂಡಿರು, എന്നെ പിരിയരുത്, ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಬೇಡ, കൈ വിടരുത്, ನನ್ನ ಕೈ ಬಿಡಬೇಡ, എന്നിൽ നിന്ന് അകന്നു മാറരുത്. ನನ್ನಿಂದ ದೂರವಾಗಬೇಡ. നിനക്ക് നിന്നെ നടത്താൻ കഴിയില്ല, ನಿನಗೆ ನಿನ್ನನ್ನು ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. എന്നെ നമ്പി നിന്നല്ലാതെ നിനക്കൊരു ചുവട് പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. ನನ್ನನ್ನು ನಂಬಾದೆ ನಿನಗೆ ಒಂದು ಹೆಜ್ಜೆ ಇಡಲು ಸಾಧ್ಯವಿಲ್ಲ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. ನೀನು ಮತ್ತೆ ಮಗುವಿನಂತೆ ಮಾರ್ಪಡಬೇಕು. ഞാൻ ശിശുക്കൾക്കാണ് എന്റെ വലിയ കാര്യങ്ങളെ വെളിപ്പെടുത്തുക. ನಾನು ನನ್ನ ಮಕ್ಕಳ ಮೇಲೆ ನನ್ನ ಮಹತ್ ಕಾರ್ಯಗಳನ್ನು ಪ್ರಕಟಿಸುತ್ತೇನೆ. രാത്രി എത്ര പേർ ദൈവത്തിന് പിടിക്കും? ಇಂದು ರಾತ್ರಿ ಎಷ್ಟು ಜನರು ದೇವರನ್ನು ನಂಬುತ್ತೀರಾ? പിതാവേ, അങ്ങനെ ഒരു ജീവിതം മതി എനിക്കെന്ന് പറയാൻ എത്ര പേർ തയ്യാറാണ്? ಎಷ್ಟು ಜನರಿಗೆ ಸಾಧ್ಯ ದೇವರೇ ನನಗೆ ಆ ರೀತಿಯಲ್ಲಿ ಇರುವ ಜೀವನ ಸಾಕು ಎಂಬುದಾಗಿ? യേശു പറഞ്ഞു, ഞാൻ സ്വയമായിട്ടൊന്നും പ്രസ്താവിക്കത്തില്ല. ಯೇಸು ಸ್ವಾಮಿ ಹೇಳುತ್ತಾರೆ, ನಾನು ಸ್ವಯಮಾಗಿ ಏನು ಪ್ರಚಾರ ಮಾಡುವುದಿಲ್ಲ. പിതാവ് എന്താണോ എന്നോട് ചെയ്യാൻ പറയുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യൂ. ತಂದೆಯು ಏನನ್ನು ಮಾಡಲಿಕ್ಕೆ ಹೇಳುತ್ತಾನೋ ಅದನ್ನು ಮಾತ್ರ ನಾನು ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. സകലത്തിന് മേലും എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ಸಕಲರ ಮೇಲೂ ನನಗೆ ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. സകലത്തെ എന്റെ കാൽ കീഴാക്കി തന്നിട്ടുണ്ട് പിതാവ്. ಸಕಲ ಕಾರ್ಯಗಳನ್ನು ನನ್ನ ಕಾಲಿಗೆ ಅಧೀನವಾಗಿ ಕೊಟ್ಟಿದ್ದಾನೆ. ഒന്നും എനിക്ക് അസാധ്യമല്ല. ಒಂದು ನನ್ನಿಗೆ ಅಸಾಧ್ಯವಲ್ಲ. പക്ഷെ പിതാവ് പറയുന്നത് പോലെ ഞാൻ ചെയ്യൂ. ಆದರೆ ತಂದೆ ಹೇಳುವ ಹಾಗೆ ಮಾತ್ರ ನಾನು ಮಾಡುತ್ತೇನೆ. എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ എന്റെ അധികാരത്തിൽ ജീവിക്കത്തില്ല. ನನಗೆ ಅಧಿಕಾರ ಸಿಕ್ಕಿದ್ದರಿಂದ ನಾನು ಆ ಅಧಿಕಾರದಲ್ಲಿ ಜೀವಿಸುವುದಿಲ್ಲ. എന്റെ സ്വന്തം വിവേകത്തിൽ ജീവിക്കില്ല. ನನ್ನ ಸ್ವಂತ ವಿವೇಕದಲ್ಲಿ ನಾನು ಜೀವಿಸುವುದಿಲ್ಲ. കഴിവിലും ജ്ഞാനത്തിലും ജീവിക്കത്തില്ല. ನನ್ನ ಸ್ವಂತ ಕೌಶಲ್ಯಗಳ ಮೇಲೆ ಭರವಸೆ ಇಟ್ಟು ನಾನು ಜೀವಿಸುವುದಿಲ್ಲ. ഞാൻ എപ്പോഴും എന്റെ പിതാവിനെ നമ്പിയേ നിൽക്കൂ. ನಾನು ಯಾವಾಗಲೂ ನನ್ನ ಕರ್ತನನ್ನು ನಂಬಿಯೇ ಜೀವಿಸುತ್ತೇನೆ. ഓരോ സെക്കൻഡിൽ ഞാൻ എന്റെ പിതാവിനെ അനുസരിച്ചേ നിൽക്കൂ. ಒಂದೊಂದು ನಿಮಿಷವೂ ನಾನು ಕರ್ತನನ್ನು ಆಶ್ರಯಿಸಿಕೊಂಡೇ ಜೀವಿಸುತ್ತೇನೆ. ഞാൻ ഈ ശിശുവിനെ പോലെയാ. ನಾನು ಈ ಶಿಶುವಿನಂತೆ ಆಗುತ್ತೇನೆ. ആ ശിശുവിനെ പോലെയാണ് ഞാനും. ನಾನು ಈ ಮಗುವಿನಂತೆ. ഞാൻ പിതാവിന്റെ മകനാണ്. ನಾನು ತಂದೆಯ ಮಗನೇ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ನನಗೆ ಅರ್ಥ ಆಗ್ತಿದೆ. അങ്ങനെയുള്ളവർ പരാജയപ്പെടത്തില്ല. ಆ ರೀತಿಯಲ್ಲಿ ಇರುವವರು ಸೋಲನ್ನು ಅನುಭವಿಸುವುದಿಲ್ಲ. അങ്ങനെയുള്ളവരെ ഒരു സാത്താനും തോൽപ്പിക്കാൻ കഴിയില്ല. ಆ ರೀತಿಯಲ್ಲಿ ಇರುವವರನ್ನು ಸೈತಾನನಿಗೆ ಸೋಲಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അങ്ങനെയുള്ളവരെ ഒരു പ്രശ്നത്തിനും ഒരു സാഹചര്യത്തിനും മുട്ടുകുത്തിക്കാൻ കഴിയില്ല. ಆ ರೀತಿಯಲ್ಲಿ ಇರುವವರಿಗೆ ಯಾವ ಸಮಸ್ಯೆಯೂ ಯಾವ ಸಂಕಷ್ಟವೂ ಅವರನ್ನು ಬಿದ್ದು ಬೀಳಿಸುವುದಿಲ್ಲ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. ನಮ್ಗೆ ಆದಿಕಾಂಡಕ್ಕೆ ಬರೋಣ. 41 അധ്യായത്തിലേക്ക് വരാം. 41ನೇ ಅಧ್ಯಾಯಕ್ಕೆ ನಾವು ಬರೋಣ. ഫറവോൻ 2 സ്വപ്നം കണ്ടു. ಫಾರೋನನು 2 ಕನಸನ್ನು ಕಾಣುತ್ತಾನೆ. ഒരേ അർത്ഥം വരുന്ന 2 സ്വപ്നങ്ങൾ. ಒಂದೇ ಅರ್ಥವಿರುವ 2 ಕನಸುಗಳು. അവന് അതിന്റെ അർത്ഥം അറിയണം. ಅವನಿಗೆ ಆ ಅರ್ಥವು ಗೊತ್ತಾಗಬೇಕು. അവൻ സ്വപ്നം കണ്ടെങ്കിലും അതിന്റെ അർത്ഥം അറിയില്ല. ಅವನು ಕನಸು ಕಂಡನು, ಆದ್ರೆ ಅದರ ಅರ್ಥ ಅವನಿಗೆ ಗೊತ್ತಿಲ್ಲ. അവൻ അവന്റെ രാജ്യത്തിലെ മന്ത്രവാദികളുടെയും ജ്ഞാനികളുടെയും അരികിൽ ആളയച്ചു വരുത്തി. ಅವನ ರಾಜ್ಯದಲ್ಲಿರುವ ಎಲ್ಲ ಮಂತ್ರವಾದಿಗಳನ್ನು ಜ್ಞಾನವಂತರನ್ನು ಆತನು ಕರೆಯುತ್ತಾನೆ. 41 അധ്യായം 41ನೇ ಅಧ್ಯಾಯ അതിന്റെ ಅದರ 24ാമത്തെ വാക്യം 24ನೇ ವಾಕ್ಯ. ಬತ್ತಿ ಹೋಗಿದ್ದ ದನೆಗಳು ಆ 7 ಒಳ್ಳೆ ದನೆಗಳನ್ನು ನುಂಗಿಬಿಟ್ಟವು. ಈ ಕನಸುಗಳನ್ನು ಜೋಯಿಸರಿಗೆ ತಿಳಿಸಿದೆನು, ಆದರೆ ಅವುಗಳ ಅರ್ಥವನ್ನು ಬಿಚ್ಚಿ ಹೇಳುವುದಕ್ಕೆ ಅವರಲ್ಲಿ ಯಾರಿಂದಲೂ ಆಗಲಿಲ್ಲ. 8ാം വാക്യം 8ನೇ ವಾಕ್ಯ. ಬೆಳಗ್ಗೆ ಅವನು ಮನದಲ್ಲಿ ಕಳವಳಕೊಂಡು ಅಯೋಧ್ಯ ದೇಶದಲ್ಲಿದ್ದ ಎಲ್ಲಾ ಜೋಸಿಯರನ್ನು ವಿದ್ಯಾರ್ಥಿಯರನ್ನು ಕರೆಸಿ ಅವರಿಗೆ ತನ್ನ ಕನಸನ್ನು ತಿಳಿಸಲಾಗಿ ಅದರ ಅರ್ಥವನ್ನು ಅವನಿಗೆ ಹೇಳಬಲ್ಲವರು ಅವರಲ್ಲಿ ಒಬ್ಬರು ಸಿಕ್ಕಲಿಲ್ಲ. ಹೀಗಿರುವಾಗ ಪಾನದಾಯ 15ാം വാക്യം ಆಗ ಫರೋಹನು ಯೋಸೇಫನಿಗೆ, ನಾನು ಒಂದು ಕನಸು ಕಂಡಿದ್ದೇನೆ, ಅದರ ಅರ್ಥವನ್ನು ಹೇಳಬಲ್ಲವರು ಯಾರೂ ಇಲ್ಲ. ശ്രദ്ധിക്കുക, മന്ത്രവാദികളോട് പറഞ്ഞു, ജ്ഞാനികളോട് പറഞ്ഞു, അവൻ ഫറവൻ തീർത്തു പറയാ, എന്റെ രാജ്യത്ത് ഇതിന്റെ അർത്ഥം പറയാൻ കഴിവുള്ള ആരും തന്നെ ഇല്ലെന്ന്. ಇಲ್ಲಿ ಗಮನಿಸಿ, ಆತನು ಮಂತ್ರವಾದಿಗಳಿಗೂ ವಿದ್ವಾಂಸರಿಗೂ ಹೇಳುತ್ತಾನೆ, ನಾನು ಈ ರೀತಿಯಲ್ಲಿ ಕನಸು ಕಂಡೆನು, ಇದರ ಅರ್ಥ ಹೇಳಲಿ ನಿನಗೆ ಸಾಧ್ಯವೋ ಎಂದು ಕೇಳುತ್ತಾನೆ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച സകല ദൈവമക്കളെ ഇന്ന് രാത്രി ഒരു സത്യം അറിയണം. ಯೇಸು ಸ್ವಾಮಿಯನ್ನು ರಕ್ಷಕನಾಗಿಯೂ ಕರ್ತನಾಗಿಯೂ ಸ್ವೀಕರಿಸಿದ ಎಲ್ಲ ದೇವ ಮಕ್ಕಳು ಇಂದು ರಾತ್ರಿ ಒಂದು ಸತ್ಯವನ್ನು ತಿಳಿದುಕೊಳ್ಳಬೇಕು. സാത്താന് പരിമിതിയുണ്ട്. ಸೈತಾನನಿಗೆ ಲಿಮಿಟೇಷನ್ಸ್ ಗಳಿದೆ. മന്ത്രവാദികൾക്കും പരിമിതികളുണ്ട്. ಮಂತ್ರವಾದಿಗಳಿಗೂ ಲಿಮಿಟೇಷನ್ಸ್ ಇದೆ. പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ടും ചിലർക്ക് മന്ത്രവാദികളെ പേടിയാ. ಯೇಸುವನ್ನು ತಿಳಿದ ನಂತರವೂ ಕೆಲವರಿಗೆ ಮಂತ್ರವಾದಿಗಳಂದ್ರೆ ಭಯ. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ലേ? ನಮ್ಮ ದೇವರಿಗೆ ಏನು ಅಸಾಧ್ಯವಾಗಿಲ್ಲ. സകലതും അവനാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്. ಸಕಲವು ಆತನೇ ನಡೆಸುತ್ತಿರುವುದು.
നമ്മുടെ ശത്രുവായ പിശാചിനെ കുറിച്ച് നാം ഒരു സത്യം അറിയണം. ನಮ್ಮ ಶತ್ರುವಾದ ಸೈತಾನನ ಕುರಿತಾಗಿ ಒಂದು ಸತ್ಯವನ್ನು ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು. അവൻ ദൈവത്തിന്റെ ഒരു കെരൂബായിരുന്നു പണ്ട്. ಅವನು ದೇವರ ಒಂದು ಕೆರೂಬನಾಗಿದ್ದನು ಮೊದಲು. മിഖായേലിന് യുദ്ധം ചെയ്യാനുള്ള അവസരം കൊടുത്തു. ಮಿಕಾಯೇಲನಿಗೆ ಯುದ್ಧ ಮಾಡಕ್ಕೆ ಇರುವ ಒಂದು ಅವಕಾಶವನ್ನು ಕೊಟ್ಟನು. ಗಬ್ರಿಯೇಲಿನ ದೂತಗಳು ಬಂದು നമ്മളോട് പറയാനുള്ള അനുവാദം കൊടുത്തു. ಗಬ್ರಿಯನಿಗೆ ದೂತಗಳನ್ನು ಬಂದು ನಮಗೆ ಹೇಳೋದಕ್ಕೆ ಇರುವ ಅನುಮತಿಯನ್ನು ಕೊಟ್ಟನು. ഈ ലൂസിഫർ എന്ന് പറയുന്ന ആ കെരൂബിന് പാട്ട് പാടാനുള്ള അവസരമാണ് ദൈവം കൊടുത്തത്. ಈ ಲೂಸಿಫರ್ ಎಂಬ ಕೆರೂಬನಿಗೆ ಹಾಡಾಡಲಿಕ್ಕೆ ಇರುವ ಒಂದು ಅನುಮತಿ ಕೊಟ್ಟದ್ದು. പാട്ടുകാരുടെ ഒരു ലീഡർ ആയിരുന്നു ഈ വ്യക്തി. ಹಾಡುಗಾರರ ಒಂದು ಲೀಡರ್ ಆಗಿದ್ದನು ಈ ಲೂಸಿಫರ್ ಅನ್ನು. അവൻ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് നിഗളിച്ചത്. ಅವನು ಆ ಸ್ಥಾನದಲ್ಲಿ ಇದ್ದುಕೊಂಡು ಈ ಕೆಲಸಗಳೆಲ್ಲ ആ ಮಾಡಿದ್ದು. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിഗളിച്ചത്. ಅವನು ಈ ಕೆಲಸಗಳು ಮಾಡುವಾಗಲೇ ಅವನಿಗೆ ಅಹಂಕಾರ ಬಂದದ್ದು. ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. ದೇವರು ಅವನನ್ನು ತೆಗೆದುಹಾಕಿದ. ഇപ്പൊ പെന്തിക്കോസ്തുകാർക്കെല്ലാം ഒരു പാട്ടുകാരനെ വേടി. ಈಗ ಬೆಂತೆಕೋಸ್ತರವರಿಗೆಲ್ಲ ಈ ಹಾಡುಗಾರನೇ ಭಯ. ഡ്യൂട്ടിയിൽ നിന്ന് പോയ ഒരു പാട്ടുകാരനെയാണ് പെന്തിക്കോസ്തുകാർക്ക് പേടി. ಡ್ಯೂಟಿಯಿಂದ ತೆಗೆದಾಕಿರುವ ಈ ಹಾಡುಗಾರನನ್ನು ಎದುರುಕೊಳ್ತೀರಾ? അവൻ ഏതുമില്ല. ಅವನೇನು ಅಲ್ಲ. അതുകൊണ്ട് തന്നെയാണ് അവനെ നമ്പുന്ന ദുർമന്ത്രവാദികൾക്കും പരിമിതികൾ വന്നത്. ಆದ್ದರಿಂದಲೇ ಅವನನ್ನು ನಂಬುವ ದುರ್ಮಂತ್ರವಾದಿಗಳಿಗೂ ಲಿಮಿಟೇಷನ್ಸ್ ಗಳಿರೋದು. എല്ലാം ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല. ಎಲ್ಲವನ್ನು ಮಾಡಲಿಕ್ಕೆ ಅವ್ರಿಗೆ ಆಗೋದಿಲ್ಲ. എല്ലാം ഒന്നും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ಎಲ್ಲವನ್ನು ಅವರಿಗೆ ಪರಿಹಾರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. കേരളത്തിൽ നിന്ന് ഈ ബ്രാഹ്മണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ദൈവദാസൻ ബാംഗ്ലൂർ ശുശ്രൂഷിക്കുന്നുണ്ട്. ಕೇರಳದಿಂದ ಬ್ರಾಹ್ಮಣ ಕುಟುಂಬದಿಂದ ನಂಬಿಕೆಗೆ ಬಂದ ಒಬ್ಬ ದೇವದಾಸರು ಬೆಂಗಳೂರಿನಲ್ಲಿ ಸೇವೆ ಮಾಡುತ್ತಾರೆ. ഇതിനേക്കാൾ വലിയൊരു ചർച്ചാണത്. ಇದಕ್ಕಿಂತಲೂ ಸ್ವಲ್ಪ ದೊಡ್ಡದಾಗಿರುವ ಒಂದು ಸಭೆ. ഒരു സൺഡേയിൽ എന്നെ അവിടെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചിരുന്നു. ಒಂದು ಭಾನುವಾರ ಅಲ್ಲಿ ನನಗೆ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಕರೆದಿದ್ದರು. പകലത്തെ സെക്ഷൻ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ಬೆಳಗಿನ ಸೆಕ್ಷನ್ ಮುಗಿಸಿ ನಾನು ಆಹಾರ ಸೇವಿಸಲು ಕೂತ್ಕೊಂಡಾಗ അദ്ദേഹം ഒരു ചെറിയ പേപ്പർ കൊണ്ടുവന്നു. ಆತನು ಒಂದು ಚಿಕ್ಕ ಪೇಪರ್ ಅನ್ನು ತೆಗೆದುಕೊಂಡು ನನ್ನ ಮುಂದೆ ಬಂದ. എന്നോട് പറഞ്ഞു, ഇത് തറവാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് അയച്ചു തന്നതാണ്. ಇದು ನನ್ನ ಮನೆಯಿಂದ ಕೇರಳದಿಂದ ಕಳಿಸಿದರು ಎಂದು ಹೇಳಿದ. ഇദ്ദേഹം മാത്രമേ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ. ಈತ ಒಬ್ಬ ಮಾತ್ರವೇ ನಂಬಿಕೆಯ ದಾರಿಯಲ್ಲಿ ಬಂದದ್ದು. വീട്ടിൽ ചില പ്രശ്നങ്ങൾ, ಮನೆಯಲ್ಲಿ ಕೆಲವು ಸಮಸ್ಯೆಗಳು. ആ പ്രശ്നം 3 മന്ത്രവാദികൾ പൂജാരികളാണ് ആ പ്രശ്നമെല്ലാം വെച്ച് നോക്കിയത്. ಈ ಸಮಸ್ಯೆಗಳು ಪರಿಹಾರಕ್ಕಾಗಿ 3 ಮಂತ್ರವಾದಿಗಳು ಇದಕ್ಕೆ ಪರಿಹಾರ ನೋಡುತ್ತಾರೆ. അവർ പറഞ്ഞു, ഇത്ര വർഷം മുമ്പ് ഇന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ಅವರು ಹೇಳುತ್ತಾರೆ, ಇಷ್ಟು ವರ್ಷಗಳ ಹಿಂದೆ ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಈ ತರ ಎಲ್ಲ ಸಂಭವಿಸಿದೆ. ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി ഇറങ്ങിപ്പോയ കാര്യം വരെ, മാനസിക രോഗിയായി നാട് വിട്ടു പോയ കാര്യം വരെ അവർ പറഞ്ഞു. ಒಂದು ಬಹಳ ಹೆಚ್ಚಾಗಿ ವಯಸ್ಸಾಗಿರುವ ಒಂದು ಅಜ್ಜಿ ಮನೆಯನ್ನು ಬಿಟ್ಟು ಮಾನಸಿಕ ರೋಗದಿಂದ ಆಚೆ ಹೋಗಿದ ವಿಷಯಗಳು ಕೂಡ ಅವರು ತಿಳಿಸಿಕೊಟ್ಟರು. ഇനിയും കുടുംബത്തിൽ ചില ವಿಷಯങ്ങളുണ്ട്. ಇನ್ನು ಈ ಕುಟುಂಬದಲ್ಲಿ ಅನೇಕ ವಿಷಯ പരിഹാര ക്രിയകളൊക്കെ നടത്തണം. ಪರಿಹಾರ ಕ್ರಿಯೆ ಮಾಡಬೇಕು. അങ്ങനെ 3.5 ലക്ഷം രൂപയ്ക്ക് ಅದಕ್ಕೆ ಪರಿಹಾರ ಮಾಡಲು 3.5 ಲಕ್ಷ ರೂಪಾಯಿ അവിടുത്തെ 6 ക്ഷേത്രങ്ങളെ കണക്ട് ചെയ്ത് ಅಲ್ಲಿರುವ 6 ದೇವಸ್ಥಾನಗಳನ್ನು ಕನೆಕ್ಟ್ ಮಾಡಿ 3 മന്ത്രവാദികളുടെ പൂജയോടുകൂടെ 3 ಮಂತ್ರವಾದಿಗಳು ಸೇರಿ ಇದನ್ನು ಪೂಜೆ ಮಾಡಿ പ്രശ്ന പരിഹാരത്തിന്റെ പൂജ ഡേറ്റ് തീരുമാനിച്ചു. ಇದಕ್ಕೆ ಪರಿಹಾರ ಮಾಡಕ್ಕೆ ಇರುವ ಪೂಜೆ ಮಾಡಲಿಕ್ಕಿರುವ ಒಂದು ದಿನಾಂಕವನ್ನು ಅವರು ನಿಶ್ಚಯಿಸಿಕೊಂಡರು. ആ അമ്മയുടെ അപ്പന്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആ ഡേറ്റിൽ അവിടെ എത്തണമെന്നുള്ളത് ആ ചാർട്ടിൽ എഴുതിയിട്ടുണ്ട്. ಆ ತಂದೆ ತಾಯಿಗೆ ಸಂಬಂಧಿಸಿದ ಎಲ್ಲಾ ಬಂಧು ಮಿತ್ರರು ಆ ದಿನದಲ್ಲಿ ಆ ಮನೆಗೆ ಬರಬೇಕೆಂಬುದಾಗಿ ಆ ಚಾರ್ಟ್ ಅಲ್ಲಿ ಬರೆದಿದೆ. അവരെഴുതിയ ചാർട്ട് ഈ പാസ്റ്ററും മോനും അയച്ചു കൊടുത്തു. ಅವರು ಬರೆದ ಈ ಚಾರ್ಟ್ ಅನ್ನು ಈ ಮಗನಿಗೆ ಕೂಡ ಕಳುಹಿಸಿದರು. അപ്പൊ ആ ചാർട്ട് ഞാൻ വായിക്കുമ്പോൾ ಆ ಚಾರ್ಟ್ ಅನ್ನು ನಾನು ಓದುವಾಗ അതിന്റെ ഒടുവിൽ എഴുതിയിട്ടുണ്ട്, ಅದರ ಕೊನೆಯಲ್ಲಿ ಈ ರೀತಿಯಲ್ಲಿ ಬರೆದಿದೆ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന 3.5 ലക്ഷം രൂപയുടെ ഈ പൂജ ചെയ്താലും 3 ದಿವಸ ನೆಲೆಗೊಳ್ಳುವ 3.5 ಲಕ್ಷ ರೂಪಾಯಿ ಹಣ ಖರ್ಚು ಮಾಡಿಕೊಂಡು ಈ ಪೂಜೆ ಮಾಡಿದರು രാശിചക്രം അതിന്റെ കറക്റ്റ് വന്നെങ്കിൽ മാത്രമേ ഈ പൂജ ഫലിക്കുകയുള്ളൂ. ರಾಶಿ ಚಕ್ರಗಳು ಕರೆಕ್ಟ್ ಆಗಿ ಅದೊಂದು ಲೈನ್ ಅಲ್ಲಿ ಬಂದರೆ ಮಾತ್ರವೇ ಈ ಪೂಜೆ ಫಲಿಸುವುದು ಎಂದು ಬರೆದಿದೆ. 35 ലക്ഷം മുടക്കിയാലും രാശി ചക്രം തീരുമാനിക്കണം, ഗ്രഹങ്ങൾ തീരുമാനിക്കണം ഈ കുടുംബത്തിന്റെ ശാപം മാറണോ വേണ്ടയോ എന്ന്. 35 ಲಕ್ಷ ರೂಪಾಯಿ ಖರ್ಚು ಮಾಡಿದರು ಈ ಗ್ರಹಗಳು ತೀರ್ಮಾನ ಮಾಡಬೇಕು ಈ ಕುಟುಂಬಕ್ಕೆ ಈ ಪರಿಹಾರ ಮಾಡಬೇಕಾ ಬೇಡವೇ ಎಂಬುದಾಗಿ. ഈ ഗ്രഹങ്ങളും നക്ഷത്രവും എല്ലാം കറക്റ്റ് അതിന്റെ ടൈമിൽ കറങ്ങി വന്നില്ലെങ്കിൽ ആ പൂജ ಕ್ಯಾನ್ಸಲ್, വെറുതെ ಪಾಡಾയി പോയി. ಈ ಗ್ರಹಗಳು ನಕ್ಷತ್ರಗಳೆಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿ ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಈ ಪೂಜೆ ಕ್ಯಾನ್ಸಲ್ ಆಗಿ ಹೋಗುತ್ತದೆ, ವೇಸ್ಟ್ ಆಗಿ ಹೋಗುತ್ತದೆ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ಆದ್ರೆ ನಮ್ಮ ವಿಷಯ ಆತರ ಅಲ್ಲ. നക്ഷത്രം കറങ്ങുന്നതല്ല നമ്മുടെ വിടുതലിന്റെ ടൈം. ನಕ್ಷತ್ರ ಸುತ್ತಾಡುವುದಲ್ಲ ನಮ್ಮ ಬಿಡುಗಡೆಯ ಸಮಯ. നക്ഷത്രം ഉണ്ടാക്കിയവൻ കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി തരുന്നത്. ನಕ್ಷತ್ರ ಉಂಟು ಮಾಡಿದವನು ನಮ್ಮ ಪ್ರಾರ್ಥನೆ ಕೇಳುವಾಗ ನಮಗೆ ಬಿಡುಗಡೆ ಉಂಟಾಗುತ್ತದೆ. ರಾಜಮಲ್ ಘನ ದಗಲ್ ಘಟಗಸಿಯಾನ
ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ದೇವರಾತ್ಮ ನನಗೆ ಈ ರೀತಿ ಹೇಳುತ್ತಿದ್ದಾರೆ. നാളും നക്ഷത്രമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന സകലതും ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിക്കുക. ಆಮೇಲೆ ನಿಮ್ಮ ನಕ್ಷತ್ರಗಳಿಗೆ ಕನೆಕ್ಟ್ ಆಗಿರುವ ಅನೇಕ ಬಂಧನಗಳನ್ನು ದೇವರಾತ್ಮನು ಇಂದು ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾನೆ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നക്ഷത്രം കറങ്ങിയാലും ശരി കറങ്ങിയില്ലെങ്കിലും ശരി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നുള്ളതാ ദൈവത്തിന്റെ തീരുമാനം. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಕೇಳುವ ದೇವರು, ನಕ್ಷತ್ರ ಸುತ್ತಾಡಿದರು, ರಾಶಿಗಳು ಸುತ್ತಾಡಿಲ್ಲದಿದ್ದರು, ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಕೇಳುವ ದೇವರು ನಿನಗೆ ಪರಿಹಾರ ಮಾಡುತ್ತಾನೆ. സൂര്യൻ കറങ്ങിയാലും ശരി കറങ്ങിയില്ലെങ്കിലും ശരി, ചന്ദ്രൻ തിരിഞ്ഞാലും ശരി തിരിഞ്ഞില്ലെങ്കിലും ശരി, ദൈവ പൈതലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. ಸೂರ್ಯನು ತಿರುಗಿದರು ತಿರುಗಾಡದೇ ಇದ್ದರು, ಚಂದ್ರನು ತಿರುಗಿದರು ತಿರುಗಾಡದೇ ಇದ್ದರು, ದೇವರ ಮಗುವಿನ ಪ್ರಾರ್ಥನೆ ಕೇಳುವ ದೇವರು ನಮಗೆ ಪರಿಹಾರವನ್ನು ಮಾಡುವವನು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഞാൻ ജനിച്ചത് ഒരു വല്ലാത്ത നാളിലാണ്. ನಾನು ಹುಟ್ಟಿದ್ದು ಒಂದು ಕೆಟ್ಟ ಒಂದು ರಾಶಿಯಲ್ಲಿ. നാട്ടുകാർക്കും അയൽവാസികൾക്കെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നാളായിരുന്നു എന്റേത്. ಊರವರಿಗೂ ಅಕ್ಕಪಕ್ಕ ಮನೆಯವರಿಗೂ ತೊಂದರೆ ಕೊಡುವ ಒಂದು ರಾಶಿಯಲ್ಲಿ ನಾನು ಹುಟ್ಟಿದೆ. അത് കാരണം എന്നെ ഭയപ്പെട്ട്, എന്റെ നോട്ടം ഭയപ്പെട്ട് അവർ അവരുടേതായ രീതിയിൽ എല്ലാം ചെയ്തു. ಆದ್ದರಿಂದ ನನ್ನ ನೋಟವನ್ನು ಎದುರುಕೊಂಡು, ನನ್ನನ್ನು ಎದುರುಕೊಂಡು ಅವರು ಏನೇನೆಲ್ಲ ಮಾಡೋಕ್ಕೆ ಸಾಧ್ಯ ಅದನ್ನೆಲ್ಲ ಮಾಡಿದರು. ഞാൻ എവിടെ ചെന്ന് താമസിച്ചാലും ആ ഏരിയയിലുള്ളവർക്ക് പ്രശ്നമാണ്. ನಾನು ಎಲ್ಲಿ ಹೋಗಿ ಜೀವನ ಮಾಡಿದ್ರು ಆ ಏರಿಯಾದಲ್ಲಿರೋರಿಗೆಲ್ಲ ತೊಂದರೆ. ചിലർ മുള വെച്ച് പിടിപ്പിച്ചു, മുളങ്കാട്, അതിനെന്താ പറയാ, ಕೆಲವರು ಬ್ಯಾಂಬೂಗಳನ್ನು ಅವರ ಮನೆ ಮುಂದೆ ಎಲ್ಲ ಇಟ್ಟರು ಹೈಟ್ ಅಲ್ಲಿ, ಇವರು ಕಾಣಿಸಬಾರದು ಎಂಬುದಾಗಿ. ചിലർ മറ്റു ചില മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ಕೆಲವರು ಬೇರೆ ಬೇರೆ ಮರಗಳನ್ನು ಅವರ ಮನೆ ಮುಂದೆಗಳಲ್ಲಿ ಇಟ್ಟರು, ಇವರನ್ನು ನೋಡಬಾರದು ಎಂಬುದಾಗಿ. പക്ഷെങ്കിൽ അവരാരും രക്ഷപ്പെടുന്നില്ല. ಆದ್ರೆ ಅವರು ಯಾರು ಇದರಿಂದ ರಕ್ಷಣೆ ಆಗ್ತಿಲ್ಲ. അവർ മന്ത്രവാദികളുമായി മുൻപോട്ട് പോയി. ಅವರು ತಮ್ಮ ಮಂತ್ರವಾದಿಗಳಿಂದ ಮುಂದೆ ಹೋದರು. 1991 1991 ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ನಾನು സ്വീകരിച്ചു. ಯೇಸುವನ್ನು ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸಿದೆ. 3 ദിവസം കഴിഞ്ഞപ്പോൾ ജലത്തിൽ സ്നാനമേറ്റു. 3 ದಿವಸಗಳ ನಂತರವಾಗಿ ನಾನು ಜಲದಲ್ಲಿ ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿಕೊಂಡೆ. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ദൈവം എന്റെ മേൽ പകർന്നു. ದೇವರ ಆತ್ಮನ ಅಭಿಷೇಕವು ನನ್ನ ಮೇಲೆ ದೇವರು ಕೊಟ್ಟನು. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ದೇವರ ಆತ್ಮ ನನ್ನ ಹತ್ರ ಹೇಳಿದ, രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ ರಕ್ಷಣೆ ಹೊಂದಿದ ಆ ದಿನದಲ್ಲಿ നാളിൽ നിന്ന് നക്ഷത്രത്തിൽ നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചു. ಆ ರಾಶಿಗಳಿಂದ ನಕ್ಷತ್ರದಿಂದ ನಿನ್ನನ್ನು ನಾನು ಹೊರಗೆ ತೆಗೆದುಕೊಂಡು ಬಂದೆ ಎಂಬುದಾಗಿ. നീ ഏത് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നോ അതിനകത്തു നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചു. ನೀನು ಯಾವ ಬ್ಯಾಕ್ ಗ್ರೌಂಡ್ ಅಲ್ಲಿ ಇದ್ದೆ ಅದರಿಂದ ನಾನು ನಿನ್ನನ್ನು ಬಿಡಿಸಿ ಹೊರಗೆ ತೆಗೆದುಕೊಂಡು ಬಂದೆ ಎಂದು ಹೇಳಿದರು. ഇനി നിന്റെ നാളിന് നിന്റെ മേൽ അധികാരവും സ്വാധീനതയും ಇನ್ನು ഇല്ല. ಮುಂದೆ ನಿನ್ನ ರಾಶಿಗೆ ನಿನ್ನ ಮೇಲೆ ಅಧಿಕಾರವು ಸ್ವಾತಂತ್ರ್ಯವೂ ಇಲ್ಲ ಎಂದು ದೇವರು ಹೇಳಿದರು. അതുകൊണ്ട് തന്നെ നാള് വെച്ച് നക്ഷത്രം വെച്ച് കെട്ടിയാൽ നിനക്ക് ഏക്കത്തില്ലെന്ന് പറഞ്ഞു. ಆದ್ದರಿಂದ ರಾಶಿ ಹೇಳ್ಕೊಂಡು ನಕ್ಷತ್ರ ಹೇಳ್ಕೊಂಡು ನಿನಗೆ ವಿರೋಧವಾಗಿ ಏನೇ ಮಾಡಿದರೂ ಅದು ನಿನ್ನ ಗೂಡಾರಕ್ಕೆ ಸಮೀಪಿಸುವುದಿಲ್ಲ ಎಂದು ದೇವರು ಹೇಳಿದರು. ആ നാളിൽ നിന്ന് നക്ഷത്രത്തിൽ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. വേറൊരു നാളും നക്ഷത്രം എനിക്ക് തന്നു. ಆ ರಾಶಿಯಿಂದಲೂ ಆ ನಕ್ಷತ್ರದಿಂದಲೂ ದೇವರು ನನ್ನನ್ನು ಹೊರಗೆ ತೆಗೆದುಕೊಂಡು ಬಂದು ನನಗೆ ಬೇರೆ ಒಂದು ರಾಶಿ, ಬೇರೆ ಒಂದು ನಕ್ಷತ್ರ ಕೊಟ್ಟರು. 91 ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ലഭിച്ച നാളാണ് ഭാഗ്യനാൾ. 1991 ನನಗೆ ಸಿಕ್ಕಿದ ರಾಶಿಯೇ ಭಾಗ್ಯ ರಾಶಿ. എനിക്ക് ലഭിച്ച നക്ഷത്രമാണ് വെളിപ്പാട് 22:16 ഉദയ നക്ഷത്രം. ನನಗೆ ಸಿಕ್ಕಿದ ನಕ್ಷತ್ರವೇ ಪ್ರಕಟಣೆ 21ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಇರುವ ಉದಯ ನಕ್ಷತ್ರ. വെളിപ്പാട് 22:16 ಪ್ರಕಟಣೆ 22:16. ನಾನು ನನ್ನ ಸಭೆಗಳ ಪ್ರಯೋಜನಾರ್ಥವಾಗಿ ಈ ಸಂಗತಿಗಳ ವಿಷಯದಲ್ಲಿ ನಿಮಗೆ ಸಾಕ್ಷಿ ಹೇಳುವುದಕ್ಕೋಸ್ಕರ ನನ್ನ ತೂತನನ್ನು ಕಳುಹಿಸಿಕೊಟ್ಟನು. ನಾನು ದಾವೀದನ ವಂಶವೆಂಬ ಬುಡದಿಂದ ಹುಟ್ಟಿದ ಜಿಗುರು, ಅವನ ಸಂತತಿಯು ಉದಯ ಸೂಚಕವಾದ ಪ್ರಕಾಶವುಳ್ಳ ನಕ್ಷತ್ರವೂ ಆಗಿದ್ದೇನೆ. Praise the Lord. Praise the Lord. എന്റെ നക്ഷത്രം ഉദയ നക്ഷത്രം. ನನ್ನ ನಕ್ಷತ್ರವು ಉದಯ ನಕ್ಷತ್ರ. എന്റെ നാള് ഭാഗ്യനാൾ. ನನ್ನ ರಾಶಿ ಭಾಗ್ಯ ರಾಶಿ. വീണ്ടും ജനിച്ച എല്ലാവരുടെയും നാള് ഭാഗ്യനാൾ. ಮತ್ತೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಹುಟ್ಟಿರುವವರ ಎಲ್ಲರ ರಾಶಿ ಭಾಗ್ಯ ರಾಶಿ. നമ്മുടെ നക്ഷത്രം ഉദയ നക്ഷത്രം. ನಮ್ಮ ನಕ್ಷತ್ರ ಉದಯ ನಕ್ಷತ್ರ. അതിനെ പൂട്ടാൻ ഒരു മന്ത്രവാദികൾക്കും സാധ്യമല്ല. ಅದನ್ನು ಮುಚ್ಚಲು ಯಾವ ಮಂತ್ರವಾದಿಗಳಿಂದ ಸಾಧ್ಯವಲ್ಲ. അവിടെ കയറി തൊട്ട് കളിക്കുന്നവനെല്ലാം വിവരം അറിയും. ಅದರ ಒಳಗಡೆ ಸೇರಿಕೊಂಡು ಅವರಿಗೆ ತೊಂದರೆ ಕೊಡಲು ಹೋಗುವ ಎಲ್ಲರಿಗೂ ದೇವರು ಶಿಕ್ಷಿಸುತ್ತಾರೆ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ಅರ್ಥ ಆಗ್ತಿದೆ. അതുകൊണ്ട് ഭൂമിയിലുള്ള സകല ദുർമന്ത്രവാദികളും എനിക്കെതിരെ തലയിൽ കുത്തി നിന്നാലും അവന്റെ തല പോകുന്നല്ലാതെ എനിക്കൊരു ദോഷവും സംഭവിക്കുകയില്ല. ಆದ್ದರಿಂದ ಭೂಮಿಯಲ್ಲಿರುವ ಯಾವ ಮಂತ್ರವಾದಿಗಳು ನನಗೆ ವಿರೋಧವಾಗಿ ಏನೇ ಮಾಡಿದರೂ ಅವನ ತಲೆ ಹೋಗುತ್ತದೆ ಹೊರತು ನನಗೆ ಯಾವ ತೊಂದರೆ ಆಗೋದಿಲ್ಲ. Hallelujah. Hallelujah.
യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ ഇന്ന് രാത്രി ധൈര്യപ്പെടണം. ಯೇಸುವನ್ನು ರಕ್ಷಕನಾಗಿಯೂ ಕರ್ತನಾಗಿಯೂ ಸ್ವೀಕರಿಸಿದವರು ಇಂದು ರಾತ್ರಿ ನೀವು ಶಕ್ತಿಯುಳ್ಳವರಾಗಬೇಕು. യേശുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ഇന്ന് രാത്രി വളരെയധികം ധൈര്യപ്പെടണം. ಯೇಸುವಿನಲ್ಲಿ ಇರುವವರು ಇಂದು ರಾತ್ರಿ ಬಹಳವಾಗಿ ಧೈರ್ಯ ಹೊಂದಬೇಕು. മന്ത്രവാദികൾക്ക് പരിമിതികളുണ്ട്. ಮಾಟ ಮಂತ್ರ ಮಾಡುವವರಿಗೆ ಲಿಮಿಟೇಷನ್ಸ್ ಗಳುಂಟು. യോബിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ വരുമ്പോ ಯೋಬನನ್ನು ಪರೀಕ್ಷಿಸಲು ಸೈತಾನನು ಬರುವಾಗ ഒരു പരിധി വെച്ചു സാത്താന്. ಒಂದು ಲಿಮಿಟೇಷನ್ ಇಟ್ಟನು ಸೈತಾನನು. സാത്താനോട് പറഞ്ഞു സകലതും നിനക്ക് തൊടാം. ಸೈತಾನನಿಗೆ ಹೇಳ್ತಾರೆ ಎಲ್ಲವನ್ನು ನಿನ್ನ ತೆಗೆದುಕೊಡು, പക്ഷെ അവന്റെ പ്രാണനെ മാത്രം തൊട്ടുപോകരുത്. ಆದ್ರೆ ಅವನ ಪ್ರಾಣವನ್ನು ಮಾತ್ರ ಮುಟ್ಟಬೇಡ. മുഴുവൻ വിട്ടുകൊടുക്കത്തില്ല ദൈവം. ಎಲ್ಲವನ್ನು ದೇವರು ಬಿಟ್ಟು ಕೊಡೋದಿಲ್ಲ. ചിലപ്പോ സാത്താൻ എന്തെങ്കിലും പണി കണ്ടത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചൊറിയുമായിരിക്കും. ಒಂದು ವೇಳೆ ಸೈತಾನನು ಚಿಕ್ಕದಾಗಿ ನಿಮ್ಗೆ ಏನೋ ತೊಂದರೆ ಕೊಡುತ್ತಾನೆ, അത് കൂടുതലൊന്നും അവന് ചെയ്യാൻ പറ്റില്ല. ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಅವನಿಗೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ചിലപ്പോ ഒരു തലവേദന വരുമായിരിക്കും. ಕೆಲವೊಮ್ಮೆ ತಲೆನೋವು ಬರ್ಬೋದು. എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞാൽ അതങ്ങ് പോവുകയും ചെയ്യും. ಅದನ್ನ ಎತ್ಕೊಂಡು ಆಚೆ ಹೋಗೋದು ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಎತ್ಕೊಂಡು ಹೊರಟೋಗ್ಬಿಡುತ್ತೆ. അത്രേ ഉള്ളൂ. ಅಷ್ಟೇ ಇರೋದು. നമ്മളൊന്ന് വരട്ടിയാൽ ഓടാൻ റെഡിയായി നിൽക്കുക. ನಾವು ಗದರಿಸಿದರೆ ಅದು ಓಡಲಿಕ್ಕೆ ತಯಾರಾಗಿದ್ದಾನೆ. 100 മീറ്റർ ഓട്ടത്തിന് കണക്കാക്കി വിസിൽ മുഴങ്ങുന്ന സമയത്ത് ನಾವು ರನ್ನಿಂಗ್ ರೇಸ್ ಅಲ್ಲಿ ನಿಂತುಕೊಂಡು ವಿಸಿಲನ್ನು ಹಾಕುವಾಗ അവർ ഓടുന്നത് പോലെയാണ് സാത്താൻ. ಜನರು ಯಾವ ರೀತಿಯಲ್ಲಿ ಸ್ಪರ್ಧಿಗಳು ಓಡುತ್ತಾರೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಸೈತಾನನು ಓಡುವುದು. യേശുവിൻ നാമത്തിൽ എന്ന് മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ ഓട്ടം തുടങ്ങും. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಂದು ನಾವು ಪೂರ್ತಿ ಹೇಳುವುದಕ್ಕಿಂತಲೂ ಮುಂಚೆ ಅವನು ಓಡಿ ಹೋಗುತ್ತಾನೆ. ജാതീയ രാജാവായ ഫറവോൻ തീറ്റ കൊടുത്ത് വളർത്തിയ സകല ദുർമന്ത്രവാദികളും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, കഴിവില്ല. ಜಾತಿಯ ಜ್ಞಾನವಂತರಾಗಿರುವ ಮಾಟ ಮಂತ್ರವಾದಿಗಳು ಎಲ್ಲರೂ ಹೇಳುತ್ತಾರೆ ನಮಗೆ ಇದರ ಕನಸನ್ನು ಹೇಳಿಕೊಡಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ ಎಂಬುದಾಗಿ. ഫറവോൻ ആ രാജ്യത്ത് ആശ്രയിക്കുന്നത് മുഴുവൻ ഈ മന്ത്രവാദികളെ ജ്ഞാനികളെയും. ಫಾರೋನನು ಆಧಾರ ಮಾಡಿಕೊಂಡಿರುವುದು ಪರಿಪೂರ್ಣವಾಗಿ ಇದೇ ಮಾಟ ಮಂತ್ರವಾದಿಗಳನ್ನು ವಿದ್ವಾಂಸರ ಮೇಲೆಯೂ. പക്ഷേ അവൻ ആശ്രയിക്കുന്നവർക്ക് പരാജയം സംഭവിക്കുന്നു. ಅವನು ಆಶ್ರಯಿಸಿಕೊಂಡವರಿಂದ ಅವನಿಗೆ ಸೋಲು ಉಂಟಾಗುತ್ತಿದೆ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ യോസഫിനെ കുറിച്ച് രണ്ടുപേർ വന്ന് പറഞ്ഞു, ഒരാൾ വന്ന് പറഞ്ഞത്. ಆ ರೀತಿಯಲ್ಲಿ ಸಂಕಟದಲ್ಲಿ ಇರುವಾಗ ಈ ಯೋಸೆಫನ ಕುರಿತಾಗಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಫಾರೋನಿಗೆ ಹೇಳುತ್ತಿರುವುದು. സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരുവനെ ഞങ്ങൾക്കറിയാം. ಕನಸಿಗೆ ಅರ್ಥವನ್ನು ಹೇಳುವವನು ನನಗೆ ಒಬ್ಬ ಗೊತ್ತು. തടവറയിൽ വെച്ച് ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. ನಾವು ಜೈಲಲ್ಲಿ ಇರುವಾಗ ನಮಗೆ ಈ ರೀತಿಯ ಒಂದು ಅನುಭವ ಉಂಟಾಯಿತು. അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ಅವನು ಹೇಳಿದ ಹಾಗೆ ನನಗೆ ಸಂಭವಿಸಿತು. അങ്ങനെ ഫറവോൻ യോസഫിനെ വിളിച്ചു വരുത്തി. ಆ ರೀತಿಯಲ್ಲಿ ಫಾರೋನನ್ನು ಯೋಸೆಫನನ್ನು ಕರೆದನು. യോസഫിനോട് പറഞ്ഞു, ಯೋಸೆಫನಿಗೆ ಹೇಳಿದ, ഞാൻ 2 സ്വപ്നം കണ്ടു. ನಾನು ಈ ರೀತಿಯಲ್ಲಿ ಕನಸು ಕಂಡೆನು. എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല. ನನಗೆ ಇದರ ಅರ್ಥ ಗೊತ್ತಿಲ್ಲ. നിന്നെ കുറിച്ച് ഞാൻ കേട്ടു. ನಾನು ನಿನ್ನ ಬಗ್ಗೆ ಈ ತರ ತಿಳಿದುಕೊಂಡಿದ್ದೇನೆ. എന്നോടൊരു സ്വപ്നം പറഞ്ഞാൽ നീ അതിന്റെ ಅರ್ಥ പറഞ്ഞു തരുമെന്ന്. ನಿನ್ನ ಹತ್ರ ಒಂದು ಕನಸನ್ನು ವಿವರಿಸಿದರೆ ಅದರ ಅರ್ಥವನ್ನು ನೀನು ಹೇಳುತ್ತೀಯ ಎಂಬುದಾಗಿ ಕೇಳಿದೆ. യോസഫ് പറഞ്ഞു, ഞാനല്ല അർത്ഥം പറയുന്നത്. ಆದ್ರೆ ಯೋಸೆಫನು ಹೇಳ್ತಾನೆ, ನಾನಲ್ಲ ಇದರ ಅರ್ಥ ಹೇಳೋದು. 16 ವಾಕ್ಯത്തിലുണ്ട്. 14ನೇ ವಾಕ್ಯದಲ್ಲಿ ಇದೆ. 15, 16 ചേർത്ത് വായിക്കുക. 15, 16 ವಾಕ್ಯ ಸೇರಿಸಿ ಓದಿ. ಫರೋನು ಯೋಸೇಫನಿಗೆ, ನಾನು ಒಂದು ಕನಸು ಕಂಡಿದ್ದೇನೆ, ಅದರ ಅರ್ಥವನ್ನು ಹೇಳಬಲ್ಲವರು ಯಾರೂ ಇಲ್ಲ. ಆದರೆ ನೀನು ಕನಸನ್ನು ಹೇಳುತ್ತಲೇ ಅದರ ಅರ್ಥವನ್ನು ಹೇಳಬಲ್ಲವನೆಂದು ವರ್ತಮಾನ ಹೇಳುತ್ತೇನೆ ಎಂದು ಕೇಳಲು ಯೋಸೇಫನು, ನನ್ನಲ್ಲಿ ಅಂಧ ಸಾಮರ್ಥ್ಯವೇನೂ ಇಲ್ಲ, ಆದರೆ ದೇವರು ಫಾರೋನನಿಗೆ, ഞാനല്ല ദൈവം തന്നെ ನನ್ನಲ್ಲಿ ಅಂಥ ಸಾಮರ್ಥ್ಯವಿಲ್ಲ, ಆದರೆ ದೇವರಿಂದಲೇ ಅದಾಗುವುದು. Praise the Lord. ಆಮೆನ್. ഇനി അതിന്റെ 38ാമത്തെ വാക്യം. ಇನ್ನು 38ನೇ ವಾಕ್ಯ. ಫಾರೋನಿಗೆ ಅವನ ಪರಿವಾರದವರಿಗೂ ಒಳ್ಳೆಯದಾಗಿ ತೋಚಿಸಿದರಿಂದ ಫಾರೋನು ತನ್ನ ಪರಿವಾರದವರಿಗೆ, ಈತನಲ್ಲಿ ದೇವರ ಆತ್ಮ ಉಂಡಲ್ಲ, ಈತನಿಗಿಂತ ಯೋಗ್ಯನಾದ ಪುರುಷನು ನಮಗೆ ಸಿಕ್ಕಾನೆ ಎಂದು ಹೇಳಿ, നിനക്ക് കഴിയുമെന്നാണ് ഫറവോൻ പറഞ്ഞത്. ഫാറോനನು ಮೊದಲು ಹೇಳುತ್ತಾನೆ ನಿನಗೆ ಸಾಧ್ಯ ಎಂದು. യോസഫ് പറഞ്ഞു, ഞാനല്ല ദൈവമാണ് ഇത് പറയുന്നത്. യോസഫನು ಹೇಳುತ್ತಾನೆ, ನನ್ನ ಸಾಮರ್ಥ್ಯದಿಂದ ಅಲ್ಲ ದೇವರಿಂದ ಎಂಬುದಾಗಿ. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഫറവോൻ യോസഫിനോട് പറയാ, ദൈവാത്മാവ് നിന്റെ മേലുണ്ട്. ಸ್ವಲ್ಪ ಸಮಯದ ನಂತರ ಫಾರೋನನು ಯೋಸಫನಿಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ, ದೇವರ ಆತ್ಮನು ಇವನಲ್ಲಿ ಇದೆ ಎಂಬುದಾಗಿ. യോസഫല്ല, ദൈവാത്മാവാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ಯೋಸೆಫನಲ್ಲ, ದೇವರ ಆತ್ಮನು ಇದನ್ನು ಪ್ರಕಟಿಸುತ್ತಿರುವುದು ಎಂಬುದಾಗಿ. അവൻ ഒരു ശിശുവിനെ പോലെ അവിടെ വെളിപ്പെടുത്തി. ಅವನು ಒಂದು ಮಗುವಿನ ಹಾಗೆ ಅಲ್ಲಿ ನಿಂತುಕೊಂಡನು. ഞാനല്ല, ഞാൻ നമ്പി നിൽക്കുന്നവനാ. ನಾನಲ್ಲ ಈ ಕನಸು ವಿವರಿಸುವುದು, ನಾನು ನಂಬುವ ದೇವರು ಇದು ವಿವರಿಸುವುದು ಎಂದು ಹೇಳುತ್ತಾನೆ. എനിക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാന അതിനുള്ള വരം തന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ എന്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ನನಗೆ ಈ ಕನಸನ್ನು ತಿಳಿಸುವ ಒಂದು ವರ ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ, ಅದು ನನ್ನ ಇಷ್ಟಕ್ಕೆ ನನಗೆ ಇದರ ವ್ಯಾಖ್ಯಾನವನ್ನು ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಎಂದು ಹೇಳುತ್ತಾನೆ. ഞാൻ ശിശുവിനെ പോലെ നമ്പി നിൽക്കുന്നവനാ. ನಾನು ಒಂದು ಮಗುವಿನ ಹಂತೆ ದೇವರನ್ನು ನಂಬಿ ನಿಂತವನು. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനല്ല, ദൈവമാണ് ഇതിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്നത്. ಆದ್ದರಿಂದ ಇಲ್ಲಿ ಯೋಸೆಫನು ಹೇಳುತ್ತಾನೆ, ನಾನಲ್ಲ, ಇದು ದೇವರು ವಿವರಿಸುವುದು ಎಂಬುದಾಗಿ. ജാതീയ രാജാവ് പറയാ, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ
എവിടെ കണ്ടുകിട്ടും? ಈಗ ಆ ಜಾತಿಯ ರಾಜನು ಹೇಳುತ್ತಿದ್ದಾನೆ, ದೇವರಾತ್ಮನು ಇರುವ ಈ ರೀತಿಯ ವ್ಯಕ್ತಿ ನಮಗೆ ಎಲ್ಲಿ ಕಾಣುವುದಕ್ಕೆ ಸಾಧ್ಯ ಎಂಬುದಾಗಿ. എന്നെ കുറിച്ചും നമ്മളെ കുറിച്ചും എല്ലാം മറ്റുള്ളവർ ഇത് പറയണം. ನನ್ನ ಕುರಿತಾಗಿಯೂ ನಿಮ್ಮ ಕುರಿತಾಗಿಯೂ ಹೊರಗಡೆ ಇರುವವರು ಈ ರೀತಿ ಹೇಳಬೇಕು. അവളുടെ കഴിവല്ല, അവളോട് കൂടെ ദൈവമുണ്ടെന്ന് അവർ പറയണം. ಅವಳಲ್ಲಿ ಇರುವ ಕೆಲಸವಲ್ಲ, ಅವಳೊಳಗಡೆ ಇರುವ ದೇವರು ಈ ಕಾರ್ಯ ಮಾಡುತ್ತಿರೋದು ಅಂತ ಹೇಳಬೇಕು. അവന്റെ കഴിവല്ല, അവനോട് കൂടെ ദൈവമുണ്ടെന്ന് അവർ പറയണം. ಅವನಿಂದ ಸಾಧ್ಯವಾಗುವುದಲ್ಲ, ಆದ್ರೆ ಅವನ ದೇವರಿಂದ ಇದು ಸಾಧ್ಯವಾಗುವುದು ಎಂಬುದಾಗಿ ಹೊರಗಡೆ ಇರುವವರು ಹೇಳಬೇಕು. നമ്മൾ സാധാരണ പറയാറുണ്ട്, നീ നന്നായി പഠിക്കുക, നിനക്ക് ഇതിനുള്ള സ്കില്ലുണ്ട്, നിനക്ക് കഴിയും, നീ ശ്രമിക്കടാ, നിനക്ക് കഴിയും. ഇതാണ് നമ്മളെല്ലാം പരസ്പരം പറയുന്നത്. ನಾವು ಈ ರೀತಿಯಲ್ಲಿ ಕೆಲವರಿಗೆ ಹೇಳ್ತೀವಿ, ನಿನಗೆ ಓದಲಿಕ್ಕೆ ಇರುವ ಚೆನ್ನಾಗಿರುವ ಸಾಮರ್ಥ್ಯವಿದೆ, ನಿನ್ನಿಂದ ಆಗುತ್ತಪ್ಪ, ನಿನ್ಗೆ ಓದೋದಿಕ್ಕೆ ಆಗುತ್ತಪ್ಪ, ನಿನಗೆ ಫಸ್ಟ್ ರ್ಯಾಂಕ್ ಬರಕ್ಕೆ ಸಾಧ್ಯಪ್ಪ ಅಂತ ನಾವು ಹೇಳ್ತೀವಿ. നീ പ്രാർത്ഥിച്ച ഭയങ്കര വിടുതല, ನೀನ್ ಪ್ರಾರ್ಥನೆ ಮಾಡು ಬಹಳ ಬಿಡುಗಡೆ ಆಗುತ್ತೆ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്, ನಿನ್ ಪ್ರಾರ್ಥನೆಗೆ ಬಹಳ ಶಕ್ತಿ ಇದೆ, നിന്റെ പാട്ട് ഭയങ്കര രസമാണ്, ನೀನ್ ಹಾಡಾಡೋದು ತುಂಬಾ ಕೇಳೋದಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಎಂದು ಹೇಳ್ತೀವಿ. അങ്ങനെ പലതും 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 നമ്മളെ നോക്കി വിരൽ ചൂണ്ടി പറയുമ്പോൾ തിരിച്ചു പറയണം, ഞാൻ അല്ലവേ അല്ല. ಈ ರೀತಿಯಲ್ಲಿ ಅನೇಕ ಕಾರ್ಯಗಳು ನಮ್ಮನ್ನು ನೋಡಿ ಹೇಳುವಾಗ ನಾವು ಹೇಳಬೇಕು, ನಾನಲ್ಲ, ನನ್ನಲ್ಲಿ ಇರುವ ದೇವರಿಂದ ಎಂಬುದಾಗಿ. ഇതൊന്നും എന്റേതല്ലവേ അല്ല, ಇದೊಂದು ನನ್ನಿಂದ ಇರುವುದಲ್ಲ, ഞാനല്ല ദൈവം തന്നെ, ನಾನಲ್ಲ ದೇವರಿಂದಲೇ, ഞാനല്ല ദൈവകൃപയാണ്, ನಾನಲ್ಲ ದೇವರ ಕೃಪೆಯಿಂದಲೇ, ഞാനല്ല ദൈവാത്മാവാണ്, ನಾನಲ್ಲ ದೇವರ ಆತ್ಮನಿಂದ, ഞാനല്ല ദൈവശക്തിയാണ്, ನಾನಲ್ಲ ದೇವರ ಶಕ್ತಿಯಿಂದ. പിന്നിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്, ನಮ್ಮ ಮೇಲೆ ಚಲಿಸುವ ಒಂದು ಕರ ಉಂಟು, അത് ദൈവത്തിന്റെ കരമാണ്, ಅದು ದೇವರ ಕರವಾಗಿದೆ. ഞാനല്ല, ഞാൻ അവനെ നമ്പി നിൽക്കുന്നതാണ്, ನಾನಲ್ಲ, ನಾನು ಅವನನ್ನು ನಂಬಿ ಇರುವವನು. എനിക്ക് നമ്പി നിൽക്കാനേ അധികാരവും അവകാശമുള്ളൂ. ನನಗೆ ನಂಬಿ ಇರೋದಕ್ಕೆ ಅಧಿಕಾರವೂ ಅವಕಾಶವಿರುವುದು. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? ನನಗೆ ಅರ್ಥ ಆಗ್ತಿದೆ. ഇങ്ങനെ പറയുന്നവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല, ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುವವರನ್ನು ಸೋಲಿಸಲು ಯಾರಿಂದಲೂ ಸಾಧ್ಯವಲ್ಲ. ഇങ്ങനെയുള്ളവർ ദുർമന്ത്രവാദികൾ തോൽക്കുന്നിടത്തും ഇവർ ജയാളികളെ പോലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ಈ എഴുന്നേൽക്കും. ರೀತಿಯಲ್ಲಿ ಇರುವವರು ದುರ್ಮಂತ್ರವಾದಿಗಳು ಸೋತು ಹೋಗುವ ಜಾಗದಲ್ಲಿಯೂ ಈ ಮನುಷ್ಯರು ಯಾವತ್ತೂ ಸೋತು ಹೋಗೋದಿಲ್ಲ. നമ്മളിൽ പലരും പറയും, ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ പ്രവൃത്തി വെളിപ്പെട്ടു. ನಮ್ಮಲ್ಲಿ ಅನೇಕರು ಹೇಳುತ್ತಾರೆ, ನಾನ್ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ, ದೇವರ ಕಾರ್ಯ ನಡೆಯಿತು, ഞാനാണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്, ನಾನೇ ಅವನನ್ನು ನಂಬಿಕೆಗೆ ಕರೆದುಕೊಂಡು ಬಂದದ್ದು, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്, ನಾನು ಆ ಮನೆಗೆ ಹೋಗಿ ಹೇಳಿದ್ದರಿಂದಲೇ ಅವರು ರಕ್ಷಣೆ ಹೊಂದಿದ್ದು, ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു കളി, ನಾನು ಆ ಮನೆಗೆ ಹೋಗಿಲ್ಲ ಅಂದ್ರೆ ಏನಾಗುತ್ತೆ ಅಂತ ನೋಡ್ಬೋದು. ആ സമയത്ത് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റിയതാണ് ഭാഗ്യം. ಆ ಸಮಯದಲ್ಲಿ ನಾನು ಆ ಮನೆಗೆ ಹೋಗಿದ್ದೆ ಅವರ ಭಾಗ್ಯ. പറയുന്നിടത്തെല്ലാം ഞാൻ 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 ഞാൻ, ನಾವ್ ಹೇಳೋ ಕಡೆ ಎಲ್ಲ ನಾನು 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 ನಾನು. ഇതിനെ എവിടെങ്കിലും കൊണ്ട് കുഴിച്ചു മൂട്, ಇದನ್ನು ತೆಗೆದುಕೊಂಡು ನೀವು ಹೊರಗಡೆ ಹಾಕಬೇಕು, എന്നിട്ട് ഞാനല്ല ദൈവം തന്നെ എന്ന് പറ. ಆಮೇಲೆ ಹೇಳಿ, ನಾನಲ್ಲ, ದೇವರಿಂದಲೇ ಇದಾಗಿದ್ದು, ഞാനല്ലവേ അല്ല ദൈവം ദൈവം ദൈവം, ನಾನಲ್ಲವೇ ಅಲ್ಲ, ದೇವರು 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 ಎಂಬುದಾಗಿ ಹೇಳಿ. ഇങ്ങനെ പറയുന്നവനെ ഉലകത്തിൽ ഒരു പിശാചിനും തൊട്ട് കളിക്കാൻ സാധ്യമല്ല. ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುವವನನ್ನು ಲೋಕದಲ್ಲಿರುವ ಯಾವ ಸೈತಾನನಿಗೆ ಮುಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ഇങ്ങനെയുള്ളവർ എവിടെയും പരാജയപ്പെടാൻ ദൈവം ಈ അനുവദിക്കത്തില്ല. ತರ ಇರುವವನು ಎಲ್ಲಿ ಸೋಲ್ತು ಹೋಗಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. എന്താ സംഭവിച്ചത്? ಏನು ಸಂಭವಿಸಿದ್ದು? യോസഫിനോട് ഫറവോൻ സ്വപ്നം പറഞ്ഞു. ಯೋಸೆಫನ ಹತ್ರ ಫಾರೋನನು ಕನಸನ್ನು ಹೇಳಿದ. യോസഫ് ദൈവത്തിൽ ആശ്രയിച്ച് ಯೋಸೆಫನು ದೇವರಲ್ಲಿ ಆಶ್ರಯ ಮಾಡಿಕೊಂಡ. അവൻ അതിന് മറുപടി കൊടുക്കുക. ಅವನಿಗೆ ಸದುತ್ತರ ಕೊಟ್ಟನು. എന്താണ് അവനിൽ അങ്ങനെ സംഭവിക്കാനുള്ള കാര്യം? എന്താ? ಯಾಕೆ ಈ ರೀತಿಯಾಗಿ ಅವನಲ್ಲಿ ಸಂಭವಿಸಿದ್ದು? യോസഫ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. ಯೋಸೆಫನು ಕನಸಿನ ಅರ್ಥವನ್ನು ಹೇಳಿಕೊಡುತ್ತಿದ್ದಾನೆ. നീ കണ്ട സ്വപ്നം സത്യമാണ്, ನೀನು ನೋಡಿದ ಕನಸು ನಿಜವೇ, ഇത് 2 പ്രാവശ്യം കണ്ടതുകൊണ്ട് വേഗത്തിൽ അത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ನೀನು 2 ಬಾರಿ ಇದು ಕಂಡಿದ್ದರಿಂದ ಇದು ಖಂಡಿತವಾಗಿಯೂ ನಡೆಯುವುದೇ ನಿಜ. 2 പ്രാവശ്യം കണ്ടതുകൊണ്ട് അത് കണ്ടിപ്പാ നടക്കും എന്നുള്ളത്. 2 ಬಾರಿ ನೋಡಿದರಿಂದ ಅದು ಖಂಡಿತವಾಗಿ ನಡೆಯುತ್ತದೆ. നീ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഇതാണ്. ನೀನು ನೋಡಿದ ಕನಸಿನ ಅರ್ಥವಿದಾಗಿದೆ. 7 ವರ್ಷം വലിയ സമൃദ്ധി വരുന്നു. 7 ವರ್ಷ ಬಹಳವಾಗಿ ಹೆಚ್ಚಾಗಿ ಸಮೃದ್ಧಿ ಬರುತ್ತದೆ. അതിനുശേഷം 7 ವರ್ಷം വലിയ ക്ഷാമം വരുന്നുണ്ട്. ಅದನಂತರವಾಗಿ ಕ್ಷಾಮವು ಬರುತ್ತದೆ. ഇതിനെ ഓവർകം ചെയ്യാൻ നിനക്കോ നിന്റെ മന്ത്രവാദികൾക്കോ സാധ്യമല്ല. ಇದನ್ನು ಎದುರಿಸಲು ನಿನ್ನಿಂದಲೋ ನಿನ್ನ ಮಂತ್ರವಾದಿಗಳಿಂದಲೋ ಸಾಧ್ಯವಲ್ಲ. ഇതിനെ ഓവർകം ചെയ്യാൻ, തടയാൻ ദൈവത്തിന്റെ ജ്ഞാനവും വിവേകമുള്ള ഒരുത്തനെ നീ കണ്ടുപിടിക്കണം. ಇದನ್ನು ಎದುರಿಸಲು ಇದರ ವಿರೋಧವಾಗಿ ನಿಂತುಕೊಳ್ಳಲು ದೇವರ ಜ್ಞಾನವು ವಿವೇಕವು ಇರುವವನನ್ನು ನೀನು ಕಂಡುಕೊಳ್ಳಬೇಕು. 33ನೇ ವಾಕ್ಯ. 33ನೇ ವಾಕ್ಯ. ಆದ್ದರಿಂದ ತಾವು ವಿವೇಕಿಯೂ ಬುದ್ಧಿವಂತನೂ ಆಗಿರುವ ಪುರುಷನನ್ನು ಆರಿಸಿಕೊಂಡು ಅವನನ್ನು ಐಗುಪ್ತ ದೇಶದ ಮೇಲೆ ಅಧಿಕಾರಿಯಾಗಿ ನೇಮಿಸಬೇಕು ಮತ್ತು ತಾವು ಒಂದು ಕೆಲಸ ಮಾಡಬೇಕು. ದೇಶದ ಎಲ್ಲ ಭಾಗಗಳಲ್ಲಿಯೂ ಕರುಣಿಸೆಗರನ್ನು ನೇಮಿಸಿ ಅದರ ಕೈಯಿಂದ ಸುವ್ಯಕ್ತಿಯಾದ 7 ವರ್ಷಗಳಲ್ಲಿ ದೇಶದ ಬೆಳೆಯೊಳಗೆ 5ನೇ ಪಾಲನ್ನು ಕಂದಾಯನಿಗೆ ಹೆಚ್ಚಿಸಬೇಕು.
ಅವರು ಮುಂದಣ ಒಳ್ಳೆ ವರ್ಷಗಳಲ್ಲಿ ಆಹಾರ ಪದಾರ್ಥಗಳನ್ನು ದವಸ ಧಾನ್ಯಗಳನ್ನು ಕೂಡಿಸಿ മതി അതിന്റെ 25 മുതൽ വായിക്കുമ്പോൾ യോസഫ് ആ സ്വപ്നത്തിന് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. ಅದರ 25ನೇ ವಾಕ್ಯದಿಂದ ನಾವು ಓದುವಾಗ ಯೋಸೇಫನು ಕನಸಿನ ಅರ್ಥವನ್ನು ತಿಳಿಸಿಕೊಡುವುದು ನಾವು ನೋಡುತ್ತೇವೆ. ഫറവോൻ കണ്ട സ്വപ്നത്തിലും യോസഫ് വ്യാഖ്യാനിച്ച അർത്ഥം പറയുന്നതിനകത്തും 7 വർഷം സമൃദ്ധിയാണ്, 7 വർഷം ക്ഷാമമാണ്. ಫಾರೋನ್ ನೋಡಿದ ಕನಸಿಗೂ ಯೋಸೇಫನು ತಿಳಿಸಿಕೊಟ್ಟ ಅರ್ಥವೇನೆಂದರೆ 7 ವರ್ಷ ಸಮೃದ್ಧಿ, 7 ವರ್ಷ ಕ್ಷಾಮ ಎಂಬುದಾಗಿ. അത് സംഭവിക്കും എന്ന് തന്നെയാണ് യോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ಅದು ನಡೆಯುತ್ತದೆ ಎಂಬುದಾಗಿ ಯೋಸೇಫನು ವ್ಯಾಖ್ಯಾನ ಮಾಡಿ ಕೊಡುತ್ತಿದ್ದಾನೆ. പക്ഷെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ಆದರೆ ಇದನ್ನು ಎದುರಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ. നമ്മൾ തിരിച്ചറിയണം, രക്ഷിക്കപ്പെടാത്തവനും സ്വപ്നം കാണും. ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು, ರಕ್ಷಣೆ ಹೊಂದಾದವನು ಕನಸು ಕಾಣುತ್ತಾನೆ. 25 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യോസഫ് പറയുന്നു, ദൈവം തന്നെയാണ് നിനക്കിത് മുൻകൂട്ടി അറിയിച്ചത്. 25ನೇ ವಾಕ್ಯದಿಂದ ಕೆಳಗೆ ನಾವು ನೋಡುವಾಗ ಯೋಸೇಫನು ಹೇಳುತ್ತಾನೆ, ದೇವರೇ ಇದು ನಿನಗೆ ತಿಳಿಸಿದ್ದು ಎಂಬುದಾಗಿ. ಯೋಸೇಫನು ಫಾರೋನನಿಗೆ ತಾವು ಕಂಡ 2 ಕನಸುಗಳು ಒಂದೇ ವಿಷಯವಾದವುಗಳು, ದೇವರು ತಾನು ಮಾಡಬೇಕಾದಂತೆ ಇರುವುದನ್ನು ಇವುಗಳ ಮೂಲಕ ತಮಗೆ ತಿಳಿಸಿದ್ದಾನೆ. ಆ 7 ಒಳ್ಳೆಯ ಆಕಳುಗಳೇ 7 ವರ್ಷಗಳು, ಆ 7 ಒಳ್ಳೆಯ ದನಗಳು 7 ವರ್ಷಗಳು. 2 ಕನಸುಗಳ ಅರ್ಥ ಒಂದೇ. ಒಳ್ಳೆ ಅಗಳುಗಳ ಹಿಂದೆ ಬಂದ ಅವಲಕ್ಷಣವಾದ ಆ ಬಡ ಅಗಳುಗಳೇ ಮೂಡನ ಗಾಳಿಯಿಂದ ಕಟ್ಟು ಹೋಗಿದ್ದ ಆ 7 ಗಾಳಿದ ತೆನೆಗಳು ಬಲ ಉಂಟಾಗುವ 7 ವರ್ಷಗಳನ್ನು ಸೂಚಿಸುತ್ತವೆ. ഈ സ്വപ്നം അതിന്റെ അർത്ഥം വളരെ ക്ലിയർലി യോസഫ് ഫറവോനോട് വിശദീകരിച്ചു കൊടുക്കുക. ഈ കനസു ಇದರ ಅರ್ಥವನ್ನು ಬಹಳ ಚೆನ್ನಾಗಿ ಯೋಸೇಫನು ತಿಳಿಸಿಕೊಡುತ್ತಿದ್ದಾನೆ. അവിടെ ನಾವು വായിക്കുന്നത് എങ്ങനെയാ? ಅಲ್ಲಿ ನಾವು ಓದುವುದು ಈ ರೀತಿಯಾಗಿ, ഇത് ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തിയെന്ന്. ಇದು ದೇವರೇ ನಿನಗೆ ಪ್ರಕಟಿಸಿದು ಎಂಬುದಾಗಿ. ഫറവോൻ രക്ഷിക്കപ്പെട്ട ആളല്ല. ಫಾರೋನನು ರಕ್ಷಣೆ ಹೊಂದಿದವನಲ್ಲ. അവൻ സ്നാനപ്പെട്ട ആളല്ല. ಅವನು ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿದವನಲ್ಲ. അവൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ಅವನು ಅಭಿಷೇಕ ಹೊಂದವನಲ್ಲ. അവൻ മന്ത്രവാദികളെ തീറ്റിപ്പറ്റി വളർത്തുന്നവനാണ്. ಅವನು ಮಂತ್ರವಾದಿಗಳಿಗೆ ಆಹಾರವನ್ನು ಕೊಟ್ಟು ಅವರಿಗೆ ಸೇವಿಸಿ ನಡೆಯುವವನು. യോസഫ് പറയാ, ദൈവമാണ് നിനക്കത് സ്വപ്നത്തിൽ കാണിച്ചു തന്നത്. ಆದರೆ ಯೋಸೇಫನು ಹೇಳುತ್ತಿದ್ದಾನೆ, ದೇವರು ನಿನಗೆ ಈ ಕನಸು ಕೊಟ್ಟಿದ್ದು ಎಂಬುದಾಗಿ. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു വസ്തുത അറിയണം. ಎಲ್ಲ ದೇವರ ಮಕ್ಕಳು ಇದರ ಅರ್ಥವನ್ನು ತಿಳಿದುಕೊಳ್ಳಬೇಕು. കാണുന്ന എല്ലാ സ്വപ്നവും ನೋಡುವ എല്ലാ കനസുകളും ദൈവത്തിൽ നിന്നായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും വലതുഭാഗത്ത് ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നൊന്നും ചിന്തിക്കരുത്. ನೀವು ನೋಡುವ ಎಲ್ಲಾ ಕನಸುಗಳು ದೇವರಿಂದ ಆಗಿರುತ್ತದೆ. ಆದ್ದರಿಂದ ನಾನು ದೇವರಿಗೆ ಹತ್ತಿರವಾದವನು, ದೇವರ ಕ್ಲೋಸ್ ಆಗಿರುವವನು ಎಂಬುದಾಗಿ ನಾವು ತಿಳಿದುಕೊಳ್ಳಬಾರದು. സഭാപ്രസംഗിൽ വായിക്കുന്ന കഷ്ടപ്പാടിന്റെ ആദിക്യ നിമിത്തം സ്വപ്നമുണ്ടാകും. ನಾವು ಪ್ರಸಂಗಿಯಲ್ಲಿ ನೋಡುತ್ತೇವೆ, ಕಷ್ಟದ ನಿಮಿತ್ತವಾಗಿ ಕೆಲವು ಕನಸುಗಳು ನಮಗೆ ಬರುತ್ತದೆ. അങ്ങനെ പേക്കിനാവ് കണ്ടിട്ട് ദൈവം കാണിച്ചെന്നൊന്നും പറയരുത്. ಆದ್ದರಿಂದ ಏನೋ ನೋಡ್ಬಿಟ್ಟು ನಾವು ಸುಮ್ಮನೆ ದೇವರ ತೋರಿಸುತ್ತಾನೆ ಎಂದು ಹೇಳಬಾರದು. കഷ്ടപ്പാടിന്റെ ആദിക്യ നിമിത്തം സ്വപ്നം ഉണ്ടാകും. ಕಷ್ಟಗಳ ನಿಮಿತ್ತವಾಗಿ ನಮಗೆ ಕನಸು ಒಂದು ವೇಳೆ ಬರುತ್ತದೆ. രക്ഷിക്കപ്പെടാത്തവരോടും ദൈവം കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. ರಕ್ಷಣೆ ಹೊಂದಾದವರಿಗೂ ಕೂಡ ದೇವರು ಕನಸನ್ನು ಕೊಟ್ಟು ತಿಳಿಸುತ್ತಾನೆ. അവർ രക്ഷിക്കപ്പെട്ട് ദൈവാത്മാവിൽ കണ്ടതാണെന്നൊന്നും നമ്മൾ പറയരുത്. ಅವರು ರಕ್ಷಣೆ ಹೊಂದಿ ದೇವರಾತ್ಮದಿಂದನೇ ನೋಡಿದ್ರು ಎಂದು ನಾವು ಹೇಳಬಾರದು. അതുകൊണ്ടാണ് ഏത് ആത്മാവിനെ വിവേചിക്കണമെന്നൊക്കെ പറയുന്നത്. ಆದ್ದರಿಂದಲೇ ಯಾವ ಆತ್ಮದಿಂದ ಇದು ಸಂಭವಿಸುವುದು ಎಂಬುದಾಗಿ ವಿವೇಚಿಸಬೇಕು ಎಂದು ಸತ್ಯವೇದ ಹೇಳುತ್ತದೆ. ആ ടോപ്പിക്ക് മറ്റൊരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ಆ ವಿಷಯವು ಬೇರೆ ಒಂದು ಪ್ರಸಂಗದ ವಿಷಯವಾಗಿರುವುದರಿಂದ ನಾನು ಇಂದು ರಾತ್ರಿ ಹೋಗೋದಿಲ್ಲ. പ്രവചനം, സ്വപ്നം, വെളിപ്പാടൊക്കെ വരുന്ന 4 വഴികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടോപ്പിക് ഉണ്ട്. ಪ್ರವಚನೆ, ಕನಸು ಎಲ್ಲವೂ ಕೂಡ 4 ದಾರಿಗಳಿಂದ ಬರುತ್ತದೆ ಎಂಬುದಾಗಿರುವ ಒಂದು ವಿಷಯವಿದೆ. അതുകൊണ്ടാണ് ആത്മാക്കളെ വിവേചിക്കണമെന്നുള്ളത് പ്രത്യേക വരമായി വെച്ചിരിക്കുന്നത്. ಆದ್ದರಿಂದಲೇ ಆತ್ಮದ ವಿವೇಚನೆ ಎಂಬುದಾಗಿರುವುದು ಒಂದು ಪ್ರತ್ಯೇಕ ವರವಾಗಿ ಇಟ್ಟಿರುವುದು. അങ്ങനെ ദൈവം ഫറവോന് കാര്യം മുൻകൂട്ടി അറിയിച്ചു. ಹಾಗೆ ದೇವರು ಫಾರೋನನಿಗೆ ಮುಂದೆ ನಡೆಯುವ ಕಾರ್ಯವನ್ನು ತಿಳಿಸುತ್ತಾನೆ. മുൻകൂട്ടി അറിയിക്കാനുള്ള കാരണം, ಆತನು ತಿಳಿಸಲಿಕ್ಕೆ ಕಾರಣ, യോസഫിന്റെ കുടുംബം അവിടെ വരുമെന്നുള്ള ദൈവിക പദ്ധതിയാണ്. ಯೋಸೇಫನ ಕುಟುಂಬವು ಅಲ್ಲಿ ಬರುವುದು ಎಂಬುದಾಗಿ ಇರುವುದು ದೇವರು ನೇಮಿಸಿರುವುದರಿಂದ നാം നിമിത്തം ചിലപ്പോൾ ദൈവം ജാതികളോട് ഇടപെടാറുണ്ട്. ನಾವು ನಿಮಿತ್ತವಾಗಿ ದೇವರು ಒಂದು ಕೆಲವು ಸಮಯಗಳಲ್ಲಿ ಜಾತಿಗೆ ಅವರ ಜೊತೆ ದೇವರು ಮಾತಾಡುತ್ತಾರೆ. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ദൈവം ഇല്ലാത്തവനോടും ദൈവം സംസാരിക്കാറുണ്ട്. ನನಗೋಸ್ಕರವೂ ನಿನಗೋಸ್ಕರವೂ ದೇವರಿಲ್ಲದವರ ಹತ್ತಿರ ಹೋಗಿಯೂ ದೇವರು ಮಾತಾಡುತ್ತಾನೆ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ಅರ್ಥ ಆಗುತ್ತಿದೆ. അവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി അവരോട് ഇടപെടും. ಅವರು ರಕ್ಷಣೆ ಹೊಂದದೆ ಇದ್ದರೂ ಕೂಡ ನಮಗೋಸ್ಕರ ದೇವರು ಹೋಗಿ ಅವರ ಹತ್ರ ಮಾತಾಡುತ್ತಾರೆ. നമ്മുടെ ദൈവം സർവശക്തനാണ്. ನಮ್ಮ ದೇವರು ಸರ್ವಶಕ್ತನು.
നമുക്ക് വേണ്ടി ചിലപ്പോൾ ഭരണാധികാരികളോടൊക്കെ സംസാരിക്കും. ನಮಗೋಸ್ಕರ ದೇವರ ಅಧಿಕಾರಿಗಳ ಹತ್ರವೂ ಕೆಲವು ಸಮಯ ಮಾತಾಡುತ್ತಾರೆ. എന്റെ സന്തതി അവിടെ വേല ചെയ്യുന്നുണ്ട്, അവനെ തൊട്ടുപോകരുത്. ನನ್ನ ಸೇವಕನು ಅಲ್ಲಿ ಸೇವೆ ಮಾಡುತ್ತಿದ್ದಾನೆ, ಅವನನ್ನು ಮುಟ್ಟಬೇಡ ಎಂದು ಹೇಳುತ್ತಾರೆ. സ്വപ്നത്തിലൂടെ ഇടപെടാൻ ദൈവം മതിയായവനാ. ಕನಸಿನಿಂದ ಆತನು ಮಾತಾಡಲಿಕ್ಕೆ ಶಕ್ತಿ ಉಳ್ಳವನು. നീ നിമിത്തം നിന്റെ ശത്രുവിനോട് ദൈവം സംസാരിക്കും. ನೀ ನಿಮಿತ್ತವಾಗಿ ನಿನ್ನ ಶತ್ರುವಿನ ಹತ್ರ ಹೋಗಿ ದೇವರು ಮಾತಾಡುತ್ತಾರೆ. അബ്രഹാമിന്റെ ഭാര്യ സാറായിയെ തൊടാൻ ഒരാൾ ആഗ്രഹിച്ചു. ಅಬ್ರಹಾಮಿನ ಹೆಂಡತಿಯಾದ ಸಾರಳನ್ನು ಮುಟ್ಟಲಿಕ್ಕೆ ಒಬ್ಬನು ಇಚ್ಛಿಸಿದ. അന്ന് രാത്രി ആ ജാതീയ രാജാവിനോട് ദൈവം സംസാരിച്ചു. ಆ ರಾತ್ರಿಯಲ್ಲಿ ಆ ಜಾತಿಯ ರಾಜನ ಹತ್ತಿರ ದೇವರು ಹೋಗಿ ಮಾತಾಡಿದ. തൊട്ടുപോകരുത് അവളെ, ಅವಳನ್ನು ಮುಟ್ಟಬಾರದು ನೀನು. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ಇಂದು ರಾತ್ರಿ ನನ್ನನ್ನು ಗಮನಿಸುವ ದೇವ ಭಕ್ತರಿಗೆ ನಾನು ಹೀಗೆ ಹೇಳುತ್ತೇನೆ. നിന്റെ വിടുതലിനായി, നിന്റെ രക്ഷയ്ക്കായി, നിന്റെ സുരക്ഷിതത്വത്തിനായി, നിന്റെ നിലനിൽപ്പിനായി ഏതവനോടും എന്റെ ദൈവം സംസാരിക്കും. ನಿನ್ನ ಬಿಡುಗಡೆಗಾಗಿ, ನಿನ್ನ ರಕ್ಷಣೆಗಾಗಿ, ನಿನ್ನ ಸಂರಕ್ಷಣೆಗಾಗಿ ಯಾವನಾದರೂ ಅವನ ಹತ್ತಿರ ಹೋಗಿ ಮಾತಾಡಲಿಕ್ಕೆ ಶಕ್ತನಾದವನು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರುವವನು. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ ಅರ್ಥ ಆಗುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳುತ್ತೇನೆ. ഇത്ര സർവശക്തനായ ഒരു ദൈവം നമ്മുടെ പിതാവാകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ಇಷ್ಟು ಸರ್ವಶಕ್ತನಾದವನು ನಮ್ಮ ದೇವರಾಗಿರುವುದರಿಂದ ನಾನು ಆತನಿಗೆ ಸ್ತೋತ್ರವನ್ನು ಹೇಳುತ್ತೇನೆ. എത്ര പേർക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ದೇವರ ಮೇಲೆ ಪ್ರೀತಿ ಇದೆ? എത്ര പേര് ദൈവത്തെ വീണ്ടും വീണ്ടും നമ്പി നിൽക്കും? ಎಷ್ಟು ಜನರು ಮತ್ತೆ ಮತ್ತೆ ಕರ್ತನನ್ನು ನಂಬಿ ನಿಂತುಕೊಳ್ಳುತ್ತೀರಾ? ഇവനെ പോലെ ഒരു ദൈവമില്ല, ഇവനല്ലാതെ ഒരു ദൈവമില്ല, ಇವನല്ലാದೆ ಬೇರೆ ದೇವರಿಲ್ಲ ಎಂಬುದಕ್ಕೆ ಎಷ್ಟು ಜನರು ನಂಬುತ್ತೀರಾ? ഈ ദൈവത്തിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ಈ ಕರ್ತನಿಗೆ ಮಾಡಲಿಕ್ಕೆ ಆಗಾದ ಒಂದು ವಿಷಯವೂ ಇಲ್ಲ. ഏത് വലിയവനോടും ഏത് ചെറിയവനോടും ദൈവം ഇടപെടും. ಯಾವ ಚಿಕ್ಕವನಾದರೂ ಯಾವ ದೊಡ್ಡವನಾದರೂ ಅವನ ಹತ್ತಿರ ದೇವರು ಕಾರ್ಯ ಮಾಡುತ್ತಾರೆ. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ദൈവം സംസാരിക്കും. ನನಗೋಸ್ಕರ ನಿನಗೋಸ್ಕರ ದೇವರು ಮಾತಾಡುತ್ತಾರೆ. ആ ദൈവം എത്ര സർവശക്തൻ! ಆ ದೇವರು ಎಷ್ಟು ಸರ್ವಶಕ್ತನು! എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. ನನಗೆ 100 ಅನುಭವಗಳುಂಟು. എന്റെ ധൈര്യം അത് തന്നെയാണ്. ನನ್ನ ಧೈರ್ಯವೂ ಅದೇ ಆಗಿದೆ. ഞാൻ ഏത് വലിയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മനുഷ്യനല്ല. ನಾನು ಏದೇ ದೊಡ್ಡ ವಿಷಯವಾದರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಮನೆಯಿಂದ ಆಚೆ ಹೋಗುವವನಲ್ಲ. അവിടെ അഴിയുന്ന പോരാട്ടമൊന്നും എന്നെ തുടരുതെന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ಅಲ್ಲಿ ಬಿಚ್ಚಿ ಹೋಗುವ ಶತ್ರುವು ನನ್ನನ್ನು ಮುಟ್ಟಬಾರದೆಂಬುದಾಗಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡೋನಲ್ಲ. ദുർഭൂത ശക്തികളോട് ദൈവാത്മാവിൽ പോരാടി മണിക്കൂറുകൾ ദിവസങ്ങളൊക്കെ ഫൈറ്റ് ചെയ്ത് ഇഷ്ടംപോലെ വ്യക്തികളിൽ നിന്ന് പുറത്താക്കിയാൽ ഞാൻ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചൊന്നും കയറുന്ന മനുഷ്യനല്ല. ನಾನು ದೊಡ್ಡ ದೊಡ್ಡ ಸೈತಾನಗಳ ಬಂಧನಗಳಿಂದ ಬಿಚ್ಚಿಸಿ ಅದರಿಂದ ಬಿಡುಗಡೆ ಮಾಡಿಸಿ ನಾನು ವಾಪಸ್ ಮನೆಗೆ ಬಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಹೋಗಿ ಮಲಗುವವನಲ್ಲ. അതിന്റെ കാരണം വേറൊന്നുമല്ല. ಅದಕ್ಕೆ ಕಾರಣ ಬೇರೆ ಏನೂ ಅಲ್ಲ. ഞാൻ എന്റെ ദൈവത്തെ നമ്പിയാ ജീവിക്കുന്നത്. ನಾನು ನನ್ನ ದೇವರನ್ನು ನಂಬಿ ಜೀವಿಸುವುದು. ഞാൻ അവന്റെ ശിശുവാണ്. ನಾನು ಅವನ ಮಗುವಾಗಿದ್ದೇನೆ. ഞാൻ അവന്റെ ശിശുവാണ്. ನಾನು ಅವನ ಮಗುವಾಗಿದ್ದೇನೆ. എന്നെ സൂക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ನನ್ನನ್ನು ಸಂರಕ್ಷಿಸುವುದು ದೇವರ ಕೆಲಸವಾಗಿದೆ. അതിനാൽ എനിക്ക് ഭയം ലെവലേശമില്ല. ಆದ್ದರಿಂದ ನನಗೆ ಚೂರು ಕೂಡ ಭಯವಿಲ್ಲ. ശത്രുവിനെ സംബന്ധിച്ച് ഒരു ഭയവുമില്ല. എനിക്ക് ಶತ್ರುವಿನ ಕುರಿತಾಗಿ ಯಾವ ಭಯವೂ ನನಗೆ ಇಲ್ಲ. എനിക്ക് എന്തെങ്കിലും എതിരെ പിശാച് പദ്ധതി ഇട്ടാൽ എന്നോട് അറിയിക്കാതെ, എന്നോട് ആലോചിക്കാതെ, ഞാൻ പോലും അറിയാതെ തന്നെ ദൈവം അവിടെ ഇടപെടും. അത്ര വിശ്വസ്തനാണ് എന്റെ ദൈവം. ನನಗೆ ವಿರೋಧವಾಗಿ ಶತ್ರು ಏನಾದರೂ ಪ್ಲಾನ್ ಮಾಡಿದರೆ ನಾನು ತಿಳಿಯಾದೆ, ನನಗೆ ಅರಿವು ಮಾಡಾದೆ ದೇವರೇ ಅದನ್ನು ನನ್ನ ಮುಂದೆ ಹೋಗಿ ಅದನ್ನು ಪರಿಹಾರ ಮಾಡಿ ಬರುವವನು. എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. ನನಗೆ 100 ಅನುಭವಗಳುಂಟು. എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. ನನಗೆ ಇದೇ ರೀತಿ ಅನೇಕ ಅನುಭವ ಉಂಟು. ഉലകത്തിലുള്ള ഏത് വലിയ ദുർമന്ത്രവാദിയും എന്റെ വീട്ടിൽ ഒരു റൂമിൽ താമസിക്കാൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കാം. ಈ ಲೋಕದಲ್ಲಿ ಇರುವ ಯಾವ ದೊಡ್ಡ ದುರ್ಮಂತ್ರವಾದಿಯು ಬಂದು ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ನಾನು ವಾಸಿಸುತ್ತೇನೆ ಎಂದು ಹೇಳಿದ್ರೆ ನಾನು ಅವನಿಗೆ ರೂಮ್ ಕೊಡ್ತೇನೆ. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇതിങ്ങനെ ചലഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ಅನೇಕ ಜಾಗದಲ್ಲಿ ನಾನು ಈ ರೀತಿಯಲ್ಲಿ ಹೋಗಿ ಸವಾಲು ಮಾಡಿ ಹೇಳಿದ್ದೇನೆ. ആ റൂമിൽ ഇരുന്നു കൊണ്ട് എനിക്കെതിരെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ಆ ಮನೆ ಅಲ್ಲಿ ಆ ರೂಮಿನಲ್ಲಿ ಕೂತುಕೊಂಡು ಆ ಕೋಣೆಯಲ್ಲಿ ಕೂತುಕೊಂಡು ನನಗೆ ವಿರೋಧವಾಗಿ ಅವನು ಏನ್ ಬೇಕಾದ್ರೂ ಮಾಡ್ಲಿ. ഓരോ കടുങ്കട്ടും അവൻ ചെയ്തു കഴിയുമ്പോൾ അത് അവന്റെ തലയിൽ തന്നെ തിരിച്ചേൽപ്പിക്കാൻ കരുത്തുള്ളവനെ എന്റെ ദൈവം. ಅವನು ಒಂದೊಂದು ಕಟ್ಟುಗಳನ್ನು ಕಟ್ಟುವಾಗ ಅದನ್ನು ವಾಪಸ್ ಅವನ ತಲೆಗೆ ಇಡುವವನೇ ನಮ್ಮ ದೇವರು. ലൈവ് ആയിട്ട് ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട്. നേർക്ക് നേരെ ಲೈವ್ ಆಗಿ ಫೈಟ್ ಮಾಡಿದ್ದೇವೆ ನಾನು ಮಂತ್ರವಾದಿಗಳು. മുസ്ലിം ಮಂತ್ರವಾದಿകളുമായിട്ട് നേർക്ക് നേരെ ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട്. ಮುಸ್ಲಿಂ ಮಂತ್ರವಾದಿಗಳ ವಿರೋಧವಾಗಿ ಡೈರೆಕ್ಟ್ ಆಗಿ ಫೈಟ್ ಮಾಡಿದ್ದೇನೆ. അവൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നു ഞങ്ങളുടെ കുലത്തൊഴിലാണ്, ഞങ്ങളെ വെറുതെ വിടണം. ಅವರು ಮಧ್ಯದಲ್ಲಿ ಹೇಳಿದರು ಇದು ನಾವು ಕುಲವಾಗಿ ಮಾಡುವ ಕೆಲಸ, ನಮ್ಮನ್ನು ಸುಮ್ಮನೆ ಬಿಡು ಎಂದು ಹೇಳಿದ್ದಾರೆ. ഞാൻ വിടാൻ തീരുമാനിച്ചില്ല. എന്തായാലും മുട്ടാൻ തയ്യാറായതല്ലേ, വിവരം അറിഞ്ഞിട്ട് തന്നെ പോയാൽ മതി. ನಾನು ಯಾವುದಾದರೂ ಇದನ್ನು ಮುಟ್ಟಲಿಕ್ಕೆ ಶುರು ಮಾಡಿದ್ದೇನಲ್ಲ, ಇದಕ್ಕೆ ಸದುತ್ತರ ಸಿಗಬೇಕೆಂದು ಅಲ್ಲಿ ನಿಂತುಕೊಂಡೆ. അവന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ വായുടെ ഈ ഭാഗം മുറിച്ച് ബ്ലഡ് അറബിയിൽ മന്ത്രം ചൊല്ലി കെട്ടുന്ന കെട്ടൊക്കെ നടന്നു. ಆ ಮುಸ್ಲಿಂ ಮಂತ್ರವಾದಿಯು ತನ್ನ ಶಿಷ್ಯನನ್ನು ಕರೆಸಿ ಅವನ ಬಾಯನ್ನು ಚಾಕು ಇನ್ನದು ಕಟ್ ಮಾಡಿ ಅವನ ಶಿಷ್ಯನ ರಕ್ತವನ್ನು ತೆಗೆದು ಅರಬಿಕಿನಲ್ಲಿ ಮಂತ್ರವನ್ನು ಹೇಳಿ ಕಟ್ಟಿದ. ഒടുവിൽ പരസ്യമായി 100 കണക്കിന് ജനത്തിന്റെ മുമ്പിൽ വെല്ലുവിളി നടത്തിയിട്ട് പരാജയപ്പെട്ട അദ്ദേഹം അവിടുന്ന് മാറുകയുണ്ടായത്. ಅವನು ಹೊರಗಡೆ ಜನರ ಮುಂದೆ ಚಾಲೆಂಜ್ ಮಾಡಿ ಅಲ್ಲಿ ಸೋತು ಹೋಗಿ ಅವನು ವಾಪಸ್ ಹೋದ. നാം സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി നാം തിരിച്ചറിയണം. ನಾವು
ಸೇವೆ ಮಾಡುವ ದೇವರ ಶಕ್ತಿಯನ್ನು ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು. ഒരുപാട് അനുഭവങ്ങളിൽ കൂടിയാണ് ദൈവം എന്നെ പഠിപ്പിച്ച് ഇവിടെ വരെ എത്തിച്ചത്. ಅನೇಕ ಅನುಭವಗಳಿಂದ ದೇವರು ನನಗೆ ತಿಳಿದು ಕಲಿಸಿ ಇಲ್ಲಿವರೆಗೂ ಕರೆದುಕೊಂಡು ಬಂದದ್ದು. മന്ത്രവാദികൾ പരാജയപ്പെടും, ಮಾಟ ಮಂತ್ರವಾದಿಗಳು ಸೋತು ಹೋಗುತ್ತಾರೆ, ദൈവാത്മാവുള്ളവൻ പരാജയപ്പെടുന്നില്ല. ಆದ್ರೆ ದೇವರ ಆತ್ಮ ಉಳ್ಳವನು ಸೋತು ಹೋಗುವವನಲ್ಲ. ദൈവത്തിന്റെ ജ്ഞാനവും വിവേകമുള്ളവൻ, ದೇವರ ಜ್ಞಾನವು ವಿವೇಕವುಳ್ಳವನು എവിടെയും പരാജയപ്പെടത്തില്ല, ಎಲ್ಲಿಯೂ ಸೋತು ಹೋಗುವವನಲ್ಲ. നമുക്ക് ലോകത്തിന്റെ ജ്ഞാനവും വിവേകവും അല്ല വേണ്ടത്. ನಮಗೆ ಲೋಕದ ಜ್ಞಾನವು ವಿವೇಕವೂ ಅಲ್ಲ ಬೇಕಾಗಿರುವುದು. നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവുമാണ് വേണ്ടത്. ನಮಗೆ ದೇವರ ಜ್ಞಾನವು ವಿವೇಕವೂ ಬೇಕಾಗಿರುವುದು. ലോകത്തിന്റെ ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം എല്ലാം മറയ്ക്കും. ಲೋಕದ ಜ್ಞಾನಿಗಳಿಗೂ ವಿವೇಕಿಗಳಿಗೂ ದೇವರು ಎಲ್ಲವನ್ನು ಮರೆ ಮಾಡುತ್ತಾರೆ. പക്ഷേ ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും ഉള്ളവന് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ಆದರೆ ದೇವರ ಜ್ಞಾನವು ವಿವೇಕವು ಇರುವವನಿಗೆ ದೇವರು ಎಲ್ಲವನ್ನು ಪ್ರಕಟಿಸಿಕೊಡುತ್ತಾರೆ. 41 ಅಧ್ಯಾയം അതിന്റെ 39 വാക്യം. 41ನೇ ಅಧ್ಯಾಯ ಅದರ 31ನೇ ವಾಕ್ಯ. ಈತನಿಗಿಂತ ಯೋಗ್ಯನಾದ ಪುರುಷನು 39ನೇ ವಾಕ್ಯ. 39 ಈತನಿಗಿಂತ ಯೋಗ್ಯನಾದ ಪುರುಷನು ನಮಗೆ ಸಿಕ್ಕಾನೆ ಎಂದು ಹೇಳಿ ಯೋಸೇಫನಿಗೆ, ದೇವರು ಇದ್ದಾನಲ್ಲ, ನಿನಗೆ ತಿಳಿಸುವುದರಿಂದ ನನಗೆ ಸಮಾನನಾದ ಬುದ್ಧಿ ವಿವೇಕವುಳ್ಳ ಪುರುಷನು ಯಾವನೂ ಇಲ್ಲ. ആമേൻ. നിനക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞു, ഞാനല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തും. ನಿನಗೆ ಈ ಪ್ರಕಟಣೆ ದರ್ಶನದ ಪ್ರಕಟಣೆಯನ್ನು ವಿವೇಚಿಸಲು ಸಾಧ್ಯ ಎಂದು ಹೇಳುವಾಗ ಜೋಸೆಫನು ಹೇಳುತ್ತಾನೆ, ನಾನಲ್ಲ, ದೇವರಿಂದ ಎಂಬುದಾಗಿ. ഈ പ്രതിസന്ധിയെ നേരിടാൻ ജ്ഞാനവും വിവേകമുള്ള ഒരാളെ കണ്ടുപിടിക്കണമെന്നാണ് യോസേഫ് ഫറവോനോട് പറഞ്ഞത്. ಈ ಸಮಸ್ಯೆಯನ್ನು ಎದುರಿಸಲು ಜ್ಞಾನವೂ ವಿವೇಕವೂ ಇರುವ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ನೀನು ಕಂಡು ಹಿಡಿಯಬೇಕು ಎಂಬುದಾಗಿ ಯೋಸೆಫನು ಫಾರೋನಿಗೆ ಹೇಳುತ್ತಾನೆ. 33 വാക്യത്തിൽ യോസേഫ് അത് ഫറവോനോട് പറയുന്നുണ്ട്. 33ನೇ ವಾಕ್ಯದಲ್ಲಿ ಯೋಸೆಫನು ಅದನ್ನು ಫಾರೋನಿಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ. ಆದ್ದರಿಂದ ತಾವು ವಿವೇಕಿಯೂ ಬುದ್ಧಿವಂತನೂ ಆಗಿರುವ ಪುರುಷನನ್ನು ಆರಿಸಿಕೊಂಡು ಅವನನ್ನು ಐಗುಪ್ತ ದೇಶದ ಮೇಲೆ ಅಧಿಕಾರಿಯನ್ನಾಗಿ ನೇಮಿಸಬೇಕು ಮತ್ತು ತಾವು ಒಂದು ಕೆಲಸ ಮಾಡಬೇಕು. മതി. യോസേഫ് പറയും, ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ಯೋಸೆಫನು ಹೇಳುತ್ತಿದ್ದಾನೆ, ಈ ಸಮಸ್ಯೆಗೆ ಪರಿಹಾರ ಉಂಟು. ഈ 7 വർഷത്തെ സമൃദ്ധിയെ മൂടാൻ വരുന്ന ആ വലിയ പ്രതിസന്ധിയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ಈ 7 ವರ್ಷಗಳು ಬರುವ ದೊಡ್ಡ ಕ್ಷಾಮವನ್ನು ಎದುರಿಸಲು ನಮಗೆ ಸಾಧ್ಯವು. മന്ത്രവാദികൾക്ക് കഴിയാത്ത ഈ വിഷയത്തെ പരിഹരിക്കാൻ ദൈവാത്മാവുള്ള ഒരു വ്യക്തിയിലൂടെ കഴിയും. ಈ ಮಂತ್ರವಾದಿಗಳಿಗೆ ಪರಿಹಾರ ಮಾಡಲಿಕ್ಕೆ ಆಗದೇ ಇರುವ ಈ ವಿಷಯವು ದೇವರ ಆತ್ಮನಿರುವ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಪರಿಹಾರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ദൈവത്തിന്റെ ജ്ഞാനവും വിവേകമുള്ള ഒരാളെ കണ്ടുപിടിക്കണം. ದೇವರ ಜ್ಞಾನವು ವಿವೇಕ ಇರುವ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ನೀನು ಕಂಡುಕೊಳ್ಳಬೇಕು. ഫറവോൻ പറഞ്ഞു, ദൈവാത്മാവുള്ള നിന്നെ പോലെ വേറൊരുത്തൻ എവിടെ കിട്ടും? ಆದ್ರೆ ಫಾರೋನನು ಹೇಳುತ್ತಾನೆ, ದೇವರ ಆತ್ಮನು ಇರುವ ನಿನ್ನಂತೆ ಇರುವ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಬೇರೆ ಎಲ್ಲಿ ಸಿಗುತ್ತದೆ? ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും നിന്റെ മേലുണ്ട്. ದೇವರ ಜ್ಞಾನವು ವಿವೇಕವು ನಿನ್ನ ಮೇಲಿದೆ. നീ തന്നെ ഈ കാര്യം പരിഹരിച്ചേ പറ്റൂ. ನೀನೇ ಈ ಸಮಸ್ಯೆಗೆ ಪರಿಹಾರ ಮಾಡಬೇಕು. ദൈവം ചിലർക്ക് നല്ല ഉന്നത പോസ്റ്റ് തരുന്നു കണ്ടോ? ದೇವರು ಕೆಲವರಿಗೆ ಒಳ್ಳೆಯ ಉನ್ನತ ಪೋಸ್ಟ್ ಅನ್ನು ಕೊಡುವುದನ್ನು ನೋಡಿ ആ സ്ഥാനത്തിരുന്ന പലതിനെയും മാറ്റിയിട്ടാണ് ദൈവം യോസേഫിന് ആ പോസ്റ്റ് കൊടുക്കുന്നത്. ಆ ಸ್ಥಾನದಲ್ಲಿ ಇರುವ ಅನೇಕರನ್ನು ತೆಗೆದುಹಾಕಿ ದೇವರು ಯೋಸೇಫನಿಗೆ ಸ್ಥಾನವನ್ನು ಕೊಡುತ್ತಿದ್ದಾನೆ. പിന്നെ ഫറവോൻ മന്ത്രവാദികൾക്ക് ചോറ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലേ? ಅದನಂತರವಾಗಿ ಯಾವತ್ತೂ ಫಾರೋನನು ಮಂತ್ರವಾದಿಗಳನ್ನು ಪೋಷಿಸಲು ಹೋಗಿಲ್ಲ. ഞാൻ കണ്ട ഒരു സ്വപ്നത്തിന് അർത്ഥം പറയാൻ കഴിയാത്ത നിന്നെയൊക്കെ തീറ്റിപ്പോറ്റിട്ട് എന്ത് കാര്യം? ನಾನು ನೋಡಿದ ಒಂದು ಕನಸಿನ ಅರ್ಥವನ್ನು ವಿವರಿಸಿಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದ ಮಂತ್ರವಾದಿಗಳೇ ನಿಮಗೆ ನಾನು ಪೋಷಿಸಿ ಏನು ಕಾರ್ಯ ಎಂದು ಕೇಳ್ತಾನೆ. ദൈവാത്മാവുള്ള ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ಈಗ ನೋಡು, ದೇವರಾತ್ಮನು ಇರುವ ಒಬ್ಬನನ್ನು ನಾನು ಆರಿಸಿಕೊಂಡಿದ್ದೇನೆ. ഒരു രാജ്യം നേരിടാൻ പോകുന്ന വലിയ വിപത്തിനെ പരിഹരിക്കാൻ കരുത്തുള്ള ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചു. ಒಂದು ರಾಜ್ಯ ಎದುರಿಸಲಿಕ್ಕೆ ಹೋಗುವ ಆ ವಿಪತ್ತಿಯನ್ನು ಅದಕ್ಕೆ ಪರಿಹಾರವನ್ನು ಮಾಡುವ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ನಾನು ಕಂಡು ಹಿಡಿದೆನು. ഈ സ്റ്റേറ്റ് നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവാത്മാവുള്ളവരിലൂടെ സാധ്യമാകൂ. ಈ ರಾಜ್ಯವನ್ನು ಎದುರಿಸಲು ಬರುವ ಎಲ್ಲ ವಿಷಯಗಳಿಗೆ ಪರಿಹಾರ ಮಾಡಲಿಕ್ಕೆ ದೇವರ ಆತ್ಮ ಇರುವ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಸಾಧ್ಯ. നീ ദൈവാത്മാവിനാൽ നിറയെ. ನೀನು ದೇವರಾತ್ಮನಿಂದ ತುಂಬು. ദൈവത്തിന്റെ ജ്ഞാനവും വിവേകം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. ದೇವರ ಜ್ಞಾನದಿಂದ ವಿವೇಕದಿಂದ ನಾನು ತುಂಬು ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡು. നീ അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ സമയം വരുമ്പോൾ ദൈവം നിനക്ക് അവസരം ഒരുക്കി തരും. ನೀನು ಹಾಗೆ ಪ್ರಾರ್ಥಿಸಿ ಪಡೆದುಕೊಂಡು ಇರುವಾಗ ಸಮಯ ಬರುವಾಗ ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ. അവസരം നിന്നെ തേടി വരും. ಅವಸರವನ್ನು ನಿನ್ನನ್ನು ಹುಡುಕಿ ಬರುತ್ತದೆ. ആ രാജ്യത്തിന്റെ പ്രധാനിയാണ് യോസേഫിനെ വിളിക്കുന്നത്. ಆ ರಾಜ್ಯದ ಪ್ರಧಾನಿ ಯೋಸೇಫನನ್ನು ಕೂಗುತ್ತಿದ್ದಾನೆ. യോസേഫിനെ വിളിക്കാൻ കാര്യം അവന്റെ മേൽ ദൈവാത്മാവുണ്ട്. ಯೋಸೇಫನನ್ನು ಕೂಗಲಿಕ್ಕೆ ಕಾರಣ ಅವನ ಮೇಲೆ ದೇವರ ಆತ್ಮನಿದೆ.
എന്റെ മേലുള്ള വാഗ്ദത്തത്തിന്റെ ഉന്നതമായ പദവിയിൽ എന്നെ എത്തിക്കാൻ മതിയായ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ನನ್ನ ಮೇಲೆ ಇರುವ ವಾಗ್ದಾನಗಳ ಉನ್ನತಿಯನ್ನು ನನ್ನನ್ನು ಕರೆದುಕೊಂಡು ಹೋಗುವುದಕ್ಕೆ ದೇವರ ಆತ್ಮ ಇದ್ದರೆ ಸಾಕು. ಎಷ್ಟು ಜನರು ಈ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? സ്വന്തം ജ്ഞാനത്തിലും വിവേകത്തിലും ആശ്രയിക്കുന്നവർക്ക് ഇത് നടക്കയില്ല. ಸ್ವಂತ ಜ್ಞಾನದಲ್ಲಿಯೂ ವಿವೇಕದಲ್ಲಿ ಆಶ್ರಯ ಮಾಡುವವರಿಗೆ ಇದು ಸಾಧ್ಯವಲ್ಲ. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവിനെ നിറയപ്പെടുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരൂ. ದೇವರ ಜ್ಞಾನದಲ್ಲಿಯೂ ವಿವೇಕದಲ್ಲಿ ಆಶ್ರಯಿಸುವವರಿಗೆ ಮಾತ್ರವೇ ಈ ಕಾರ್ಯಗಳು ನಡೆಯುವುದು. എത്ര പേർ പ്രാർത്ഥിക്കും തലമുറകളെ കുറിച്ച്? ಎಷ್ಟು ಜನರು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? ഉന്നത വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരിയായി, ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕಿಂತಲೂ ಮಿಗಿಲಾಗಿ ദൈവത്തിന്റെ ജ്ഞാനവും വിവേകം കൊണ്ട് എന്റെ തലമുറകളെ നിറയ്ക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ದೇವರ ಜ್ಞಾನದಿಂದ ವಿವೇಕದಿಂದ ನನ್ನ ತಲೆಮಾರುಗಳನ್ನು ಆಶೀರ್ವದಿಸುವ ಎಷ್ಟು ಜನರು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? അങ്ങയുടെ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ನಿನ್ನ ಆತ್ಮದಿಂದಲೂ ಜ್ಞಾನದಿಂದಲೂ ತುಂಬಿಸು ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನರು ಪ್ರಾರ್ಥಿಸುತ್ತೀರಾ? പലരും പരാജയപ്പെടുന്നിടത്ത് നിനക്ക് പോസ്റ്റ് ഉണ്ട്. ಅನೇಕರು ಸೋತು ಹೋಗುವ ಜಾಗದಲ್ಲಿಯೂ ದೇವರು ನಿನಗೆ ಸ್ಥಿತಿಯನ್ನು ಕೊಡುತ್ತಾರೆ. പലർ മുട്ടടിക്കുന്നിടത്ത് നിനക്ക് അതിന്റെ മറുപടിയുണ്ട്. ಅನೇಕರು ಎದುರುಕೊಳ್ಳುವ ಜಾಗದಲ್ಲಿಯೂ ನಿನಗೆ ದೇವರು ಉತ್ತರ ಕೊಡುತ್ತಾನೆ. നിന്നെ തേടി വരും അവസരങ്ങൾ, ನಿನ್ನನ್ನು ಹುಡುಕಿ ಬರುತ್ತದೆ ಅವಸರಗಳು. നിന്നെ വിളിക്കും ശ്രേഷ്ഠന്മാർ, ನಿನ್ನನ್ನು ಕೂಗುತ್ತಾರೆ ಶ್ರೇಷ್ಠರು. രാജ്യത്തിലെ പ്രധാനികളുടെ മുമ്പിൽ നിന്നെ എത്തിക്കാൻ മതിയായത് ഈ ദൈവിക ജ്ഞാനമാണ്. ರಾಜ್ಯದ ಪ್ರಧಾನಿಗಳ ಮುಂದೆ ನಿನ್ನನ್ನು ಕರೆದುಕೊಂಡು ಹೋಗಲಿಕ್ಕೆ ಈ ದೇವರ ಜ್ಞಾನವು ಸಾಕು. നമ്മുടെ കൂട്ടായ്മയ്ക്ക് അകത്തുനിന്ന് ശക്തന്മാർ ഇതുപോലെ പുറത്തു വരണം. ನಮ್ಮ ಕೂಟದ ಒಳಗಡೆಯಿಂದ ಅನೇಕ ಶಕ್ತರು ಇದೇ ರೀತಿಯಾಗಿ ಹೊರಗೆ ಬರಬೇಕು. രാജ്യത്തിന്റെ അധികാരികൾ തേടി നടക്കുന്ന ചിലർ ഇതിനകത്തുനിന്ന് പുറത്തു വരണം. ರಾಜ್ಯದ ಅಧಿಕಾರಿಗಳು ಹುಡುಕಿ ಹೋಗುವ ಕೆಲವರು ಈ ಮಧ್ಯದಿಂದ ಹೊರಗೆ ಬರಬೇಕು. രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ കരുത്തുള്ളവർ ഇതിന്റെ നടുവിൽ നിലനിൽക്കണം. ರಾಜ್ಯವು ಎದುರಿಸುವ ಸಂಕಷ್ಟಗಳನ್ನು ಎದುರಿಸಲಿಕ್ಕೆ ಇರುವ ಕೆಲವರು ಈ ಮಧ್ಯದಲ್ಲಿ ಇರಬೇಕು. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ കഴിവുള്ള ഉയരത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെയും എന്റെ സഭയെയും എന്റെ കുടുംബത്തെയും എന്നെയും എന്റെ തലമുറകളെ നിറയ്ക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ಉನ್ನತ ಸ್ಥಾನಕ್ಕೆ ಕರೆದುಕೊಂಡು ಹೋಗುವ ದೇವರು ನನ್ನನ್ನು, ನನ್ನ ಸಭೆಯವರನ್ನು, ನನ್ನ ಕುಟುಂಬವನ್ನು ಉಪಯೋಗಿಸಬೇಕೆಂಬುದಾಗಿ ರಾತ್ರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. നമുക്ക് വേറെ ആരുടെയും റെക്കമെൻഡ് വേണ്ട. ನಮಗೆ ಬೇರೆ ಯಾರ ರೆಕಮೆಂಡೇಶನ್ಸ್ ಬೇಡ. നമുക്ക് സ്വന്തം റെക്കമെൻഡും വേണ്ട. ನಮಗೆ ಸ್ವಂತವಾಗಿ ಒಂದು ರೆಕಮೆಂಡೇಶನ್ ಬೇಡ. ഉയരത്തിലെ ആത്മാവിനെ നിറയാൻ ഏൽപ്പിക്കപ്പെടാ. അതാണ് നമ്മെ ഉയർത്തുന്നത്. ಉನ್ನತವಾದ ದೇವರು, ಉನ್ನತವಾದ ಆತ್ಮನು ಇರುವ ಒಬ್ಬ ವ್ಯಕ್ತಿ ಸಾಕು. നിന്നെ രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. ನಿನ್ನನ್ನು ರಾಜ್ಯಗಳಿಗೆ ಅವಶ್ಯವಿದೆ. പല രാജ്യങ്ങളിലെയും പരാജയത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ, ആ വിഷയത്തിന് പരിഹാരം കൊടുക്കാൻ ദൈവാത്മാവിൽ നിറയുന്ന നിന്നെയാണ് ആ രാജ്യത്തിലേക്ക് ദൈവം കണ്ടിരിക്കുന്നത്. ಅನೇಕ ರಾಜ್ಯಗಳು ಎದುರಿಸುವ ವಿಷಯಗಳಿಗೆ ಪರಿಹಾರ ಕೊಡಲು ದೇವರಾತ್ಮನಿರುವ ನಿನ್ನನ್ನು ದೇವರು ಉಪಯೋಗಿಸಲು ಹೋಗುತ್ತಿದ್ದಾನೆ. പല കുടുംബങ്ങളും മന്ത്രവാദികളെ ഡിപ്പെൻഡ് ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവാത്മാവുള്ള നിനക്ക് അവിടെ ചാൻസ് ഉണ്ട്, അവിടെ അവസരമുണ്ട്. ಅನೇಕ ಕುಟುಂಬಗಳು ಮಂತ್ರವಾದಿಗಳನ್ನು ಡಿಪೆಂಡ್ ಮಾಡಿ ಸೋತು ಹೋಗುವಾಗ ದೇವರಾತ್ಮನ ಇರುವವನು ನೀನು ಆ ಮನೆಗೆ ಹೋಗಿ ಪರಿಹಾರ ಮಾಡಲು ಸಾಧ್ಯವಾಗಿದೆ. ഇന്ന് രാത്രി ദൈവാത്മാവ് അങ്ങനെ തന്നെ എന്നോട് പറയുന്നു. ಈ ರಾತ್ರಿಯಲ್ಲಿ ದೇವರು ಅದೇ ರೀತಿಯಾಗಿ ನನ್ನ ಹತ್ರ ಹೇಳುತ್ತಿದ್ದಾರೆ. ഈ ജനത്തിന് മേൽ ഞാൻ എന്റെ ആത്മാവിനെ നിറയ്ക്കും. ಈ ಜನರ ಮೇಲೆ ನನ್ನ ಆತ್ಮದಿಂದ ನಾನು ತುಂಬಿಸುತ್ತೇನೆ. എന്നെ നമ്പുന്നവരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വെക്കും. ನನ್ನನ್ನು ನಂಬುವವರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ನಾನು ಕೊಡುತ್ತೇನೆ. ശിശുക്കളെ പോലെ എന്നെ ആശ്രയിക്കുന്നവരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ നിറയ്ക്കും. ಮಗುವನಂತೆ ನನ್ನನ್ನು ಆಶ್ರಯಿಸುವವರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ನಾನು ಕೊಡುತ್ತೇನೆ. മന്ത്രവാദികൾ പരാജയപ്പെടുന്ന ഇടത്ത് ഞാൻ ഈ ജനത്തെ ഉയർത്തും. ಮಾಟ ಮಂತ್ರವಾದಿಗಳು ಸೋತು ಹೋಗುವ ಜಾಗದಲ್ಲಿ ನಾನು ನನ್ನ ಜನರನ್ನು ಉಪಯೋಗಿಸುತ್ತೇನೆ. അവരുടെ നടുവിൽ ഞാൻ എന്റെ സന്തതികളെ ഉപയോഗിക്കും. ಅವರ ಮಧ್ಯದಲ್ಲಿ ನಾನು ನನ್ನ ಸಂತಾನದವರನ್ನು ಉಪಯೋಗಿಸುತ್ತೇನೆ. രാത്രി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ಇದು ರಾತ್ರಿ ಎಷ್ಟು ಜನರು ದೇವರ ಹತ್ರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? പിതാവേ, അളവ് കൂടാതെ അങ്ങയുടെ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവിനെ എന്നെ നിറയ്ക്കണമേ. ಯಾವ ಲಿಮಿಟೇಷನ್ಸ್ ಇಲ್ಲದೆ ಜ್ಞಾನದ ವಿವೇಕದ ಆತ್ಮವು ನನ್ನಲ್ಲಿ ತುಂಬಿಸು. മന്ത്രവാദികളെ പരാജയപ്പെടുത്തുന്ന, ಮಾಟ ಮಂತ್ರವಾದಿಗಳನ್ನು ಸೋಲಿಸುವ, അധികാരികളുടെ മുമ്പിൽ വിഷയങ്ങൾക്ക് പരിഹാരമായി തീരുന്ന, ಅಧಿಕಾರಿಗಳ ಮುಂದೆ ವಿಷಯಗಳಿಗೆ ಪರಿಹಾರ ಮಾಡಬೇಕಾಗಿರುವ, രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പോലും പരിഹാരം കൽപ്പിക്കാൻ കഴിയുന്ന, ರಾಜ್ಯವು ಎದುರಿಸುವ ವಿಷಯಗಳಿಗೆ ಪರಿಹಾರ ಕೊಡುವ, ആ തലത്തിൽ പ്രയോജനപ്പെടുന്നതാണ് അവിടുത്തെ ജ്ഞാനമെങ്കിൽ വിവേകമെങ്കിൽ എന്നെ അതിനാൽ നിറയ്ക്കണമേ. ಆ ರೀತಿಯಾಗಿ ಪರಿಹಾರ ಕೊಡುವ ಜ್ಞಾನವು ವಿವೇಕವು ನಿನ್ನದಾದರೆ ಆ ಜ್ಞಾನವು ವಿವೇಕದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. ഈ ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറയ്ക്കുമ്പോൾ അവിടുത്തെ ജ്ഞാനവും വിവേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ಈ ಲೋಕದ ಜ್ಞಾನಿಗಳಿಗೂ ವಿವೇಕಿಗಳಿಗೂ ಇದನ್ನು ಮರೆ ಮಾಡುವಾಗ ನಿನ್ನ ಜ್ಞಾನವು ವಿವೇಕದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. ലോകത്തിന്റെ PhD പരാജയപ്പെടുമ്പോൾ, ಲೋಕದ PhDಗಳು ಸೋತು ಹೋಗುವಾಗ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ പരാജയപ്പെടത്തില്ല. ದೇವರ ಆತ್ಮವಿರುವವನು ಸೋತು ಹೋಗುವುದಿಲ್ಲ. ലോകത്തിന്റെ സയന്റിസ്റ്റുകൾ മുട്ടടിക്കുമ്പോൾ, ಲೋಕದ
ಸೈಂಟಿಸ್ಟ್ಗಳು ಸೋತು ಹೋಗುವಾಗ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ പരാജയപ്പെടത്തില്ല. ದೇವರ ಆತ್ಮವಿರುವವನು ಸೋತು ಹೋಗುವನಲ್ಲ. നിങ്ങൾ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ಇಂದು ರಾತ್ರಿ ನೀವು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, എന്നെ നിറയ്ക്കണമേ അവിടുത്തെ ആത്മാവിനാൽ. ನಿನ್ನ ಆತ್ಮದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ಜ್ಞಾನದಿಂದ ತುಂಬಿಸು. അങ്ങയുടെ വിവേകത്താൽ എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ವಿವೇಕದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. അങ്ങേക്കൊന്നും മറവല്ലല്ലോ. ನಿನಗೆ ಏನು ಮರೆಯಲ್ವಲ್ಲಪ್ಪ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. ನಿನ್ನಿಂದ ಅಸಾಧ್ಯವಾದ ಯಾವುದಿಲ್ಲಲ್ಲಪ್ಪ. ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. എന്റെ മേൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമളവിൽ ನನ್ನ ಮೇಲೆ ನಿನ್ನ ನಾಮವನ್ನು ಮಹಿಮೆ ಪಡಿಸಪ್ಪ. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ತುಂಬಿಸಪ್ಪ. ഞാനല്ല ദൈവം തന്നെ എന്ന് പറയാൻ ഞാൻ തയ്യാറാ. ನಾನಲ್ಲ ದೇವರಿಂದಲೇ ಇದು ನಡೆಯುವುದು ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ನಾನು ತಯಾರಾಗಿದ್ದೇನೆ. എന്റെ കഴിവല്ല ദൈവത്തിന്റെ ബലമാണെന്ന് ഞാൻ പറയാൻ തയ്യാറാ. ನನ್ನ ತಾಕತ್ತಿಂದ ಅಲ್ಲ ದೇವರ ಕೃಪೆಯಿಂದ ಇದು ನಡೆದದ್ದು ಎಂದು ಹೇಳಲಿಕ್ಕೆ ನಾನು ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ. ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ ನನ್ನಲ್ಲಿ ಕ್ರಿಸ್ತನು. എന്നിൽ അങ്ങയുടെ കൃപയത്രേ. ನನ್ನ ಮೇಲೆ ನಿನ್ನ ಕೃಪೆಯೇ. എന്റെ മേൽ അങ്ങയുടെ ആത്മാവിന്റെ നിറവ്. ನನ್ನ ಮೇಲೆ ನಿನ್ನ ಆತ್ಮದ ವರವೇ. എന്നെ നിറയ്ക്കണമേ പിതാവേ. ನನ್ನನ್ನು ತುಂಬಿಸು ಕರ್ತನೇ. എന്റെ മേലുള്ള ദൈവിക പദ്ധതി പുറത്തു വരേണ്ടതിന്, ನನ್ನ ಮೇಲಿರುವ ದೇವರ ಪದ್ಧತಿ ಪ್ರಕಟವಾಗಲು, അങ്ങയുടെ നാമ നിമിത്തം എന്റെ ഉയർച്ച വെളിപ്പെടേണ്ടതിന്, ನಿನ್ನ ನಾಮದ ನಿಮಿತ್ತವಾಗಿರುವ ನನ್ನ ಉನ್ನತಗಳು ಪ್ರಕಟವಾಗಲು, രാജാക്കന്മാരുടെ മുമ്പിലും എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തേണ്ടതിന്, ರಾಜರಗಳ ಮುಂದೆ ನನ್ನನ್ನು ಎಬ್ಬಿಸಿ ನಿಲ್ಲಿಸಕ್ಕೆ, പരാജയപ്പെട്ട ജാതികളുടെ മുമ്പിൽ എന്നെ ഉപയോഗിക്കേണ്ടതിന്, ಜಾತಿಗಳು ಸೋತು ಹೋದ ಕಡೆ ನನ್ನನ್ನು ಎಬ್ಬಿಸಲಿಕ್ಕೆ, അങ്ങേ ഞാൻ ഉയർത്തും, അങ്ങെന്നെ ഉയർത്തേണ്ടതിന്, ನಿನ್ನನ್ನು ನಾನು ಮಹಿಮೆ ಪಡಿಸುತ್ತೇನೆ. ನಿನ್ನ ನಾಮದ ಮಹಿಮೆಗೋಸ್ಕರ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. അവിടുത്തെ ആത്മാവിനെ അണുകൂടാതെ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. പരിശുദ്ധ ആവിയാൽ എന്നെ നിറയ്ക്കണമേ. ಆ ಪವಿತ್ರ ಆತ್ಮನಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. അങ്ങയുടെ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ನಿನ್ನ ಜ್ಞಾನದ ವಿವೇಕದ ಆತ್ಮನಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ. ನನ್ನ ಕುಟುಂಬವನ್ನು ತುಂಬಿಸು. എന്റെ തലമുറകളെ നിറയ്ക്കണമേ. ನನ್ನ ತಲೆಮಾರುಗಳನ್ನು ತುಂಬಿಸು. എന്റെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ. ನನ್ನನ್ನು ಪ್ರಿಯಪಟ್ಟವರನ್ನು ತುಂಬಿಸು. ഞങ്ങൾ അങ്ങയെ നമ്പി മാത്രം ജീവിക്കുന്നവരായി മാറട്ടെ. ನಾವು ನಿಮ್ಮನ್ನು ನಂಬಿ ಮಾತ್ರ ಜೀವಿಸುವವರನ್ನಾಗಿ ಮಾರ್ಪಡಿಸು. എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെ ಎಷ್ಟು പ്രാർത്ഥിക്കും? ಜನರು ಈ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? ഹൃദയം തുറന്നങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ നിറയ്ക്കാൻ ദൈവം തയ്യാറാണെന്ന് പറയുന്നു. ಹೃದಯ ತೆರೆದು ಈ ರೀತಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವವರನ್ನು ತುಂಬಿಸಲು ಪವಿತ್ರಾತ್ಮನು ಬಂದಿದ್ದಾನೆ. അവരെ തോൽപ്പിക്കാൻ മന്ത്രവാദികൾക്ക് കഴിയില്ല. ಅವರನ್ನು ಸೋಲಿಸಲು ಮಾಟ ಮಂತ್ರ ಮಾಡುವವರಿಗೆ ಸಾಧ್ಯವಲ್ಲ. അവരെ അങ്ങനെയുള്ളവരെ ആശ്രയിക്കാതെ രാജാക്കന്മാർക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ದೇವ ಮಕ್ಕಳನ್ನು ಆಶ್ರಯ ಮಾಡದೆ ರಾಜರಿಗೆ ಮುಂದೆ ಹೋಗಲು ಸಾಧ್ಯವಲ್ಲ. ഫറവോൻ ഒരു രാജ്യത്തിലെ അധിപതിയാണ്. ಫಾರೋನನು ರಾಜ್ಯದ ಅಧಿಪತಿಯಾಗಿದ್ದಾನೆ. ആ രാജാവിന് ഇനി മുൻപോട്ട് പോകണമെങ്കിൽ ഈ യോസഫിനെ ആശ്രയിച്ചേ പറ്റൂ. ಆ ರಾಜನಿಗೆ ಮುಂದೆ ಹೋಗಬೇಕೆಂದರೆ ಈ ಯೋಸೆಫನನ್ನು ಆಶ್ರಯ ಮಾಡಿಕೊಳ್ಳಲೇಬೇಕು. ദൈവാത്മാവ് ഇന്ത്യയെ കുറിച്ച് ഒരു ദൂത് പറയുന്നു. ದೇವರಾತ್ಮನು ಈ ಭಾರತ ದೇಶದ ಕುರಿತಾಗಿ ಒಂದು ದೂತನು ಹೇಳುತ್ತಿದ್ದಾನೆ. ഇനി ദൈവാത്മാവുള്ളവരെ ആശ്രയിച്ചല്ലാതെ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. ಇನ್ನು ದೇವರ ಆತ್ಮವನ್ನು ಇರುವವನನ್ನು ಆಶ್ರಯ ಮಾಡಿಕೊಳ್ಳಾದೆ ರಾಜರಿಗೆ ಹೋಗಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഇനി ദൈവത്തിന്റെ വെളിപ്പാടും ദർശനമുള്ളവനെ നമ്പാതെ രാജ്യങ്ങൾക്ക് സ്റ്റേറ്റുകൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ದೇವರ ದರ್ಶನವು ಪ್ರಕಟಣವು ಇರುವವನನ್ನು ಆಶ್ರಯ ಮಾಡಾದೆ ರಾಜ್ಯಗಳಿಗೂ ಸ್ಟೇಟ್ಗಳಿಗೂ ಮುಂದೆ ಹೋಗಲಿಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ഇന്ത്യ മഹാരാജ്യത്തോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. ನಮ್ಮ ಈ ಭಾರತ ದೇಶದ ಮೇಲೆ ದೇವರಾತ್ಮನು ಹೀಗೆ ದೂತನು ಹೇಳುತ್ತಿದ್ದಾನೆ. നീ ആശ്രയിച്ച മന്ത്രവാദികളുടെ സമയം കഴിഞ്ഞു. ನೀನು ಆಶ್ರಯ ಮಾಡಿದ ಮಾಟ ಮಂತ್ರ ಮಾಡುವವರ ಸಮಯ ഇനി ಮುಗಿಯಿತು. ദൈവാത്മാവുള്ളവന്റെ സമയമാ. ಇನ್ನು ದೇವರಾತ್ಮನು ಇರುವವನ ಸಮಯ. ഇനി ദൈവകൃപയുള്ളവന്റെ സമയമാണ്. ದೇವರ ಕೃಪೆ ಇರುವವರ ಸಮಯ. ഇന്ത്യ അത് കാണാൻ സമയമായി. ಭಾರತ ದೇಶ ಅದನ್ನು ನೋಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದೆ. ഇനി ദൈവാത്മാവുള്ളവൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ. ಇನ್ನು ದೇವರಾತ್ಮನು ಇರುವವನು ಹೇಳುವ ಹಾಗೆ ಕೆಲಸಗಳು ನಡೆಯುವುದು. ഇനി ദൈവാത്മാവുള്ള യോസഫുമാർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ದೇವರಾತ್ಮನು ಇರುವ ಯೋಸೇಫನು ಹೇಳಿದ ಹಾಗೆ ಈ ಭಾರತ ದೇಶದಲ್ಲಿ ಕಾರ್ಯ ನಡೀಲಿಕ್ಕೆ ಹೋಗುತ್ತಿರುವುದು. ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ದೇವರಾತ್ಮನು ಹೀಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ. ഇതുവരെ ഇല്ലാത്ത പുതിയൊരു പോസ്റ്റ്, ಇಷ್ಟು ದಿನ ಇಲ್ಲದ ಒಂದು ಇರುವ ಹೊಸ ಪೋಸ್ಟ್ ಅನ್ನು ദൈവാത്മാവുള്ളവന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ದೇವರಾತ್ಮನು ಇರುವವನ ಮೇಲೆ ದೇವರು ಅವನಿಗೆ ಕೊಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ദൈവാത്മാവുള്ളവന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ದೇವರಾತ್ಮ ಇರುವವನಿಗೋಸ್ಕರ ಸ್ಥಾನವನ್ನು ಕೊಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. അങ്ങനെ തന്നെ ദൂത് പറയുന്നു. ದೇವರಾತ್ಮನು ಹೀಗೆ ದೂತನು ಹೇಳುತ್ತಿದ್ದಾನೆ. സ്റ്റേറ്റുകളിൽ അങ്ങനെ സംഭവിക്കും. ಈ ರಾಜ್ಯದಲ್ಲಿ ಆ ರೀತಿಯಲ್ಲಿ ಸಂಭವಿಸುವುದು. ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ സംഭവിക്കും. ಭಾರತ ದೇಶದಲ್ಲಿ ಹೀಗೆ ನಡೆಯುತ್ತೆ. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ಎಷ್ಟು ಜನರು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ತುಂಬಿಸು. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ನಿನ್ನ ಆತ್ಮದಿಂದ ತುಂಬಿಸು. ഞാനൊരു ശിശുവിനെ പോലെ അങ്ങേ നമ്പി ജീവിച്ചുകൊള്ളാം. ನಾನು ಒಂದು ಮಗುವಿನ ಹಾಗೆ ನಿನ್ನನ್ನು ನಂಬಿ ಜೀವಿಸುತ್ತೇನೆ. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ಎಷ್ಟು ಜನರು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ?
അവിടെ സംഭവിച്ച കാര്യം ശ്രദ്ധിക്കണമേ. ಅಲ್ಲಿ ನಡೆದ ಒಂದು ಕಾರ್ಯವನ್ನು ಗಮನಿಸಿ. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ സംഭവിച്ചത്? ಆದಿಕಾಂಡದಲ್ಲಿ ಏನು ನಡೆಯಿತು? 41 അധ്യായത്തിൽ സംഭവിച്ചത് എന്താണ്? 41ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಡೆದದ್ದು ಏನು? അവിടെ 4 വിധമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. ಅಲ್ಲಿ 4 ವಿಧವಾದ ಕಾರ್ಯ ನಡೆಯಿತು. 41 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. 41ನೇ ಅಧ್ಯಾಯ ಅದರ 1-2 ವಾಕ್ಯ. 2 ವರ್ಷಗಳಾದ ಮೇಲೆ ಫಾರೋನ್ಗೆ ಕನಸು ಬಿತ್ತು. ಆ ಕನಸು ಏನೆಂದರೆ, ಅವನು ನೈಲ್ ನದಿ ತೀರದಲ್ಲಿ ನಿಂತಿದ್ದನು. ಅಷ್ಟರಲ್ಲಿ ಲಕ್ಷಣವಾದ 7 ಗೊಬ್ಬಿದ ಅಗಳುಗಳು ಆ ನದಿ ಒಳಗಿಂದ ಬಂದು ಅವು ಹುಲ್ಲುಗಳನ್ನ ಮೇಯಿಸಿದವು. മതി. രൂപഗുണമുള്ളതും പുഷ്ടിയുള്ളതുമായത്. ಅವನ ಪುಷ್ಟಿ ಉಳ್ಳದು, ಅದೇ ರೀತಿಯಲ್ಲಿ രൂപഗുണവും ಲಕ್ಷಣವುಳ್ಳದು ಅಲ್ಲಿ ಕಂಡವು. ഇനി അതിന്റെ 5ാം വാക്യം. ಇನ್ನು 5ನೇ ವಾಕ್ಯ. ಅವನು ತಿರುಗಿ ನಿದ್ದೆ ಮಾಡಿದಾಗ ಮತ್ತೊಂದು ಕನಸು ಬಿತ್ತು. ಅದೇನೆಂದರೆ, ಒಳ್ಳೆ ಪುಷ್ಟಿಯುಳ್ಳ 7 ದನಗಳು ಒಂದೇ ದಂಡಿನಲ್ಲಿ ಹುಟ್ಟಿದವು. ഇനി അതിന്റെ 7ാം വാക്യം നോക്ക്. ಬತ್ತಿ ಹೋಗಿದ್ದ ಆ ದನೆಗಳು ಆ 7 ಒಳ್ಳೆ ಪುಷ್ಟಿಯುಳ್ಳ ದನೆಗಳನ್ನು ನುಂಗಿ ಬಿಟ್ಟವು. ಹೀಗೆ ಕಾಣಿಸುವ ವರ್ಷದಲ್ಲಿ ಫಾರೋನ್ ಎಚ್ಚಿತ್ತು, ಅದನ್ನು ಕನಸು ಎಂದು ತಿಳುಕೊಂಡನು. 22ാം വാക്യം. 22ನೇ ವಾಕ್ಯ. ಇನ್ನೊಂದು ಕನಸೊಳಗೆ 7 ಒಳ್ಳೆ ಪುಷ್ಟಿಯುಳ್ಳ ದನೆಗಳು ಒಂದೇ ದಂಡಿನಲ್ಲಿ ಹುಟ್ಟಿ ಬಂದವು. ಅವುಗಳ ಹಿಂದೆ ಮೂಡನ ಗಾಳಿಯಿಂದ ಕೆಟ್ಟು ಬತ್ತಿ ಒಣಗಿ ಹೋಗಿದ್ದ ಬೇರೆ 7 ದನೆಗಳು ಮೊಳತು ಬಂದವು. ಬತ್ತಿ ಹೋಗಿದ್ದ ದನೆಗಳು ಆ 7 ಒಳ್ಳೆ ದನೆಗಳನ್ನು ನುಂಗಿ ಬಿಟ್ಟವು. അവിടെ 41ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് രൂപഗുണമുള്ളതും പുഷ്ടിയുള്ളതും. ನಾವು 41ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನೋಡಿದೆವು ಲಕ್ಷಣವಾದದ್ದು, ಪುಷ್ಟಿಯುಳ್ಳದ್ದು. 5ാം വാക്യത്തിൽ കണ്ടു നല്ലത്. ಆಮೇಲೆ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಒಳ್ಳೆಯದನ್ನು ಕಂಡೆವು. 7ാം വാക്യത്തിൽ കണ്ടു മണിക്കരുത്തുള്ളത്. ಆಮೇಲೆ 7ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಬತ್ತಿ ಹೋಗಿದ್ದನ್ನು ನಾವು ಕಂಡೆವು. 22ാം വാക്യത്തിൽ കണ്ടു നല്ലപോലെ നിറഞ്ഞത്. ಆಮೇಲೆ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ ಪುಷ್ಟಿಯುಳ್ಳದ್ದು, നല്ല നിറവ്. 22 നല്ല പുഷ്ടി. ಇನ್ನೊಂದು ಕನಸೊಳಗೆ 7 ಒಳ್ಳೆ ಪುಷ್ಟಿಯುಳ್ಳ ದನೆಗಳು ಒಂದೇ ದಂಡಿನಲ್ಲಿ ಹುಟ್ಟಿ ಬಂದೆವು. മലയാളത്തിൽ അത് നിറവ്, നന്നായി ഫുൾഫിൽ, നിറഞ്ഞതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാനാണ് അടുത്ത 7 വർഷത്തെ പ്രതികൂലം. ಆದ್ದರಿಂದ ಈ ಪುಷ್ಟಿಯುಳ್ಳದ್ದು, ಲಕ್ಷಣವಾದದ್ದು, ಕೊಬ್ಬಿದ್ದುದನ್ನು ನಾಶಪಡಿಸಲುವೇ ಮುಂದಿನ 7 ವರ್ಷಗಳು ಬಂದದ್ದು. ഏറ്റവും നന്നായി മുൻപോട്ട് പോകുന്നതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ತುಂಬಾ ಒಳ್ಳೆಯದಾಗಿ ಮುಂದೆ ಹೋಗುವುದನ್ನು ನಾಶ ಮಾಡುವುದೇ ಸೈತಾನನ ಪದ್ಧತಿ. നല്ല പുഷ്ടിയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ അടുത്ത പദ്ധതി. ಒಳ್ಳೆ ಪುಷ್ಟಿಯಿಂದ ಮುಂದೆ ಹೋಗುವಾಗ ಅದನ್ನು ಸೋಲಿಸಬೇಕೆಂಬುದಾಗಿ ಸೈತಾನನ ಪದ್ಧತಿ. നല്ല നിറവിൽ മുൻപോട്ട് പോകുമ്പോൾ അതിനെ കുറയ്ക്കുക എന്നുള്ളതാണ്, നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ಒಳ್ಳೆ ಕೊಬ್ಬಿನಿಂದ, ಪುಷ್ಟಿಯಿಂದ ಮುಂದೆ ಹೋಗುವಾಗ ಅದನ್ನು ನಾಶ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಇರುವುದೇ ಸೈತಾನನ ಪದ್ಧತಿ. നല്ല ദൈവികമായ ബലത്തോടെ, ആരോഗ്യത്തോടെ മുൻപോട്ട് പോകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് പിശാചിന്റെ അടുത്ത പദ്ധതി. ಒಳ್ಳೆ ದೈವಿಕ ಬಲದಿಂದಲೂ ಆತ್ಮದಿಂದಲೂ ಮುಂದೆ ಹೋಗುವಾಗ ಅದನ್ನು ನಾಶ ಮಾಡಬೇಕೆಂಬುದೇ ಸೈತಾನನ ಪದ್ಧತಿ. ചിലരുടെ ആരോഗ്യത്തെ പിശാച് നശിപ്പിക്കും. ಕೆಲವರ ಆರೋಗ್ಯವನ್ನು ಸೈತಾನನು ನಾಶ ಮಾಡುತ್ತಾನೆ. ചിലർക്ക് പഠിക്കാനുള്ള കഴിവ് പിശാച് നശിപ്പിക്കും. ಕೆಲವರಿಗೆ ಓದಲಿಕ್ಕೆ ಇರುವ ಆ ಗುಣವನ್ನು ಸೈತಾನನು ನಾಶ ಮಾಡುತ್ತಾನೆ. നല്ല സ്വഭാവങ്ങളെ ദൈവം പിശാച് നശിപ്പിക്കും. ಒಳ್ಳೆ ಸ್ವಭಾವವನ್ನು ಸೈತಾನನು ನಾಶ ಮಾಡುತ್ತಾನೆ. നല്ല നല്ല കാര്യങ്ങൾ നശിപ്പിക്കുന്നതാണ് പിശാചിന്റെ പ്രവൃത്തി. ಒಳ್ಳೆ ಒಳ್ಳೆ ಕೆಲಸವನ್ನು ನಾಶ ಮಾಡುವುದೇ ಸೈತಾನನ ಪದ್ಧತಿ. സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കും. ಸಮಾಧಾನವನ್ನು, ಸಂತೋಷವನ್ನು ಹಾಳು ಮಾಡುತ್ತಾನೆ. ആ 7 വർഷത്തെ വലിയ സമൃദ്ധി, ഒന്നിനും കുറവില്ലാത്ത സമൃദ്ധിയുടെ അനുഭവത്തെ നശിപ്പിക്കാനാണ് അടുത്ത 7 വർഷം. ಆ 7 ವರ್ಷ ಒಳ್ಳೆಯದಾಗಿ ಬಂದ ಸಮೃದ್ಧಿಯನ್ನು ಏನಕ್ಕೂ ಯೂಸ್ ಇಲ್ಲದ ನಾಶವಾಗ ಪಡಿಸಬೇಕೆಂಬುದೇ ಸೈತಾನನ ಪದ್ಧತಿ. യോസേഫ് പറഞ്ഞു ഇതിന് പരിഹാരമുണ്ട്. ಆದ್ರೆ ಯೋಸೇಫನು ಹೇಳುತ್ತಾನೆ, ಇದಕ್ಕೆ ಒಂದು ಪರಿಹಾರ ಉಂಟು. അത് നശിപ്പിക്കത്തില്ല. ಅದು ನಾಶವಾಗಿ ಹೋಗೋದಿಲ್ಲ. അത് നശിപ്പിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ಅದು ನಾಶವಾಗಿ ಹೋಗದೆ ಇರಲಿಕ್ಕೆ ಒಂದೇ ಒಂದು ಪರಿಹಾರ. ദൈവാത്മാവുള്ളവനിലൂടെ മാത്രമേ അതിന്റെ പരിഹാരം ಅದು വെളിപ്പെടൂ. ದೇವರಾತ್ಮ ಇರುವವನೊಬ್ಬನಿಂದಲೇ ಅದು ಪರಿಹಾರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. അവൻ പറഞ്ഞു നല്ല സമൃദ്ധിയുടെ സമയത്ത് ಒಳ್ಳೆ ಸಮೃದ್ಧಿ ಇರುವ ಸಮಯದಲ್ಲಿ മുഴുവൻ അടിച്ചു തീർക്കരുതെന്ന്. ಪೂರ್ತಿಯಾಗಿ ಅದನ್ನು ಮುಗಿಸಬಾರದು. മൊത്തം അങ്ങ് തിന്ന് തീർക്കരുത്. ಪೂರ್ತಿಯನ್ನು ಅದನ್ನು ತಿಂದು ಮುಗಿಸಬಾರದು. കുറച്ച് ശേഖരിച്ചു വെക്കണം. ಸ್ವಲ್ಪ ಶೇಖರಣೆ ಮಾಡಿ ಇಡಬೇಕು. ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും ഉള്ളവരുടെ പ്രത്യേകത ഞാൻ പറയാം. ದೇವರ ಜ್ಞಾನವು ವಿವೇಕವು ಇರುವವರ ಪ್ರತ್ಯೇಕತೆಯನ್ನು ನಾನು ಹೇಳುತ್ತೇನೆ. 10,000 കിട്ടിയാൽ ഒറ്റ ആഴ്ച കൊണ്ട് അടിച്ചു പൊളിച്ച് തീർക്കും. 10,000 ಸಿಕ್ಕಿದರೆ ಒಂದೇ ವಾರದಲ್ಲಿ ವೇಸ್ಟ್ ಮಾಡ್ತಾರೆ. 10 രൂപ പോലും ഇല്ലാതിരിക്കുമ്പോൾ പട്ടിണിയും കിടക്കും. 10 ರೂಪಾಯಿ ಇಲ್ಲದೆ ಇರುವಾಗ ಹಸಿವೆಯಲ್ಲಿ ಇರ್ತಾರೆ. ഇതല്ല ജ്ഞാനവും വിവേകവും ഉള്ളവന്റെ വെളിപ്പാടെന്ന് പറയുന്നത്. ಇದೆಲ್ಲ ಜ್ಞಾನವು ವಿವೇಕವಿರುವವನ ಪ್ರಕಟಣೆ.
10,000 കിട്ടുമ്പോൾ അതിന്റെ 1000 എടുത്ത് മാറ്റി വെക്കും. 10,000 ಸಿಗುವಾಗ ಅದರ 1,000ವನ್ನು ತೆಗೆದು ಆತನು ಸೇವ್ ಮಾಡ್ತಾನೆ. എന്നിട്ട് ബാക്കിയെ ഉപയോഗിക്കും. ಅದರ ಬಾಕಿಯನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ. അങ്ങനെ പലതവണ 10,000 കിട്ടുമ്പോൾ അതിനകത്തുനിന്നെല്ലാം കുറേശ്ശെ കളക്ട് ചെയ്ത് വെക്കും. ಅದೇ ರೀತಿಯಲ್ಲಿ ಅನೇಕ ಬಾರಿ 10,000 ಸಿಗುವಾಗ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಶೇಖರಣೆ ಮಾಡಿ ಇಡುತ್ತಾನೆ. ഞെരുക്കം വരുമ്പോൾ ആ മാറ്റി വെച്ചതെടുത്ത് കഴിക്കും. ಸಂಕಷ್ಟ ಬರುವಾಗ ಆತನು ಸೇವ್ ಮಾಡಿದನ್ನು ತೆಗೆದುಕೊಂಡು ಆತನು ಜೀವಿಸುತ್ತಾನೆ. വേൾഡിൽ ക്രിസ്ത്യൻസ് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന, പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ಈ ಲೋಕದಲ್ಲಿ ಕ್ರೈಸ್ತರು ಸಂಪತ್ತನ್ನು ವರ್ಧಿಸುವುದು, ಕಷ್ಟಗಳನ್ನು ಎದುರಿಸಕ್ಕೆ ಇರುವ ಒಂದು ಫಾರ್ಮುಲಾ ಇದೆ. 60, 20, 20. 60, 20, 20. 100 രൂപ കിട്ടിയാൽ 60 ചെലവാക്കും. 100 ರೂಪಾಯಿ ಸಿಗುವಾಗ 60 ಖರ್ಚು ಮಾಡ್ತಾರೆ. 20 രൂപ ദൈവത്തിന് കൊടുക്കും. 20 ರೂಪಾಯಿ ದೇವರಿಗೆ ಕೊಡ್ತಾರೆ. 20 രൂപ ഡിപ്പോസിറ്റ് ചെയ്യും. 20 ರೂಪಾಯಿ ಡಿಪಾಸಿಟ್ ಮಾಡ್ತಾರೆ. മറ്റൊരു കണക്കുള്ളത്, ಇನ್ನೊಂದು ಇದೇ ರೀತಿಯಲ್ಲಿ ಒಂದು ಫಾರ್ಮುಲಾ ಇದೆ. 40, 30, 30. 40, 30, 30. അത് വീട്ടിലെ സാഹചര്യം അനുസരിച്ച്, ಅದು ಮನೆಯ ಕಾರ್ಯಗಳು ಹೇಗೆ ಇದೆ ಆ ರೀತಿಯಲ್ಲಿ ಇರುತ್ತದೆ. 8-10 മക്കളുണ്ടെങ്കിൽ നടക്കത്തില്ല. 8-10 ಮಕ್ಕಳಿದ್ದರೆ ಇದೆಲ್ಲ ನಡೆಯಲ್ಲ. അവിടെ 80 ചെലവാക്കിയേ പറ്റൂ. ಅಲ್ಲಿ 80 ಖರ್ಚು ಮಾಡಬೇಕಾಗುತ್ತದೆ. വീട്ടിൽ ആള് കുറവാണെങ്കിൽ, ಮನೆಯಲ್ಲಿ ಮಕ್ಕಳು ಕಡಿಮೆ ಇದ್ದರೆ 40 രൂപ ചെലവാക്കും. 40 ರೂಪಾಯಿ ಖರ್ಚು ಮಾಡ್ತೀವಿ. 30 രൂപ ദൈവവേലയ്ക്ക് ചെലവാക്കും. 30 ರೂಪಾಯಿ ದೇವರ ಸೇವೆಗೆ ಖರ್ಚು ಮಾಡ್ತೀವಿ. ബാക്കി 30 രൂപ ഡിപ്പോസിറ്റ് ചെയ്യും. ಮಿಕ್ಕಿದ 30 ರೂಪಾಯಿ ಡಿಪಾಸಿಟ್ ಮಾಡ್ತೀವಿ. അക്കൗണ്ടിൽ ഡിപ്പോസിറ്റിന്റെ ബാലൻസ് കിടക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് അറിയരുത്. ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. ನಿಮ್ಮ ಅಕೌಂಟಿನಲ್ಲಿ ಫಿಕ್ಸ್ಡ್ ಡಿಪಾಸಿಟ್ ಮಾಡಿರೋರು ಎಷ್ಟು ಜನ ಇಲ್ಲಿದ್ದೀರಾ? സകലരും കടത്തിലാണ്. സകലരും കടത്തിലാണ്. ಎಲ್ಲರೂ ಸಾಲದಲ್ಲಿದ್ದೀರಾ. അടുത്ത 7 വർഷം ഇവരെ തിന്നു. ಮುಂದೆ ಬರುವ 7 ವರ್ಷ ನಿಮ್ಮನ್ನು ತಿನ್ನುತ್ತದೆ. അപ്പൊ ജ്ഞാനവും വിവേകമുള്ള ആരുമില്ലേ? ಆದರೆ ಜ್ಞಾನವು ವಿವೇಕವಿಲ್ಲದೆ ಇರುವವರು ಯಾರು ಇಲ್ವಾ ಇಲ್ಲಿ? ജ്ഞാനവും വിവേകമുള്ളവന്റെ പ്രത്യേകത, ಜ್ಞಾನವು ವಿವೇಕ ಇರುವವನ ಪ್ರತ್ಯೇಕತೆ, അവർ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കും. ಅವನು ಇರುವೆಯನ್ನು ನೋಡಿ ಬುದ್ಧಿ ಕಲಿಯುತ್ತಾನೆ. വേനൽക്കാലത്ത് അവർ ശേഖരിച്ചു വെക്കും. ಅವರು ಬಿಸಿಲುಗಾಲದಲ್ಲಿ ಅವರು ಶೇಖರಣೆ ಮಾಡಿ ಇಡುತ್ತದೆ. മഴക്കാലത്ത് ഞെരുക്കമുള്ള സമയത്ത് അകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ಮಳೆಗಾಲದಲ್ಲಿ ಸಂಕಷ್ಟ ಇರುವ ಸಮಯದಲ್ಲಿ ಅವರು ಮನೆಯಲ್ಲಿ ಕೂತ್ಕೊಂಡು ತಿಂತಾರೆ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ಎಷ್ಟು ನನಗೆ ಅರ್ಥ ಆಗ್ತಿದೆ? കിട്ടുന്നതെല്ലാം തിന്നു തീർക്കരുത്. ಸಿಕ್ಕುವುದೆಲ್ಲವನ್ನು ಖರ್ಚು ಮಾಡಬಾರದು. ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുക. ದೇವರಿಗೆ ಕೊಡಬೇಕಾದದ್ದು ದೇವರಿಗೆ ಕೊಡಿ. ബാക്കി ഒരു അല്പം പോസ്റ്റ് ഓഫീസിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. ಮಿಕ್ಕಿರುವುದು ಸ್ವಲ್ಪ ದುಡ್ಡು ನೀವು ಡಿಪಾಸಿಟ್ ಮಾಡಿ. 5 വർഷം കഴിയുമ്പോൾ ലക്ഷങ്ങളാണ് തിരിച്ചു വരുന്നത്. 5-10 ವರ್ಷ ಆದ ಮೇಲೆ ಲಕ್ಷ ರೂಪಾಯಿಗಳು ವಾಪಸ್ ಬರುತ್ತದೆ. കുഞ്ഞുങ്ങളുടെ പേരിൽ ഒരു മാസം 500 ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്താൽ മതി. ನಿಮ್ಮ ಮಗುಗಳ ಹೆಸರಿನಲ್ಲಿ ಒಂದು ತಿಂಗಳು 500 ರೂಪಾಯಿ ಎಲ್ಲ ನೀವು ಡಿಪಾಸಿಟ್ ಮಾಡಿ. 1000 ഒക്കെ ഒരു മാസം ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. 1000, 5,000 ಎಲ್ಲ ಒಂದು ತಿಂಗಳು ಡಿಪಾಸಿಟ್ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇರುವವರು ಉಂಟು. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ലോൺ എടുക്കാൻ പോകണ്ട. ಆ ಮಕ್ಕಳು ಬೆಳೆದು ಬರುವಾಗ ನೀವು ಲೋನ್ ತೆಗೆದುಕೊಳ್ಳಲು ಹೋಗೋ ಅವಶ್ಯಕತೆ ಬರೋದಿಲ್ಲ. ഡോക്ടറേറ്റിനൊക്കെ എഞ്ചിനീയർസിനൊക്കെ പഠിപ്പിക്കാനായിട്ട് വിടുന്ന സമയത്ത് ലോൺ എടുക്കാൻ ഓടണ്ട. ಆ ಮಕ್ಕಳನ್ನು ಡಾಕ್ಟರ್ ಮಾಡಲಿಕ್ಕೆ ಇಲ್ಲ ಇಂಜಿನಿಯರ್ ಮಾಡಲಿಕ್ಕೆ ಹೋಗುವ ಸಮಯದಲ್ಲಿ ನೀನು ಲೋನ್ ತೆಗೆದುಕೊಳ್ಳಲು ಹೋಗಲಿಕ್ಕೆ ಅವಶ್ಯಕತೆ ಬರೋದಿಲ್ಲ. അവിടുന്ന് വിടുന്ന ബ്ലേഡിനൊന്നും പൈസ എടുക്കണ്ട. ಫೈನಾನ್ಸ್ಗಳಲ್ಲಿ ಹೋಗಿ ನೀವು ದುಡ್ಡು ಪಡೆಯುವ ಅವಶ್ಯಕತೆ ಬರೋದಿಲ್ಲ. ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ലക്ഷണം, ಜ್ಞಾನದ ವಿವೇಕದ ಲಕ್ಷಣ, ദൈവം നമുക്ക് തരുന്ന സമയത്ത് അതിന്റെ ഒരു ഭാഗം നാം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കും. ದೇವರು ನಮಗೆ ಕೊಡುವ ಸಮಯದಲ್ಲಿ ಅದರ ಒಂದು ಭಾಗ ನಾವು ಡಿಪಾಸಿಟ್ ಮಾಡ್ತೀವಿ. ബുദ്ധിയുള്ള കന്യകമാരുടെ പ്രത്യേകത, ಬುದ್ಧಿ ಇರುವ ಕನ್ನಿಕೆಯರ ಪ್ರತ್ಯೇಕತೆ. വിളക്ക് കത്തുന്നുണ്ട്, വിളക്കിനകത്ത് എണ്ണയുണ്ട്. ದೀಪ ಹತ್ತುತ್ತಿದೆ, ದೀಪದ ಒಳಗಡೆ ಎಣ್ಣೆ ಇದೆ. എക്സ്ട്രാ പാത്രത്തിൽ എണ്ണ ഡിപ്പോസിറ്റ്. ಬೇರೆ ಒಂದು ಪಾತ್ರೆಯಲ್ಲಿ ಎಣ್ಣೆಯನ್ನು ಡಿಪಾಸಿಟ್ ಮಾಡ್ತಾರೆ. ദൈവ മക്കൾ പെന്തിക്കോസ്തുകാർ വിവരമില്ലാത്തവരായി പോകരുത്. ದೇವರ ಮಕ್ಕಳು ಪೆಂತೆಕೋಸ್ತಿನಲ್ಲಿ ಇರುವವರು ಬುದ್ಧಿ ಇಲ್ಲದವರಾಗಿರಬಾರದು. നാട്ടുകാർ ദൈവമില്ലാത്തവർ, ദൈവാത്മാവില്ലാത്തവരെല്ലാം പട്ടിണി കിടക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന നാം അകത്ത് കഴിച്ചുകൊണ്ടിരിക്കണം. ಊರಲ್ಲಿ ಇರುವವರು, ದೇವರಿಲ್ಲದವರು ಕಷ್ಟದಲ್ಲಿರುವಾಗಲೂ ದೇವರನ್ನು ಆರಾಧಿಸುವವರು ಊಟ ಮಾಡುತ್ತಾ ಸಮೃದ್ಧಿಯಲ್ಲಿರಬೇಕು. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ಅರ್ಥ ಆಗ್ತಿದೆ? കൊറോണ വന്നപ്പോൾ എല്ലാവരും ഗവൺമെന്റിനെ നമ്പി. ಕೊರೋನಾ ಬಂದಾಗ ಎಲ್ಲರೂ ಸರ್ಕಾರವನ್ನು ನಂಬಿದರು. 5 പൈസ വരുമാനമില്ല, 5 ರೂಪಾಯಿ ಕೂಡ ನಮಗೆ ದುಡಿಮೆ ಇಲ್ಲ, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനില്ല, ನಮಗೆ ಆಹಾರ ತಿನ್ನಲಿಕ್ಕೆ ಇಲ್ಲ. പക്ഷെ ജ്ഞാനവും വിവേകമുള്ളവർ നന്നായിട്ട് ഫുഡ് കഴിച്ചു. ಆದ್ರೆ ಜ್ಞಾನವು ವಿವೇಕ ಇರುವವರು ಚೆನ್ನಾಗಿ ಊಟ ಮಾಡಿದರು. അവർ കൊറോണയ്ക്ക് മുമ്പ് തന്നെ കരുതി വെച്ചിരുന്നു. ಅವರು ಕೊರೋನಾಗಿಂತಲೂ ಮುಂಚೆಯೇ ಶೇಖರಣೆ ಮಾಡಿ ಇಟ್ಟಿದ್ದರು. അക്കൗണ്ടിൽ നിന്ന് കുറേശ്ശെ എടുത്ത് അവർ എന്നെ കഴിച്ചുകൊണ്ടിരുന്നു. ಅವರ ಅಕೌಂಟಿನ ಸ್ವಲ್ಪ ದುಡ್ಡು ತೆಗೆದುಕೊಂಡು ಅವರು ಊಟ ಮಾಡ್ತಿದ್ರು. തലകുലുക്കിയാൽ പോലെ ഡിപ്പോസിറ്റ് ചെയ്യണം. ನೀವು ತಲೆ ಅಲ್ಲಾಡಿಸಿ ಮಾತ್ರ ತೋರಿಸಿದರೆ ಸಾಲದು, ನೀವು ಡಿಪಾಸಿಟ್ ಮಾಡಲೇಬೇಕು. അടുത്തിരിക്കുന്ന ആളിനോട് പറ, വെറുതെ തലകുലിക്കേണ്ട കാര്യമില്ല, ഡിപ്പോസിറ്റ് തന്നെ ചെയ്യണമെന്ന് പറ. ಅಕ್ಕಪಕ್ಕದಿರುವವರಿಗೆ ಹೇಳಿ, ತಲೆ ಅಲ್ಲಾಡಿಸಬೇಡ, ಡಿಪಾಸಿಟ್ ಕೂಡ ಮಾಡು.
കുഞ്ഞുങ്ങളുടെ പേരിൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ನಿಮ್ಮ ಮಕ್ಕಳ ಹೆಸರಿನಲ್ಲಿ ನೀವು ಡಿಪಾಸಿಟ್ അവരുടെ ಮಾಡಬೇಕು. നാളെയ ഭാവിയെ കരുതി ഡെപ്പോസിറ്റ് ചെയ്യണം. ಅವರ ಭವಿಷ್ಯವನ್ನು ನೋಡಿ ನೀವು ಡಿಪಾಸಿಟ್ ಮಾಡಬೇಕು. ഈ മെസ്സേജ് ദൈവാത്മാവിൽ പ്രേരിതനായി ഞാൻ ഇവിടെ എടുക്കാനുള്ള കാരണം കൂടെ പറയാം. ಈ ಸಂದೇಶವನ್ನು ದೇವರಾತ್ಮ ಪ್ರೇರಿತನಾಗಿ ನಾನು ಇಲ್ಲಿ ತೆಗೆಯಲು ಕಾರಣ ಉಂಟು. രാജ്യങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഒരു വലിയ ക്ഷാമത്തിലേക്ക് ലോകമെമ്പാടും നീങ്ങാൻ പോകുക. ರಾಜ್ಯಗಳು ಯಾವತ್ತು ಎದುರಿಸದೆ ಇರುವ ಒಂದು ದೊಡ್ಡ ಸಂಕಷ್ಟವನ್ನು ಈ ಲೋಕವು ನೋಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. പ്രത്യേകിച്ച് ഫുഡുമായി ബന്ധപ്പെട്ട് വലിയ ക്ഷാമത്തിലേക്ക് രാജ്യങ്ങൾ മുൻപോട്ട് പോകുകയാണ്. ಪ್ರತ್ಯೇಕವಾಗಿ ಆಹಾರದ ನಿಮಿತ್ತವಾಗಿರುವ ಒಂದು ದೊಡ್ಡ ಕ್ಷಾಮವನ್ನು ಈ ಮುಂದೆ ಈ ಲೋಕವು ನೋಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. ഞാനടക്കം എൻ്റെ സിസ്റ്റർ എൻ്റെ ബ്രദറിലും അടക്കം മറ്റ് പല ദൈവദാസന്മാരും ഇതിന്റെ മുൻകൂട്ടി ദൈവത്തിന്റെ ആലോചന കേട്ട് കഴിഞ്ഞു. ನಾನು ನನ್ನ ಬಾಮೈದನು ಅದೇ ರೀತಿಯಲ್ಲಿ ಅನೇಕ ದೇವದಾಸರು ಈ ರೀತಿಯಾಗಿ ಇರುವ ಒಂದು ಪ್ರಕಟಣೆಯನ್ನು ನೋಡಿದ್ದೇವೆ. ഫുഡിന് വലിയ ക്ഷാമം വരാൻ പോകുന്നു എന്നുള്ളത്. ಆಹಾರದ ಕ್ಷಾಮವು ಈ ಭೂಲೋಕ ನೋಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. ആരുടെയും കയ്യിൽ തക്ക സമയത്ത് എടുക്കാൻ പണമില്ല. ಯಾರ ಹಸ್ತದಲ್ಲಿಯೂ ಹಣ ತೆಗೆದುಕೊಳ್ಳಲು ಆ ಸಮಯದಲ್ಲಿ ಇರೋದಿಲ್ಲ. പണമുള്ളവർക്ക് പോലും കൊടുത്തു വാങ്ങാൻ ധാന്യമില്ല. ಆಮೇಲೆ ಹಣ ಇರುವವರಿಗೂ ಕೂಡ ದುಡ್ಡು ಕೊಟ್ಟು ಖರೀದಿ ಮಾಡಲು ಧಾನ್ಯವಿರೋಲ್ಲ. ആ പേരിൽ തന്നെ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമെന്ന് ദൈവാത്മാ പറഞ്ഞിട്ടുണ്ട്. ಆ ಹೆಸರಿನಲ್ಲಿ ರಾಜ್ಯಗಳು ತಮ್ಮಲ್ಲಿ ಯುದ್ಧ ಮಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. രാജ്യങ്ങളിൽ കൊള്ളയടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവാത്മാ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ರಾಜ್ಯಗಳ ಮೇಲೆ ಕೊಳ್ಳೆಯನ್ನು ಮಾಡುತ್ತಾರೆ. ദൈവമക്കൾ വിവേകമുള്ളവരായി മാറണം. ದೇವರ ಮಕ್ಕಳು ವಿವೇಕಿಗಳಾಗಿ ಮಾರ್ಪಡಬೇಕು. ദൈവമക്കൾ ജ്ഞാനമുള്ളവരായി മാറണം. ದೇವ ಮಕ್ಕಳು ಜ್ಞಾನಿಗಳಾಗಿ ಮಾರ್ಪಡಬೇಕು. ദൈവത്തോട് പ്രാർത്ഥിക്കണം, പരിഹരിക്കാൻ കഴിയുന്ന അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. ದೇವರ ಆತ್ಮನಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ಪರಿಹಾರ ಮಾಡಲು ಸಾಧ್ಯವಾಗುವ ನಿನ್ನ ಆತ್ಮದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು ಎಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ഏത് സാഹചര്യത്തെയും ഓവർകം ചെയ്യാൻ കഴിയുന്ന അവിടുത്തെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. ಯಾವ ಸನ್ನಿವೇಶವನ್ನು ಎದುರಿಸಲಿಕ್ಕೆ ಇರುವ ನಿನ್ನ ಜ್ಞಾನದ ವಿವೇಕದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು ಎಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കും? ರಾತ್ರಿ ಈ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? എനിക്ക് യേശുവിനെ പോലെ മതി. ನನಗೆ ಯೇಸುವಿನ ಆದರೆ ಸಾಕು. സ്വർഗ്ഗ രാജാവിനെ പോലെ എനിക്ക് വേണ്ട. ಈ ಲೋಕದ ರಾಜರಾಗಿ ನನಗೆ ಬೇಡ. എന്താണ് ജ്ഞാനവും വിവേകവും എന്ന് പറയുന്നത്? ಏನು ಈ ಜ್ಞಾನ ವಿವೇಕವು ಎಂದರೆ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം ധർമ്മോപദേശ കാണ്ഡ 4-ನೇ ಅಧ್ಯಾಯ അതിന്റെ 1-2 വാക്യങ്ങൾ, ಅದರ 1-2ನೇ ವಾಕ್ಯ, അതിന്റെ 5-6 വാക്യങ്ങളും, ಅದರ 5-6ನೇ ವಾಕ್ಯಗಳು, 4-ന്റെ 1-2, 4-1-2. ಇಸ್ರಾಯೇಲರೇ ಕೇಳಿರಿ, ನೀವು ಬದುಕಿಕೊಂಡು ನಿಮ್ಮ ಪಿತೃಗಳ ದೇವರಾದ ಯೆಹೋವನು ನಿಮಗೆ ಕೊಡುವ ದೇಶವನ್ನು ಸೇರಿ ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳುವಂತೆ ನಾನು ಈಗ ಬೋಧಿಸುವ ಆಜ್ಞಾವಿಧಿಗಳನ್ನು ಗಮನಿಸಿ ಅನುಸರಿಸಬೇಕು. ನಿಮ್ಮ ದೇವರಾದ ಯೆಹೋವನು ಕೊಟ್ಟ ಆಜ್ಞೆಗಳನ್ನೇ ನಾನು ನಿಮಗೆ ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. ಈ ಮಾತುಗಳನ್ನು ನೀವು ಕೈಕೊಳ್ಳಬೇಕೇ ಹೊರತು ಅವುಗಳಿಗೆ ಏನು ಕೂಡಿಸಬಾರದು, ಅವುಗಳಿಂದ ಏನು ತೆಗೆದು ಬಿಡಬಾರದು. 5-6 ನೀವು ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳುವುದಕ್ಕೆ ಹೋಗುವ ದೇಶದಲ್ಲಿ ಅನುಸರಿಸಬೇಕಾದ ಆಜ್ಞಾವಿಧಿಗಳನ್ನು ನನ್ನ ದೇವರಾದ ಯೆಹೋವನು ನನಗೆ ಆಜ್ಞಾಪಿಸಿದಂತೆಯೇ ನಿಮಗೆ ಬೋಧಿಸುತ್ತೇನೆ. ಇವುಗಳನ್ನು ಕೈಕೊಂಡು ಅನುಸರಿಸಿರಿ. ಅನುಸರಿಸದೆ ಅನ್ಯ ಜನಗಳು ನಿಮ್ಮನ್ನು ಜ್ಞಾನಿಗಳಿಗೂ ವಿವೇಕಿಗಳಿಗೂ ಎಂದು ತಿಳಿಯುವರು. ആമേൻ. ಆಮೆನ್. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ನನಗೆ ಕಾರ್ಯ ಅರ್ಥ ಆಗ್ತಿದೆ. എന്താണ് ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ലക്ഷണം? ಏನು ಈ ಜ್ಞಾನದ ವಿವೇಕದ ಲಕ್ಷಣ? ദൈവത്തെ നമ്പും, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് മുൻപോട്ട് പോകും. ದೇವರನ್ನು ನಂಬುತ್ತೇವೆ, ದೇವರ ಕಟ್ಟಡಗಳನ್ನು ಪಾಲಿಸಿಕೊಂಡು ಮುಂದೆ ಹೋಗುತ್ತೇವೆ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ಒಂದು ನಿಮಿಷ ನಾವು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുമോ? ಒಂದು ನಿಮಿಷ ನಾವು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. അതിന്റെ ആവർത്തന പുസ്തകം 32-ാം അധ്യായം, ಧರ್ಮೋಪದೇಶ ಕಾಂಡ 32ನೇ ಅಧ್ಯಾಯ, അതിന്റെ 5-ാമത്തെ വാക്യം, ಅದರ 5ನೇ ವಾಕ್ಯ, 32:5. ಆದರೆ ಅವರು ದ್ರೋಹಿಗಳೇ, ಮಕ್ಕಳಿಲ್ಲ. ಇದು ಅವರ ದೋಷವು. ಅವರು ವಕ್ರಬುದ್ಧಿಯುಳ್ಳ ಮೂರ್ಖ ಜಾತಿಯವರು, ದುರಾಚರಿಗಳರ. മതി. അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, വഷളത്വം പ്രവർത്തിച്ചു. അവർ ദൈവത്തിന്റെ മക്കളല്ല. ಅವರು ದೇವರ ವಿರೋಧವಾಗಿ ದೇವರ ಮಾತನ್ನು ಕೇಳಾದೆ ಅವರು ಅನುಸರಣೆ ಕೇಡನ್ನು ತೋರಿಸಿದರು. ಅವರು ದೇವರ ಮಕ್ಕಳಲ್ಲ. ವಕ್ರಗತಿ ಅವರು ವಕ್ರತೆಯನ್ನು ತೋರಿಸಿದ್ದಾರೆ. അവരവരുടെ സ്വന്തം ഇഷ്ടത്തിൽ മുന്നോട്ട് പോകുക. ಅವರು ತಮ್ಮ ಸ್ವಂತ ಇಷ್ಟದಲ್ಲಿ ಮುಂದೆ ಹೋಗುತ್ತಿದ್ದಾರೆ. അവർ ವಕ್ರಗതിയുള്ളവർ, വളഞ്ഞ വഴിയുള്ളവരാണ്. ಅವರು ಮೂರ್ಖ ಜಾತಿಯವರಾಗಿದ್ದಾರೆ. ദൈവം പറയും അവരെന്റെ മക്കളല്ല. ದೇವರು ಹೇಳುತ್ತಿದ್ದಾರೆ ಅವರು ನನ್ನ ಮಕ್ಕಳಲ್ಲ. സങ്കീർത്തനം 49:12. ಕೀರ್ತನೆ 49:12. മനുഷ്യൻ ദൈവത്തിന്റെ ബഹുമാനത്തിൽ നിൽക്കുകയില്ല. ಮನುಷ್ಯನು ಎಷ್ಟು ಘನವಾದ ಪದವಿಯಲ್ಲಿ ಇದ್ದರೂ അവർ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ಪಶುಗಳಂತೆಯೇ ಇಲ್ಲವಾಗುತ್ತಾರೆ. അതാരുടെ ഗതി? ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാണ്. ಅದು ಯಾರ ಗತಿ? ಅದು ಸ್ವಯಂ ಆಶ್ರಯಿಸುವವರ ಗತಿಯಾಗಿದೆ.
ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇനി ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കത്തില്ല. ದೇವರ ಆತ್ಮದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ಇನ್ನು ಮುಂದೆ ನಾನು ನನ್ನನ್ನು ಆಧಾರ ಮಾಡಿಕೊಳ್ಳೋದಿಲ್ಲ. എന്റെ കഴിവിലോ എന്റെ അറിവിലോ എന്റെ ബലത്തിലോ ഞാൻ ആശ്രയിക്കുകയില്ല. ನನ್ನ ಸಬ್ಬೂತಿಯಲ್ಲಿಯೂ ನನ್ನ ಕೌಶಲ್ಯಗಳಲ್ಲಿಯೂ ನನ್ನ ಅರಿವಿನಲ್ಲಿಯೂ ನಾನು ಆಶ್ರಯಿಸುವುದಿಲ್ಲ. ഒരു ശിശുവിനെ പോലെ പൂർണ്ണമായി ഞാൻ അങ്ങേ നമ്പി ജീവിക്കാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. ಒಂದು ಮಗುವಿನ ಹಾಗೆ ನಾನು ಪರಿಪೂರ್ಣವಾಗಿ ನಾನು ನಿನ್ನನ್ನು ನಂಬಿ ಜೀವಿಸುತ್ತೇನೆ ಎಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. മന്ത്രവാദികളെ വെല്ലുന്ന ഒരു അഭിഷേകം എനിക്ക് വേണം. ಮಾಟ ಮಂತ್ರವಾದಿಗಳನ್ನು ಎದುರಿಸಲಿಕ್ಕಿರುವ ಒಂದು ಅಭಿಷೇಕ ನನ್ನ ಮೇಲೆ ಬೇಕು. ദൈവപുത്രന്റെ മേൽ വ്യാപരിച്ച അതേ അഭിഷേകം എന്റെ മേൽ വേണം. ದೇವಪುತ್ರನ ಮೇಲೆ ಇದ್ದ ಆ ಅಭಿಷೇಕವೇ ನನ್ನ ಮೇಲೂ ಇಂದು ಬೇಕು. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചതല്ല ദൈവപുത്രൻ. ಸಬ್ಬೂತಿಯಲ್ಲಿ ಆಧಾರ ಮಾಡಿಕೊಂಡು ಜೀವನ ಮಾಡಿದವನಲ್ಲ ದೇವರ ಪುತ್ರನು. യെശയ്യാവ് 11:2 നമ്മൾ വായിച്ചു. ಯೆಶಾಯ 11:2 ನಾವು ಈ ತರ ಓದಿದೆವು. യേശുവിനെ കുറിച്ചുള്ള പ്രവചന വാക്യത്തിൽ നമ്മൾ വായിച്ചു. ಯೇಸುವಿನ ಕುರಿತು ಇರುವ ಪ್ರವಾದನೆ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಓದಿದೆವು. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ಅವನ ಮೇಲೆ ಯೆಹೋವನ ಆತ್ಮವು ವಸಿಸುತ್ತದೆ. ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ പകരും. ಜ್ಞಾನದ ವಿವೇಕದ ಆತ್ಮವನ್ನು ನಾನು ಅವನ ಮೇಲೆ ಕೊಡುತ್ತೇನೆ. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജ്ഞാനം വിവേകവും പ്രാപിച്ച യേശു പറഞ്ഞു, ഞാൻ സ്വയമായിട്ട് ഇനി ഒന്നും പറയത്തില്ല, ചെയ്യത്തില്ല. ಆ ರೀತಿಯಲ್ಲಿ ದೇವರ ಜ್ಞಾನವು ವಿವೇಕವನ್ನು ಹೊಂದಿಕೊಂಡ ಯೇಸು ಸ್ವಾಮಿ ಹೇಳುತ್ತಾನೆ, ನಾನು ಸ್ವಯ ಇಷ್ಟದಿಂದ ಏನು ಮಾಡುವುದಿಲ್ಲ, ಕಾರ್ಯ ಮಾಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. രാത്രി കണ്ണുകളെ അടയ്ക്ക ദൈവത്തോട് പ്രാർത്ഥിക്കുക. ಇಂದು ರಾತ್ರಿ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഞാൻ ഇനി ലോകത്തിന്റെ ആത്മാവിൽ ലോകത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ನಾನು ಇನ್ನು ಮುಂದೆ ಈ ಲೋಕದ ಜ್ಞಾನದಲ್ಲಿಯೂ ವಿವೇಕದಲ್ಲಿಯೂ ನಾನು ಆಧಾರ ಪಡುವುದಿಲ್ಲ. എന്നെ നിറയ്ക്കണം അവിടുത്തെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും. ನಿನ್ನ ಆತ್ಮದಿಂದಲೂ ಜ್ಞಾನದಿಂದಲೂ ನನ್ನನ್ನು ತುಂಬಿಸು. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കുക? ಎಷ್ಟು ಜನರು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೀರಾ? ടോട്ടലി നമ്മുടെ മേൽ ഒരു വിടുതൽ നടക്കട്ടെ. ನಿಮ್ಮ ಮೇಲೆ ಪರಿಪೂರ್ಣವಾದ ಒಂದು ಬಿಡುಗಡೆ ನಡೆಯುತ್ತಿದೆ. ആശ്രയിക്കെന്ന് പറഞ്ഞ് വരുന്ന നമ്മുടെ മേൽ കുത്തി നിറച്ച നിറവിനോട്, ആ അറിവിനോട് പറ മാറി നിൽക്കാൻ. ಆಮೇಲೆ ನಾವು ಇಷ್ಟು ದಿವಸವೂ ಆಧಾರ ಮಾಡಿಕೊಂಡದ್ದು ಆಶ್ರಯಿಸಿಕೊಂಡಿದ್ದ ಬುದ್ಧಿಗೆ ನಾವು ಹೇಳೋಣ, ನನ್ನಿಂದ ಸೊಬ್ಬುದ್ಧಿಯೇ, ಆಮೇಲೆ ಸೊಬ್ಬುದ್ಧಿಯೇ ನನ್ನಿಂದ ಆಚೆ ಹೋಗು. പത്രോസ് പറഞ്ഞു, എനിക്കറിയാം വല വീശാൻ. ಆಮೇಲೆ ಪೇತ್ರನು ಹೇಳುತ್ತಾನೆ, ಬಲೆ ಬೀಸಲು ನನಗೆ ಗೊತ್ತು, എനിക്ക് മുൻ എക്സ്പീരിയൻസ് ഉണ്ട്, ನನಗೆ ಅನುಭವ ಉಂಟು ಬಲೆ ಬೀಸುವುದು. പക്ഷെ നേരം വെളുക്കുന്നവരെ അധ്വാനിച്ച് ഒന്നും അവന് ലഭിച്ചില്ല. ಆದ್ರೆ ಅಗಲಾಗುವವರೆಗೂ ನಾನು ಕಷ್ಟಪಟ್ಟರು ನನಗೆ ಯಾವ ಮೀನು ದೊರಕಿಲ್ಲ. അവന് മനസ്സിലായി ഇത് വലിയ ಪಾಪമാണ്. ಅವನಿಗೆ ಗೊತ್ತಾಯ್ತು ಇದು ಮಹಾ ಪಾಪವಾಗಿದೆ. അവൻ മാനസാന്തരപ്പെട്ടു. ಅವನು ಮಾನಸಾಂತರ ಹೊಂದಿದನು. നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം, ನಿನ್ನ ಮಾತಿಗೆ ನಾನು ಬಲೆಯನ್ನು ಹಾಕುತ್ತೇನೆ, വാക്ക് പോലെ ഞാൻ ചെയ്തു കൊള്ളാം. ನಿನ್ನ ಮಾತಿಗೆ ಅನುಸಾರವಾಗಿ ನಾನು അവൻ ಮಾಡುತ್ತೇನೆ. അങ്ങനെ ചെയ്ത ആ നിമിഷം അവന്റെ വല നിറഞ്ഞു, അവന്റെ പടകം നിറഞ്ഞു. ಅವನು ದೇವರ ಮಾತಿಗೆ ಕಿವಿಗೊಟ್ಟಾಗ ಅವನ ಬಲೆ ತುಂಬಿತು, ಅವನ ದೋಣಿಯು ತುಂಬಿತು. ചെറിയ ചെറിയ പടകളൊക്കെ മീൻ കൊടുക്കത്തക്ക വിധത്തിൽ അവന്റെ പടകിന് ദൈവം നിറച്ചു. ಚಿಕ್ಕ ಚಿಕ್ಕ ಮೀನುಗಳಿಂದ ಆ ದೋಣಿಯು ತುಂಬುವ ಹಾಗೆ, ಬೇರೆ ದೋಣಿಗಳನ್ನು ತುಂಬಿಸುವ ಹಾಗೆ ದೇವರು ಅವನ ದೋಣಿಯನ್ನು ತುಂಬಿದನು. നിന്നെ പലർക്കും ഒരു സഹായകമാക്കി മാക്കാൻ ദൈവം തീരുമാനിക്കുന്നു. ನಿನ್ನನ್ನು ಅನೇಕರಿಗೆ ಸಹಾಯ ಮಾಡಲು ದೇವರು ನಿನ್ನ ಉಪಯೋಗಿಸುತ್ತಿದ್ದಾನೆ. നിന്നിലൂടെ പലരും നന്മ അനുഭവിക്കാനുണ്ട്. ನೀ ನಿಮಿತ್ತವಾಗಿ ಅನೇಕರು ಆಶೀರ್ವಾದವನ್ನು ಹೊಂದುತ್ತಾರೆ. നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് ഇന്ന് രാത്രി സമ്മതിച്ചാൽ, ಇಂದು ರಾತ್ರಿಯಲ್ಲಿ ದೇವರೇ ನಿನ್ನ ನಾಮದಲ್ಲಿ ನಿನ್ನ ಮಾತಿಗೆ ಕಿವಿಗೊಟ್ಟು ನಾನು ಬಲೆ ಹಾಕುತ್ತೇನೆ ಎಂದು ಒಪ್ಪಿದರೆ, നീ പറയുന്നത് പോലെ മാത്രം ഞാൻ ജീവിച്ചു കൊള്ളാം, ചെയ്തു കൊള്ളാമെന്ന് ഇന്ന് രാത്രി ആര് പറയുന്നുവോ, ನೀನು ಹೇಳುವ ಹಾಗೆ ಮಾತ್ರ ನಾನು ಜೀವಿಸುತ್ತೇನೆ, ನಂಬುತ್ತೇನೆ ಎಂದು ಯಾರು ಈ ರಾತ್ರಿ ಪ್ರಾರ್ಥಿಸುತ್ತೀರಾ? അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ ശൂന്യതകളെയും ദൈവാത്മ പരിഹരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ಅವರ ಜೀವಿತದಲ್ಲಿರುವ ಎಲ್ಲ ಸೋಲುವನ್ನು ದೇವರು ಪರಿಹಾರ ಮಾಡಲು ಈ ರಾತ್ರಿ ಹೋಗುತ್ತಿದ್ದಾನೆ. എല്ലാ നഷ്ടങ്ങളെയും ഇന്ന് രാത്രി പരിഹരിക്കാൻ ദൈവം തയ്യാറായി ನಿಮ್ಮ നിൽക്കുന്നു. ಎಲ್ಲ ನಷ್ಟಗಳನ್ನು ದೇವರು ಪರಿಹಾರ ಮಾಡಲು ಹೋಗುತ್ತಿದ್ದಾನೆ. ആ ജോലി നിന്റെ വാക്കുകൊണ്ട് നിന്റെ ആത്മാവിൽ ഞാൻ ചെയ്തു കൊള്ളാം. ಆ ಕೆಲಸವು ನಿನ್ನ ಆತ್ಮದಲ್ಲಿ ನಿಂತುಕೊಂಡು ನಾನು ಮಾಡುತ್ತೇನೆ. ആ വിദ്യാഭ്യാസം നിന്റെ ജ്ഞാനം കൊണ്ട് നിന്റെ വാക്കിന് ഞാൻ ചെയ്തു കൊള്ളാം. ಆ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ನಿನ್ನ ಮಾತಿಗೆ ನಿನ್ನ ಆತ್ಮದಲ್ಲಿ ನಾನು ಮಾಡುತ್ತೇನೆ. എന്റെ അറിവിലോ കഴിവിലോ മുൻപരിചയത്തിലോ ഇനി ഞാൻ ആശ്രയിക്കുകയില്ല. ನನ್ನ ಸಬ್ಬುದ್ಧಿಯಲ್ಲಿಯೋ ನನ್ನ ಅನುಭವದಲ್ಲಿಯೋ ನಾನು ಆಶ್ರಯಗೊಳ್ಳುವುದಿಲ್ಲ. ഒരു കാര്യവും നിന്നെ വിട്ട് മറ്റൊന്നിൽ ഞാൻ ഇനി ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ಯಾವ ವಿಷಯದಲ್ಲಿಯೋ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಬೇರೆ ಒಂದರಲ್ಲಿಯೋ ನಾನು ಆಶ್ರಯ ಪಡೋದಿಲ್ಲ. നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണം. ನಿನ್ನ ಜ್ಞಾನದಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. നിന്റെ വെളിപ്പാട് കൊണ്ട് എന്നെ നിറയ്ക്കണം. ನಿನ್ನ ಪ್ರಕಟಣೆಯಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. നിന്റെ കൃപാവരങ്ങളാൽ എന്നെ നിറയ്ക്കണം. ನಿನ್ನ ಕೃಪೆಯ ವರಗಳಿಂದ ನನ್ನನ್ನು ತುಂಬಿಸು. നീ എന്നെ അഭിഷേകം ചെയ്യണം. ನೀ ನನ್ನನ್ನು ಅಭಿಷೇಕಿಸಬೇಕು. യോസഫിനെ പോലെ രാജ്യങ്ങളിൽ എന്നെ ഉപയോഗിക്കണം. ಯೋಸಫನ ಹಾಗೆ ರಾಜ್ಯಗಳಲ್ಲಿ ನನ್ನನ್ನು ಉಪಯೋಗಿಸು. യേശുവിനെ പോലെ ജനത്തിന്റെ നടുവിൽ എന്നെ ഉപയോഗിക്കണം. ಯೇಸುವಿನ ಹಾಗೆ ಜನರ ಮಧ್ಯದಲ್ಲಿ ನನ್ನನ್ನು ಉಪಯೋಗಿಸು. ആത്മാക്കളുടെ വിടുതലിനായി എന്നെയും എന്റെ കുടുംബത്തെ ഉപയോഗിക്കണം. ಆತ್ಮಗಳ ಬಿಡುಗಡೆಗಾಗಿ ನನ್ನನ್ನು ನನ್ನ ಕುಟುಂಬವನ್ನು ಉಪಯೋಗಿಸು. ദേശത്ത് ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ജനം അറിയത്തക്ക വിധത്തിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണം. ಈ ದೇಶದಲ್ಲಿ ನನ್ನ ದೇವರಲ್ಲದೆ ಬೇರೆ ದೇವರಿಲ್ಲ ಎಂಬುದಾಗಿ ಜನರು ಅರಿಯಬೇಕು. ಆ ರೀತಿಯಲ್ಲಿ ನನ್ನನ್ನು ಉಪಯೋಗಿಸು.
പിതാവിനെ വെളിപ്പെടുത്താൻ വന്ന പുത്രനെ പോലെ ഇന്ന് രാത്രി എത്ര പേര് സമർപ്പിക്കും? ತಂದೆಯನ್ನು ಪ್ರಕಟಿಸಲಿಕ್ಕೆ ಬಂದ ಪುತ್ರನ ಹಾಗೆ ರಾತ್ರಿ ಎಷ್ಟು ಜನರು ನಿಮ್ಮನ್ನು ನೀವು ಸಮರ್ಪಿಸುತ್ತೀರಾ? ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്റെ പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാ. ನಾನು ಈ ಭೂಮಿಗೆ ಬಂದದ್ದು ನನ್ನ ತಂದೆಯನ್ನು ತೋರಿಸಿಕೊಡಲಿಕ್ಕೆ. എന്നെ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചത് എന്റെ പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാ. ನನ್ನನ್ನು ಈ ಭೂಮಿಗೆ ಕಳಿಸಿದ್ದು ನನ್ನ ತಂದೆಯಾದ ದೇವರನ್ನು ಪ್ರಕಟಿಸಲು. ഏക സത്യ ദൈവമായ ആ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ಏಕ ಸತ್ಯ ದೇವರಾದ ಆ ದೇವರನ್ನು ಪ್ರಕಟಿಸಲು ಈ ಭೂಮಿಗೆ ನನ್ನನ್ನು ಕಳುಹಿಸಿದ್ದು. അതുകൊണ്ട് അവൻ പറയുന്നത് പോലെ മാത്രമേ ഞാൻ ഇനി പറയൂ. ಆದ್ದರಿಂದ ಆತನು ಹೇಳುವ ಹಾಗೆ ಮಾತ್ರವೇ ನಾನು ಇನ್ನು ಮುಂದೆ ಮಾತಾಡುವುದು. അവൻ കൽപ്പിക്കുന്നത് പോലെ മാത്രമേ ഞാൻ ഇനി ചെയ്യൂ. ಅವನು ಕಲ್ಪಿಸುವ ಹಾಗೆ ಮಾತ್ರವೇ ನಾನು ಇನ್ನು ಮುಂದೆ ಮಾಡುವುದು. ഇന്ന് രാത്രി യേശുവിനെ പോലെ എത്ര പേര് സമർപ്പിക്കും? ಇಂದು ರಾತ್ರಿ ಯೇಸುವಿನ ಹಾಗೆ ಎಷ್ಟು ಜನರು ಸಮರ್ಪಣೆ ಮಾಡುತ್ತೀರಾ? സമർപ്പിക്കുന്നവരുടെ മേൽ പൗലോസ് പറഞ്ഞതുപോലെ ഇനി ഞാൻ അല്ല എന്നിൽ ക്രിസ്തു അത്രേ. ಆ ರೀತಿಯಲ್ಲಿ ಸಮರ್ಪಣೆ ಮಾಡುವವರ ಮೇಲೆ ಪೌಲನು ಹೇಳಿದ ಹಾಗೆ ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ ನನ್ನಲ್ಲಿ ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. ഇനി ഞാൻ അല്ല എന്നിൽ ക്രിസ്തു അത്രേ. ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ ನನ್ನಲ್ಲಿ ಕ್ರಿಸ್ತನು. സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുന്ന ക്രിസ്തുവിലൂടെ ಸರ್ವಶಕ್ತನಾದ ದೇವರನ್ನು ಪ್ರಕಟಿಸಲಾಗುವ ಕ್ರಿಸ್ತನ ಹಾಗೆ സത്യ ദൈവത്തെ വെളിപ്പെടുത്താൻ നിനക്ക് കഴിയും. ಏಕ ಸತ್ಯ ದೇವರನ್ನು ಪ್ರಕಟಿಸಲು ನಿನಗೆ ಸಾಧ್ಯ. പിതാവിനെ വെളിപ്പെടുത്താൻ നിനക്ക് കഴിയും. ಸತ್ಯ ದೇವರನ್ನು ಪ್ರಕಟಿಸಲು ನಿನಗೆ ಸಾಧ್ಯ. ഒന്നും അസാധ്യമല്ലെന്ന് അരുളി ചെയ്ത പരിശുദ്ധ ദൈവത്തെ വെളിപ്പെടുത്താൻ നിനക്ക് കഴിയും. ಯಾವುದು ಅಸಾಧ್ಯವಿಲ್ಲ ಎಂದು ಹೇಳುವ ಪರಿಶುದ್ಧ ದೇವರನ್ನು ಪ್ರಕಟಿಸಲು ನಿನಗೆ ಸಾಧ್ಯ. പിതാവിനെ വെളിപ്പെടുത്താൻ വന്ന പുത്രനെ പോലെ ഇന്ന് രാത്രി സമർപ്പിക്കുക. ತಂದೆಯನ್ನು ಪ್ರಕಟಿಸಿದ ಪುತ್ರ ಹಾಗೆ ಇಂದು ರಾತ್ರಿ ನೀವು ನಿನ್ನನ್ನು ಸಮರ್ಪಿಸು. പിതാവിനെ ലോകത്തിലുള്ള സകലർക്ക് വെളിപ്പെടുത്താൻ വന്ന പുത്രനെ പോലെ ഇന്ന് രാത്രി സമർപ്പിക്കുക. ತಂದೆಯನ್ನು ಈ ಲೋಕದಲ್ಲಿರುವ ಎಲ್ಲರ ಮುಂದೆ ಪ್ರಕಟಿಸಿದ ಪುತ್ರನ ಹಾಗೆ ನೀನು ಕೂಡ ಇಂದು ರಾತ್ರಿ ಸಮರ್ಪಿಸು. ഈ വെളിപ്പാട് ലഭിച്ച പൗലോസ് പറഞ്ഞു ഇനി ഞാനല്ല. ಈ ಪ್ರಕಟಣೆ ಹೊಂದಿದ ಪೌಲನು ಹೇಳುತ್ತಾನೆ ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ. ഇനി ഞാനല്ല ಇನ್ನು ಮುಂದೆ ನಾನಲ್ಲ എന്നിൽ ക്രിസ്തു അത്രേ. ನನ್ನಲ್ಲಿ ಕ್ರಿಸ್ತನಷ್ಟೇ. യോസഫ് പറഞ്ഞു ഞാനല്ല. ಯೇಸು ಹೇಳುತ್ತಾನೆ ನಾನಲ್ಲ. യോസഫ് പറയാ ഞാനല്ല. ಯೋಸೇಫನು ಹೇಳುತ್ತಾನೆ ನಾನಲ್ಲ. ദൈവം തന്നെ ഇതിന്റെ മറുപടി തരും. ದೇವರೇ ಇದಕ್ಕೆ ಸದುತ್ತರ ಕೊಡುತ್ತಾನೆ. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ ജ്ഞാനം നിറയട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜನರ ಮೇಲೆ ದೇವರ ಜ್ಞಾನ ತುಂಬಲಿ. ഈ ജനം ദൈവാത്മാവിൽ നിറയട്ടെ. ಈ ಜನರು ದೇವರ ಆತ್ಮನಲ್ಲಿ ഈ ತುಂಬಲಿ. ജനം ദൈവശക്തിയിൽ നിറയട്ടെ. ಈ ಜನರು ದೇವರ ಶಕ್ತಿಯಲ್ಲಿ ತುಂಬಲಿ. മന്ത്രവാദികളെ വെല്ലുന്ന അഭിഷേകത്തിൽ നിറയട്ടെ. ಮಂತ್ರವಾದಿಗಳನ್ನು ಸವಾಲು ಮಾಡುವ ಅಭಿಷೇಕದಿಂದ ಈ ಜನರು ತುಂಬಲಿ. സകല ക്ഷാമത്തെയും ഓവർകം ചെയ്യുന്ന അഭിഷേകത്താൽ നിറയട്ടെ. ಸಕಲ ಶಾಪವನ್ನು ಜಯಿಸುವ ಆತ್ಮದಿಂದ ತುಂಬಿಸಲಿ. സകല പ്രശ്നങ്ങളെ മറികടക്കുന്ന അഭിഷേകത്താൽ നിറയട്ടെ. ಸಕಲ ಪ್ರಶ್ನೆಗಳನ್ನು ಎದುರಿಸುವ ಶಕ್ತಿಯಿಂದ ತುಂಬಿಸಲಿ. ഏത് തടസ്സങ്ങളെ പൊട്ടിക്കുന്ന അഭിഷേകത്താൽ നിറയട്ടെ. ಯಾವ ತಡೆಗಳನ್ನಾದರೂ ಅದನ್ನು ಒಡೆದು ಹಾಕುವ ಅಭಿಷೇಕದಿಂದ ദൈവാത്മാവ് ತುಂಬಿಸುವುದು. അങ്ങനെ ചിലരെ നിറയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ದೇವರಾತ್ಮನ ಆ ರೀತಿಯಲ್ಲಿ ಕೆಲವರನ್ನು ತುಂಬಿಸಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ. ഇനി നീ ഒരു പരാജയമല്ല. ಇನ್ನು ಮುಂದೆ ನೀನು ಸೋಲಲ್ಲ. ഇനി നിന്റെ മുമ്പിൽ വഴി അടയത്തില്ല. ಇನ್ನು ಮುಂದೆ ಯಾವ ದಾರಿಯು ನಿನಗೆ ವಿರೋಧವಾಗಿ ಮುಚ್ಚಲ್ಲ. കാരണം പരിഹരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നിറക്കിയ ദൈവം ದೇವರಾತ್ಮನಿಂದ ನಿನ್ನನ್ನು ತುಂಬಿಸುತ್ತಿದ್ದಾನೆ. ആ തടസ്സം ഇനി നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചു നിൽക്കത്തില്ല. ನಿನ್ನ ಮುಂದೆ ಆ ತಡೆಗಳು ಸವಾಲಾಗಿ ನಿಂತುಕೊಳ್ಳಲ್ಲ. ആ പ്രശ്നം ഇനി നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചു നിൽക്കത്തില്ല. ಆ ಸಮಸ್ಯೆಗಳು ನಿನ್ನ ಮುಂದೆ ನಿಂತುಕೊಳ್ಳಲ್ಲ. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ಆ ಕ್ರಿಸ್ತನ ಆತ್ಮನು ನಿನ್ನ ಮೇಲೆ ಉಂಟು. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ಆ ಕ್ರಿಸ್ತನ ಆತ್ಮನು ನಿನ್ನ ಮೇಲೆ ಉಂಟು. അത് സകലത്തെ കൽക്കീഴാക്കിയ നാമമാണ്. ಅದು ಎಲ್ಲವನ್ನು ಅಧೀನವನ್ನಾಗಿ ಮಾಡಿದ ಆತ್ಮವು. അത് ഇരുട്ടിനെ പുറത്താക്കുന്ന വെളിച്ചമാണ്. ಅದು ಕತ್ತಲನ್ನು ಆಚೆಗೆ ಹಾಕಿದ ಬೆಳಕು. അത് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വഴിയും വാതിലുമാണ്. ಅದು ಯಾರಿಗೂ ಮುಚ್ಚಿ ಹಾಕಲು ಆಗದೇ ಇರುವ ದಾರಿಯು ಬೆಳಕು ಆಗಿದೆ. ചിലരുടെ മുമ്പിൽ വഴിയും വാതിലും ഓപ്പൺ ആകുന്നുണ്ട്. ಕೆಲವರ ಮುಂದೆ ನಿಮಗೋಸ್ಕರ ಕರ್ತನು ಬಾಗಿಲುಗಳನ್ನು ತೆರೆಯುತ್ತಿದ್ದಾನೆ. അടഞ്ഞു കിടന്ന വഴികൾ ഓപ്പൺ ആകുന്നതായി ദൈവാത്മാവ് ഇടപെടുന്നു. ನಿಮಗೋಸ್ಕರ ಕರ್ತನು ದಾರಿಗಳನ್ನು ತೆರೆಯುತ್ತಿದ್ದಾನೆ ಎಂದು ಕರ್ತನು ಹೇಳುತ್ತಿದ್ದಾನೆ. പരിമിതികൾ പൊളിയുന്നതായി ദൈവാത്മാവ് കാണിക്കുന്നു. ಲಿಮಿಟೇಷನ್ಸ್ ಗಳು ಮುರಿಯುತ್ತಿದೆ ಎಂದು ಕರ್ತನು ಹೇಳುತ್ತಿದ್ದಾನೆ. ഞെരുക്കത്തിന്റെ ആത്മാവ് വിട്ടുമാറുന്നതായി ദൈവാത്മാവ് വെളിപ്പാടിൽ കാണിക്കുന്നു. ಸಂಕಷ್ಟದ ಆತ್ಮಗಳು ಮುರಿದು ಹೋಗುತ್ತಿದೆ ಎಂದು ದೇವರಾತ್ಮನು ಪ್ರಕಟಿಸುತ್ತಿದ್ದಾನೆ. ചില രാജ്യങ്ങളുടെ മേൽ ചിലർക്ക് അധികാരം ലഭിക്കുന്നതായി ദൈവാത്മാവ് കാണിക്കുന്നു. ರಾಜ್ಯಗಳ ಮೇಲೆ ಕೆಲವರಿಗೆ ಅಧಿಕಾರ ಕೊಡುತ್ತಿದ್ದಾನೆ ಎಂದು ದೇವರಾತ್ಮನು ತೋರಿಸುತ್ತಿದ್ದಾನೆ. രാജ്യങ്ങളുടെ വാതിലുകൾ ചിലർക്കായി ഓപ്പൺ ആകുന്നു. ರಾಜ್ಯಗಳ ಬಾಗಿಲುಗಳು ಕೆಲವರಿಗೆ ತೆರೆಯುತ್ತಿದೆ ಎಂದು ದೇವರಾತ್ಮನು ತೋರಿಸುತ್ತಿದ್ದಾನೆ. യോസേഫിനെ ആ രാജ്യത്ത് എത്തിച്ച ദൈവം
ಯೋಸೇಫನನ್ನು ಆ ರಾಜ್ಯಕ್ಕೆ ಕರೆದುಕೊಂಡು ಬಂದ യോസേഫിനെ ആ ದೇವರು. രാജ്യത്ത് മാനിച്ച ദൈവം ಯೋಸೇಫನನ್ನು ಆ ರಾಜ್ಯದಲ್ಲಿ ಗೌರವಿಸಿದ ದೇವರು നിന്നെയും നിന്റെ തലമുറകളെയും ആദരിക്കുമെന്ന് ദൈവാത്മ വ്യക്തമായി ഇടപെടുകയാണ്. ನಿನ್ನ ತಲೆಮಾರುಗಳನ್ನು ದೇವರು ಗೌರವಿಸುತ್ತಾನೆ ಎಂದು ದೇವರಾತ್ಮನು ವ್ಯಕ್ತವಾಗಿ ചില ಪ್ರಕಟಿಸುತ್ತಿದ್ದಾನೆ. ചങ്ങലകൾ മുൻപിൽ നിന്ന് പൊട്ടി വീഴുന്ന ഒരു വെളിപ്പാട് ദൈവം എന്നെ കാണിക്കുന്നു. ಕೆಲವು ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುವುದು ದೇವರಾತ್ಮನು ತೋರಿಸುತ್ತಿದ್ದಾನೆ. പൊട്ടിക്കാൻ കഴിയാതിരുന്ന ചില ചങ്ങലകൾ പൊട്ടുന്നത് ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുക. ಬಂಧನಗಳು ಮುರಿಯಾದೆ ಈ ಸುತ್ತುಗಳು ಈ ರಾತ್ರಿಯಲ್ಲಿ ಮುರಿಯುತ್ತಿದೆ ಎಂದು ಕರ್ತನಾತ್ಮನು ತೋರಿಸುತ್ತಿದ್ದಾನೆ. ആരുടെയോ കഴുത്തിൽ നിന്നൊരു പാമ്പ് അഴിയുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. ಯಾರೋ ಕತ್ತಿನಲ್ಲಿ ಸುತ್ತುಕೊಂಡು ನಿಂತ ಒಂದು ಆವಿನ ಆತ್ಮವು ಬಿಚ್ಚಿ ಹೋಗುತ್ತ ಹಾಗೆ ದೇವರಾತ್ಮನು ತೋರಿಸುತ್ತಿದ್ದಾನೆ. ശരീരത്തിന്റെ അസ്ഥികൾക്കകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു നാഗശക്തി അഴിഞ്ഞു പോകുന്ന ഒരു വെളിപ്പാടാണ് ദൈവാത്മാവ് കാണിച്ചത്. ಶರೀರದ ಒಳಗೆ ಇರುವ ಎಲುಬುಗಳಿಗೆ ತೊಂದರೆ ಕೊಡುತ್ತಿದ್ದ ಒಂದು ನಾಗ ಶಕ್ತಿ ಬಿಚ್ಚಿ ಹೋಗುವ ಒಂದು ಪ್ರಕಟಣೆಯನ್ನು ದೇವರು ತೋರಿಸುತ್ತಿದ್ದಾನೆ. ഒരു ദുർഭൂതത്തിനും ഇനി നിന്റെ ശരീരത്തിൽ വാഴാൻ സാധ്യമല്ല. ಯಾವ ಸೈತಾನನಿಗೂ ನಿನ್ನ ಶರೀರದಲ್ಲಿ ವಾಸಿಸಲು ಸಾಧ್ಯವಲ್ಲ. ഒരാഭിചാര ക്രിയകൾക്കും അവകാശം പറഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ಯಾವ ಮಾಟ ಮಂತ್ರ ಕಾರ್ಯಕ್ಕೂ ನಿನ್ನ ಶರೀರವನ್ನು ಅಧೀನ In the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ജനം ഫ്രീ ആകട്ടെ. ജനം ഫ്രീ ആകട്ടെ. ജനം ഫ്രീ ആകട്ടെ. ಜನರು ಸ್ವಾತಂತ್ರ್ಯಗೊಳ್ಳಲಿ. ദേശം ഫ്രീ ആകട്ടെ. ದೇಶ ಸ್ವಾತಂತ್ರ್ಯಗೊಳ್ಳಲಿ. രാജ്യങ്ങൾ ഫ്രീ ആകട്ടെ. ಜಾತಿಗಳು ಸ್ವಾತಂತ್ರ್ಯಗೊಳ್ಳಲಿ. അധികാര മണ്ഡലങ്ങൾ ദൈവാത്മാവിന് കീഴടങ്ങട്ടെ. ಅಧಿಕಾರ ಮಂಡಲಗಳು ದೇವರ ಆತ್ಮದಿಂದ ಸ್ವಾತಂತ್ರ್ಯಗೊಳ್ಳಲಿ. ഭരണാധികാരികൾ യോസേഫിന് മുമ്പിൽ കീഴടങ്ങിയതുപോലെ ಭರಣ ಅಧಿಕಾರಿಗಳು ಯೋಸೇಫನ ಮುಂದೆ ಅಧೀನ ಆದ ಹಾಗೆ ദൈവാത്മാവിന്റെ മുമ്പിൽ കീഴടങ്ങിയതുപോലെ ದೇವರಾತ್ಮನ ಮುಂದೆ ಅಧೀನವಾದ ಹಾಗೆ ഇന്ത്യ മഹാരാജ്യം ദൈവാത്മാവിന് കീഴടങ്ങട്ടെ. ಈ ಇಂಡಿಯ ದೇಶವು ದೇವರಾತ್ಮನ ಮುಂದೆ ಅಧೀನವಾಗಲಿ. നീ പാർക്കുന്ന ഏരിയ ദൈവാത്മാവിന് കീഴടങ്ങട്ടെ. ನೀನು ವಾಸಿಸುವ ಏರಿಯಾ ದೇವರ ಅಭಿಷೇಕದ ಮುಂದೆ ಅಧೀನವಾಗಲಿ. നീ പാർക്കുന്ന പഞ്ചായത്തും വില്ലേജും ദൈവാത്മാവിന് കീഴടങ്ങട്ടെ. ನೀನು ವಾಸಿಸುವ ಪಂಚಾಯತ್ ವಿಲೇಜ್ ಏರಿಯಾ ದೇವರ ಆತ್ಮದ ಮುಂದೆ ಅಧೀನವಾಗಲಿ. പാരമ്പര്യ ശക്തികൾ ദൈവാത്മാവിന് കീഴടങ്ങട്ടെ. ಪಾರಂಪರ್ಯ ಶಕ್ತಿಯು ದೇವರಾತ್ಮದಿಂದ ಅಧೀನವಾಗಲಿ. അന്യാരാധന ജാതീയ ശക്തികൾ ദൈവാത്മാവിന് കീഴടങ്ങട്ടെ. ಅನ್ಯ ಆರಾಧನೆಯು ಜಾತಿಯ ಶಕ್ತಿಗಳು ದೇವರಾತ್ಮದಿಂದ ಅಧೀನವಾಗಲಿ. ദൈവാത്മാവുള്ളവനെ ഇനി അവ ജയിക്കയില്ല. ದೇವರಾತ್ಮ ಇರುವವನನ್ನು ಇನ್ನು ಮುಂದೆ ಅವನು ಗೆಲ್ಲುವುದಿಲ್ಲ. പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ಪೂರ್ಣವಾಗಿ ದೇವರಾತ್ಮದಲ್ಲಿ ನಿಮ್ಮನ್ನು ನೀವು ಸಮರ್ಪಿಸಿ. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ನಿನ್ನನ್ನು ದೇವರಿಗೆ ಅವಶ್ಯವಿದೆ. ലോകത്തിന്റെ ജ്ഞാനമല്ല വേണ്ടത്. ಲೋಕದ ಜ್ಞಾನವಲ್ಲ ಬೇಕಾಗಿರುವುದು. നിന്റെ സ്വന്തം വിവേകമല്ല വേണ്ടത്. ನಿನ್ನ ಸ್ವಂತ ವಿವೇಕವಲ್ಲ നീ ಬೇಕಾಗಿರುವುದು. ഒരു ശിശുവിനെ പോലെ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുക. ಒಂದು ಮಗುವಿನ ಹಾಗೆ ನೀನು ದೇವರನ್ನು ಆಶ್ರಯಿಸಿಕೋ. അളവ് കൂടാതെ അവന്റെ ആത്മാവിനാൽ നിറയ്ക്കും. ಆಮೇಲೆ ಯಾವ ಅಲವು ಇಲ್ಲದ ಹಾಗೆ ದೇವರು ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸುತ್ತಾನೆ. അങ്ങനെ തന്നെ പറയുന്നു. ದೇವರಾತ್ಮನ ಹಾಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ. നിനക്ക് ആവശ്യം ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവാണ്. ನಿನಗೆ ಅವಶ್ಯವಾಗಿರುವುದು ದೇವರ ಜ್ಞಾನದ ಆತ್ಮವು, ವಿವೇಕದ ಆತ್ಮವು. ദൈവപുത്രന്റെ മേൽ അതാണ് ആവസിച്ചത്. ದೇವರ ಪುತ್ರನ ಮೇಲೆ ಅದೇ ವಾಸಿಸಿದ್ದು. അവനെ ഉയർത്തിയതും അതാണ്. ಅವನನ್ನು ಮೇಲಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಬಂದದ್ದು ಅದೇ. വിളിക്കപ്പെടുന്ന സകല നാമത്തിലും മേലായ നാമം ലഭിച്ചത് അങ്ങനെയാണ്. ಈ ಲೋಕದಲ್ಲಿರುವ ಎಲ್ಲ ನಾಮಕ್ಕಿಂತಲೂ ಮೇಲಾದ ನಾಮವು ಅವನಿಗೆ ಲಭಿಸಿದ್ದು ಆ ರೀತಿಯಲ್ಲಿ. ദൈവാത്മാവ് അങ്ങനെ തന്നെ ഇടപെടുന്നു. ದೇವರಾತ್ಮನ ಹಾಗೆ ಹೇಳುತ್ತಿದ್ದಾನೆ. നിന്റെ ഉയർച്ച ദൈവാത്മാവിലൂടെ ആയിരിക്കും. ನಿನ್ನ ಮೇಲುವಿಕೆ ದೇವರಾತ್ಮನಿಂದಲೇ നിന്റെ ಸಂಭವಿಸುವುದು. വളർച്ച ദൈവാത്മാവിലൂടെ ആയിരിക്കും. ನಿನ್ನ ಬೆಳವಣಿಗೆ ದೇವರಿಂದಲೇ ಸಂಭವಿಸುವುದು. അതിനെ തടയാൻ ഒരു നിയമത്തിന് സാധ്യമല്ല. ಅದನ್ನು ತಡೆಯಲು ಯಾವ ನಿಯಮಗಳಿಗೆ അതിനെ ಸಾಧ್ಯವಿಲ್ಲ. തടയാൻ ഒരു സാഹചര്യങ്ങൾക്ക് സാധ്യമല്ല. ಅದನ್ನು തടಯಲು ಯಾವ ಸನ್ನಿವೇಶಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അതിനെ തടയാൻ ഒരു വ്യക്തികൾക്കും ശക്തികൾക്കും സാധ്യമല്ല. ಅದನ್ನು ತಡೆಯಲು ಯಾವ ವ್ಯಕ್ತಿಗಳಿಗೂ ಶಕ್ತಿಗಳಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. നിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കണം. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ಈ ರೀತಿಯಲ್ಲಿ ಆಗಬೇಕು. എനിക്ക് അങ്ങയുടെ പുത്രനെ പോലെ ജീവിക്കണം. ನನಗೆ ನಿನ್ನ ಪುತ್ರನ ಹಾಗೆ ಜೀವಿಸಬೇಕು. നീ എനിക്കൊന്നും മറക്കരുത്. ನೀನು ನನಗೆ ಏನು ಮರೆ ಮಾಡಬೇಡ. നീ ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചോ അതുപോലെ എനിക്ക് മറക്കരുത്. ಈ ಲೋಕದ ಜ್ಞಾನಿಗಳಿಗೂ ವಿವೇಕಿಗಳಿಗೂ ನೀನು ಮರೆ ಮಾಡು, ಆದರೆ ನನಗೆ ಏನು ಮರೆ ಮಾಡಬೇಡ. ഞാനൊരു ശിശുവിനെ പോലെ സമർപ്പിക്കുന്നു. ನಾನೊಂದು ಮಗುವಿನ ಹಾಗೆ ಸಮರ್ಪಿಸುತ್ತೇನೆ. ഞാൻ അങ്ങയെ നമ്പുന്നു പിതാവേ. ನಾನು ನಿನ್ನನ್ನು ನಂಬುತ್ತೇನೆ ತಂದೆ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ നമ്പുന്നു പിതാവേ. ಪೂರ್ಣ ಹೃದಯದಿಂದ ನಿನ್ನನ್ನು ನಂಬುತ್ತೇನೆ ತಂದೆ. നീ എന്നെ
നടത്തിയാൽ മതി. ನೀ ನನ್ನನ್ನು ನಡೆಸಿದರೆ ಸಾಕು. ഞാനല്ല ഇനി എന്നെ നടത്തുന്നത്, ನಾನಲ್ಲ ನನ್ನನ್ನು ನಡೆಸುವುದು. നീയാണ് എന്റെ കർത്താവ്, ನೀನೇ ನನ್ನ ಕರ್ತನು, നീയാണ് എന്റെ രാജാവ്, ನೀನೇ ನನ್ನ ರಾಜನು, നീയാണ് എന്റെ ദൈവം, ನೀನೇ ನನ್ನ ದೇವರು, നീയാണ് എന്റെ യജമാനൻ, ನೀನೇ ನನ್ನ ಯಜಮಾನನು, നീയാണ് എന്റെ കൺട്രോളർ, ನೀನೇ ನನ್ನ ಕಂಟ್ರೋಲರ್. നീ മാത്രം മതി, ನೀನೊಬ್ಬ ಸಾಕು, നീ മാത്രം മതി. ನೀ ಒಬ್ಬ ಸಾಕು. പിതാവേ സമർപ്പിക്കുന്നു. ತಂದೆ ಸಮರ್ಪಿಸುತ್ತಿದ್ದೇನೆ. എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ಎಲ್ಲರೂ ದೇವರ ಹಸ್ತಗಳಿಗೆ ನಿಮ್ಮನ್ನು ಸಮರ್ಪಣೆ ಮಾಡಿ. ഈ ഒരു സമർപ്പണത്തോടു കൂടി ആയിരിക്കണം ഇനിയുള്ള നമ്മുടെ യാത്ര. ಸಮರ್ಪಣೆಯಿಂದಲೇ ನೀವು ಮುಂದೆ ಜೀವಿಸಬೇಕು. ദൈവത്തിന്റെ പദ്ധതികൾ മറ നീക്കി പുറത്തു വരും. ದೇವರ ಪದ್ಧತಿಗಳು ಮರೆಯನ್ನು ಬಿಚ್ಚಿ ಆಚೆ ಬರುತ್ತದೆ. നിന്നെ കുറിച്ചുള്ള ദൈവികമായ പദ്ധതികൾ നിവർത്തീകരിക്കപ്പെടും. ನಿನ್ನ ಕುರಿತಾಗಿ ಇರುವ ದೇವರ ಪದ್ಧತಿಗಳು ನೆರವೇರಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. അത് വരും ദിവസങ്ങൾ നിങ്ങൾ ಅದು അനുഭവിച്ചു. ಬರುವ ದಿವಸಗಳಲ್ಲಿ ನೀವು ಅನುಭವಿಸಿ ನೋಡುತ್ತೀರಾ. ചിലരോട് ദൈവാത്മ മുൻകൂട്ടി കാര്യങ്ങളെ അറിയിക്കും. ಕೆಲವರಿಗೆ ದೇವರ ಆತ್ಮನು ಮುಂದೆ ಕಾರ್ಯಗಳನ್ನು ತಿಳಿಸಿಕೊಡುತ್ತಾನೆ. ലോകത്തിന്റെ ജ്ഞാനികൾക്ക് ദൈവം മറയ്ക്കുമ്പോൾ, ಲೋಕದ ಜ್ಞಾನಿಗಳಿಗೆ ದೇವರು ಮರೆ ഒരു ಮಾಡುವಾಗ, ശിശുവിനെ പോലെ മടക്കുന്ന നിനക്ക് സകല കാര്യങ്ങളും ദൈവം കാണിച്ചു ಒಂದು തരും. ಮಗುವಿನ ಹಾಗೆ ಮಂಡಿಕಾಲು ಊರುವ ನಿನ್ನಿಗೆ ದೇವರ ಆತ್ಮನು ಎಲ್ಲವನ್ನು ತಿಳಿಸಿಕೊಡುತ್ತಾನೆ. ദൈവം ഒന്നും നിനക്ക് മറച്ചു വെക്കത്തില്ല. ದೇವರು ಒಂದನ್ನು ಕೂಡ ನಿನಗೆ ಮರೆ ಮಾಡಿ ಇಡುವವನಲ್ಲ. ദൈവം എന്തൊക്കെ ചെയ്യാനിരിക്കുന്നോ, രാജ്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാതെ നീ അറിയും മുന്നമേ. ದೇವರು ಏನೇನು ಮಾಡಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾನೆ, ರಾಜ್ಯಗಳಲ್ಲಿ ಏನೇನು ಸಂಭವಿಸುತ್ತದೆ, ದೇವರ ಆತ್ಮನು ನಿನಗೆ ತಿಳಿಸುತ್ತಾನೆ. അത് പ്രവചന നാവായി നിന്നിലൂടെ ദൈവം പ്രഖ്യാപിക്കും. ಅದು ಪ್ರವಾದನೆಯಾಗಿ ದೇವರು ನಿನಗೆ ತಿಳಿಸುತ್ತಾರೆ. ദൈവാത്മാവ് അങ്ങനെ തന്നെ ചിലരോട് ഇടപെടുകയാണ്. ದೇವರಾತ್ಮನು ಅದೇ ರೀತಿಯಾಗಿ ಕೆಲವರೊಟ್ಟಿಗೆ ಮಾತಾಡುತ್ತಿದ್ದಾನೆ. നിന്നെ ദൈവത്തിന്റെ നാവാക്കാൻ ദൈവം താല്പര്യപ്പെടുന്നു. ನಿನ್ನನ್ನು ದೇವರ ನಾಲಿಗೆಯಾಗಿ ಉಪಯೋಗಿಸಲು ದೇವರು ಹೋಗುತ್ತಿದ್ದಾನೆ. ദൈവത്തിന്റെ കണ്ണായിരിക്കാൻ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു. ದೇವರ ಕಣ್ಣಾಗಿ ಉಪಯೋಗಿಸಲು ಹೋಗುತ್ತಿದ್ದಾನೆ. മുൻകൂട്ടി കാര്യങ്ങളെ നീ അറിയും. ಮುಂದೆ ಬರುವ ಕಾರ್ಯಗಳು ನೀನು നീ അത് ಅರಿತುಕೊಳ್ಳುತ್ತೀಯ. ദേശത്തോടും വ്യക്തികളോടും വിളിച്ചു പറയും. ನೀನು ಅದನ್ನು ದೇಶಗಳಿಗೂ ವ್ಯಕ್ತಿಗಳಿಗೂ ಹೇಳುತ್ತೀಯ. ഒരു വലിയ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ജനത്തെ വേർതിരിക്കുന്നു. ಒಂದು ದೊಡ್ಡ ದೇವರ ಕಾರ್ಯಕ್ಕಾಗಿ ದೇವರು ಜನರನ್ನು ಮಾರ್ಪಡಿಸುತ್ತಿದ್ದಾನೆ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ಸ್ವಂತ ವಿವೇಕದಲ್ಲಿ ಆಶ್ರಯ ಮಾಡಬೇಡಿ. അവൻ സകലതും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവം. ಆತನು ಎಲ್ಲವನ್ನು ಬಾಲಕನಿಗೆ ತಿಳಿಸಿಕೊಡುತ್ತಿದ್ದಾನೆ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ಈ അനുഗ്രഹിക്കുമാറാകട്ടെ. ವಚನಗಳಿಂದ ದೇವರಾತ್ಮನು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿ.